ഹലോ ഹായ് 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 എടാ നോമ്പൊക്കെയാണല്ലേ നമ്മൾ നമ്മളെ ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഇന്ന് നമുക്ക് 4 ചാപ്റ്ററിലൂടെ പോകാം. മൂവിങ് ചാർജ് ആൻഡ് മാൻസ് ആൻഡ് മാറ്റർ, ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ, എ സി. നോമ്പൊക്കെയാണ്, ക്ഷീണം ഉണ്ടാവും. എന്നാൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് തന്നെ എക്സാം ആണ്, നോമ്പുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഓക്കെ എല്ലാം ശരിയാണ്. ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരു 1:30 ആകുമ്പോഴേക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. 2 മണീൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് ഈ 4 ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കണം. ഓക്കേടാ. അപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. തിയററ്റിക്കലായിട്ട് ചാപ്റ്ററിനെ കൊണ്ടുപോകാനേ ഉദ്ദേശിക്കുന്നില്ല, കാരണം അതിനുള്ളൊരു സമയം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് അറിയാലോ കാര്യങ്ങളുടെയൊക്കെ കടപ്പുവശം. കുറച്ച് മുമ്പാണെങ്കിൽ നമുക്കിങ്ങനെ കുറേ തിയറി ഒക്കെ പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ പോകാൻ. പക്ഷെ ഇപ്പോൾ അതിന് പറ്റിയൊരു സമയമല്ല അല്ലേ. ഇപ്പോൾ കുറേയൊക്കെ നമ്മൾ അല്ലേ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകും. ഒരു ചാപ്റ്ററിന് ഒരു 20 to 25 ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത്, അതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാ ടൈപ്പും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞു അതിനകത്ത് ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് നല്ല കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മളെ ബാധിക്കാനേ പാടില്ല, അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. പക്ഷെ നമുക്ക് വേണ്ടത് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കൺട്രോളിൽ ഒതുങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് തെറ്റാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ്, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ മെജോറിറ്റിയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ആ ടൈപ്പാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ മെല്ലെ ഇനി കൂടുതലൊന്നും സംസാരിക്കാതെ മെല്ലെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓക്കെ എടാ, അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധയോടെ കേട്ടിരിക്കണം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് മനസ്സിലാക്കണം. നമ്മൾ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് കഴിഞ്ഞു, പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ് കഴിഞ്ഞു, കറണ്ട് ഇലക്ട്രിസിറ്റിയും കഴിഞ്ഞു. സെക്കൻഡ് ഇയറിൽ 3 ടോപ്പിക് കഴിഞ്ഞു. പിന്നെ ഡുവൽ നേച്ചർ ആണ്, അതാണ് നിൽക്കട്ടെ. അത് കഴിഞ്ഞ് വരുന്ന മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിക്സിലാണ് നിൽക്കുന്നത് അല്ലേടാ. ഈ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിക്സിനെ കുറിച്ച് ജസ്റ്റ് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ ശരിക്ക് നമ്മൾ സോഴ്സസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ആർക്കൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, മൂവിങ് ചാർജസിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, മാഗ്നറ്റുകൾക്ക് ബാർ മാഗ്നറ്റിനൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ പറ്റിയിട്ട് ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എടാ, ഈ ചാപ്റ്ററിൽ ആക്ച്വലി നമുക്ക് രണ്ട് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഒന്ന്, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കണം. 2, മൂവിങ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കണം. ഓക്കേടാ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്റ്റേഷനറി ചാർജ് ഇലക്ട്രിക് ഫീൽഡ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യും. അറിയാലോ, മൂവിങ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസിന്റെ ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അതോടൊപ്പം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ. അത് നിങ്ങൾക്ക് അറിയാം. ഈ ചാപ്റ്ററിൽ ആദ്യം കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ബയോസാവാർട്ടർ ഉപയോഗിച്ചിട്ടും അതിന്റെ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനായിട്ട് ആംബിയർ സർക്യൂട്ട് തിയറം ഉപയോഗിച്ചിട്ടും. അത് കഴിഞ്ഞാൽ ലോറൻസ് ഫോഴ്സിലൊക്കെ നമ്മൾ എത്തും. എന്ന് പറഞ്ഞാൽ മൂവിങ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുമ്പോൾ അതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ മൂവിങ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ അടുത്ത സ്റ്റേജിൽ പഠിക്കുന്നത്. അത് മനസ്സിലാക്കി വെക്കാം. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. നിങ്ങൾ തിയറി സെക്ഷൻ കൃത്യമായിട്ട് വൃത്തിക്ക് കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എടാ, അത്തരം ആളുകളോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഈ ഒരു സമയത്ത് നിർബന്ധമായിട്ട് അവരോടല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെയാണല്ലോ, അതിൻ്റെ ഒരു കടപ്പോഷം അങ്ങനെയാണല്ലോ. നമുക്ക് നല്ല സ്കോറിൽ എത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരുടെ ആഗ്രഹം. അതിനുള്ള എല്ലാ പണികളും നമ്മൾ ചേർന്ന്, ഞങ്ങളും എല്ലാവരും ഒന്നിച്ച് ചേർന്ന് വെക്കണം കേട്ടോ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിടക്കാം. ഓക്കെ, ഓക്കെടാ, നമുക്ക് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിടക്കാം അല്ലേ. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കട്ടോ. As shown in the figure, a long straight conductor with a semicircular arc of radius pi by 10 meter and carrying a current 3 ampere. Magnitude of the magnetic field at the center O of the arc is. Permeability ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. എടാ, നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഒരിക്കലും അതിന്റെ ആക്സിസിൽ, അതായത് ഈ പി എന്നുള്ള പോയിന്റിലും ക്യൂ എന്നുള്ള പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. എനിക്കറിയാം, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അതിന്റെ ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ഒരിക്കലും അതിന്റെ ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. എടാ, ഈ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളുടെ കയ്യിൽ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ഉണ്ട്. ഇതിലൂടെ ഐ എമൗണ്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ കണ്ടക്ടറിന് ആർ ഡിസ്റ്റൻസിൽ ഞാൻ പി എന്നുള്ളൊരു പോയിന്റ് എടുത്തു.
ഈ പി എന്നുള്ള പോയിന്റിൽ ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0I/2πr ആയിരിക്കും. പക്ഷെ നമ്മളെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എൻ പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ഈ കണ്ടക്ടറിന്റെ ഒരു എൻ പോയിന്റ് നിന്ന് ആർ ഡിസ്റ്റൻസിൽ നിങ്ങൾ പി എന്നുള്ള പോയിന്റ് എടുത്തു. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ദാ മിഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ നേരെ പകുതിയായിരിക്കും μ0I/4πr. ഓക്കെ. എടാ ഇനി നമുക്ക് അറിയുന്ന ഒരു കേസ് ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് ഓർപ്പിക്കുക മാത്രമേ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ആർക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു ആർക്ക് ഉണ്ട്. ഓക്കെ. ഈ ആർക്ക് അതിന്റെ സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഞാൻ നോക്കി. ദാ ആർക്ക് അതിന്റെ സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. ഈ സെന്റർ പി ആണ്. എടാ ഈ ആർക്കിലൂടെ I എമൗണ്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ ആർക്ക് അതിന്റെ സെന്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0I/4π. ഇതിന്റെ റേഡിയസ് r ആണെന്ന് വിചാരിക്കുക. 4πr × തീറ്റ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ടു ആർക്ക്. ഇതിൽ തീറ്റയുടെ പ്രത്യേകത തീറ്റ മസ്റ്റ് ബി ഇൻ റേഡിയൻ. തീറ്റ റേഡിയൻ മെഷർമെന്റിലായിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. മസ്റ്റ് ബി ഇൻ റേഡിയൻ. നിങ്ങൾ പഠിക്കണം കേട്ടോ. μ0I/4πr × തീറ്റ. തീറ്റ മസ്റ്റ് ബി ഇൻ റേഡിയൻ. എടാ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സർക്കിളിലൂടെ I എമൗണ്ട് കറണ്ട് പാസ് ചെയ്യുന്നു. ഈ സർക്കിൾ അതിന്റെ സെന്ററിൽ പിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. μ0I/4πr അവിടെ നിൽക്കട്ടെ. ഫുൾ സർക്കിൾ ആയതുകൊണ്ട് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 2π റേഡിയൻ ആണ്. എടാ ഈ 4πയും ഈ 2πയും ഇവിടെ പോയി. അപ്പൊ ഇവിടെ 2 വരും. ഒരു സർക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0I/2r ആണ്. മറക്കരുത്. എടാ അടുത്ത പോയിന്റ് നിങ്ങളെ കയ്യിൽ ഒരു സെമി സർക്കിൾ ഉണ്ട് വിചാരിക്കാം. ഇങ്ങനൊരു സെമി സർക്കിൾ ഉണ്ട്. ഈ സെമി സർക്കിളിലൂടെ I എമൗണ്ട് കറണ്ട് പാസ് ചെയ്യാണ്. ഈ സെമി സർക്കിളിന്റെ സെന്റർ പോയിന്റ് ആണ് പി. സെമി സർക്കിൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചോദിക്കുകയാണെങ്കിൽ μ0I/4πr × തീറ്റ. സെമി സർക്കിൾ ആയതുകൊണ്ട് പൈ എന്ന് വന്നു. ദാ ഇതൊന്നും ക്യാൻസൽ ചെയ്തു. അപ്പൊ μ0I/4r സെമി സർക്കിൾ. അങ്ങനെ ഏത് ആർക്ക് അതിന്റെ സെന്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനും μ0I/4πr × തീറ്റ എന്നുള്ള ഇക്വേഷൻ എഴുതാം. എടാ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് ഉപയോഗിക്കാം. ഞങ്ങൾ എടുത്ത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാലോ. ദാ അതവിടെ നിൽക്കട്ടെ. നമ്മളെ പ്രശ്നം അതല്ല. പക്ഷെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഇപ്പോ ഒരു ആർക്കിലൂടെ ക്ലോക്ക് വൈസ് കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറന്റ് ഫ്ലോ ചെയ്യണമെന്ന് വിചാരിക്കാം. ഒരു ആർക്കിലൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറന്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്രോസ് ഫീൽഡ് ആയിരിക്കും. എന്താണ് ക്രോസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിലൂടെ ആയിരിക്കും. വിച്ച് മീൻസ് നമ്മളെ ഈ ആർക്കിലൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ കറന്റ് ഫ്ലോ ചെയ്യുന്നത്. ഈ ആർക്ക് പിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ക്രോസ് ഫീൽഡ് ആയിരിക്കും, ഉള്ളിലോട്ടായിരിക്കും. ഇനി അതല്ല ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറന്റ് ഫ്ലോ ചെയ്യുന്ന കേസ് എടുത്തു. ആന്റി ക്ലോക്ക് വൈസ് കറന്റ് ഒരു ആർക്കിലൂടെ പാസ് ചെയ്യണമെങ്കിൽ അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡോട്ട് ഫീൽഡുമായിരിക്കും. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഓർമ്മിച്ചു എന്ന് മാത്രം. ഇനിയാണ് നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻക്ക് വരാം. നിങ്ങൾ ഇത്തരത്തിലൊരു ഫിഗർ വന്നാൽ ഞാൻ എപ്പോഴും പറയുന്നത് ആദ്യം നമ്പർ ചെയ്യലാണ്. ഇതൊരു കണ്ടക്ടർ 1, ഇത് അടുത്ത കണ്ടക്ടർ 2, ഇതൊരു സെമി സർക്കിൾ 3. എടാ ഫസ്റ്റ് കണ്ടക്ടറിന്റെ ആക്സിസ് പോയിന്റ് അല്ലേ ഇത്, ശരിയല്ലേ? അതുകൊണ്ട് ഫസ്റ്റ് കണ്ടക്ടർ ഓല് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1 = 0. അടുത്ത പോയിന്റ് രണ്ടാമത്തെ കണ്ടക്ടറിന്റെ ആക്സിസ് പോയിന്റ് അല്ലേ ഇത്. രണ്ടാമത്തെ കണ്ടക്ടർ ഓല് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B2 is also equal to 0. നെക്സ്റ്റ് പോയിന്റ് എടാ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. മൂന്നാമത്തെ ആള് ഒരു സെമി സർക്കിൾ ആണ് B3. സെമി സർക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ അടുത്ത് പറഞ്ഞിരുന്നു. ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ μ0I/4πr × തീറ്റ എന്ന് പറഞ്ഞു. സെമി സർക്കിൾ ആണെങ്കിൽ തീറ്റ വാല്യൂ പൈ ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് μ0I/4πr × പൈ. ഇങ്ങനെ വന്നു. എടാ ഈ പൈന്റെ ടേമുകൾ ക്യാൻസൽ. അപ്പോ സെമി സർക്കിൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് μ0I/4r ആണ്. അപ്പോൾ ഇത് മാത്രമാണ് ഇപ്പൊ ഓല മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടക്ടേഴ്സിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, ആക്സിസ് പോയിന്റ് ആയതുകൊണ്ട്. എടാ അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. ഇതിന്ന് B = ആ ഓല മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ μ0I/4r. സെമി സർക്കിളിലൂടെ ക്ലോക്ക് വൈസ് കറന്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ക്രോസ് ഫീൽഡ് എന്ന് വിളിക്കാം. എടാ ഇനി വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ μ0ക്ക് പകരം 4π × 10⁻⁻7 കൊടുത്തു. I ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് 3 ആംപിയർ. R ഇയാളുടെ റേഡിയസ് π/10 മീറ്റർ. 4r ആണല്ലേ. π/10 ഇങ്ങനെ വന്നു.
എടാ ഇതിൽ ഈ 4πയും 4πയും ക്യാൻസൽ ചെയ്യും. 10 മുകളിലെത്തും. നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3 × 10⁻⁻6 ടെസ്ല ഇങ്ങനെ വരും. വിച്ച് മീൻസ് 3 മൈക്രോ ടെസ്ല. ഓക്കെടാ, ഡി ഓപ്ഷൻ ആയിരിക്കും ആൻസർ. ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എടാ ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിന് എൻഡിലെ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അത് ഉപയോഗിച്ച് സർക്കിളും സെമി സർക്കിളും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾ നമ്മൾ കണ്ടുപിടിച്ചു. എടാ ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് കിടക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് എ പോയിന്റ് O ഡ്യൂ ടു കറന്റ് ക്യാരിയിങ് അറേഞ്ച്മെന്റ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ ഈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. ലിസൺ, ഇവിടെ നമുക്ക് നമ്പർ ചെയ്യാം. ഇതൊരു കണ്ടക്ടറാണ്, ഇത് അടുത്ത കണ്ടക്ടറാണ്. എടാ ഇത് മൂന്നാമത്തെ കണ്ടക്ടർ, ഇത് നാലാമത്തെ കണ്ടക്ടർ. എല്ലാവരും ശ്രദ്ധിക്കണം. ഫസ്റ്റ് കണ്ടക്ടറിന്റെ ആക്സിസ് പോയിന്റ് അല്ലേ നമ്മുടെ O. അതുകൊണ്ട് ഫസ്റ്റ് കണ്ടക്ടർ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1 = 0 ഇങ്ങനെ കൊടുത്തു. എടാ നിങ്ങൾ രണ്ടാമത്തെ കണ്ടക്ടർ കണ്ടല്ലോ. രണ്ടാമത്തെ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടർ, അതിന്റെ ഒരു എൻ പോയിന്റ് ആണ് നമ്മുടെ O. ഓയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയുമാണ്. സോറി, A/2 ആണ് അല്ലെ. ബി മുതൽ ഇ വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. ലിസൺ, ബി മുതൽ ഇ വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എ. അപ്പൊ തീർച്ചയായിട്ടും ഓയിലോട്ടുള്ള ഡിസ്റ്റൻസ് A/2 ആണ്. ഞാൻ അടുത്ത് പറഞ്ഞിരുന്നു ഒരു ഇൻഫിനിറ്റി ലോങ് കണ്ടക്ടർ, ഇൻഫിനിറ്റി ആണെന്ന് കാണിക്കാനാണ് ഇവിടെ ഇങ്ങനെ ഡോട്ട് ഒക്കെ ഇട്ട് പോകുന്നത് കേട്ടോ. എല്ലായിടത്തും നമുക്ക് ഡോട്ട് കാണുന്നുണ്ട്. ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ, അതിന്റെ ഒരു എൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0I/4πr ആണെന്ന് പറഞ്ഞിരുന്നു. എടാ ഇവിടെ ആറിന് പകരം നമ്മൾ A/2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. Therefore, this is equal to μ0I/4πA/2. That is μ0I/2πA. ശരിയല്ലേ? എടാ ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റൂള് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ ചെയ്യേണ്ടത് കറന്റ് ഡയറക്ഷനിൽ തമ്പ് വെക്കുക, ഫോൾഡഡ് ഫിംഗേഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പൊ നോക്ക്, ഇവിടെ കറന്റ് ഇങ്ങനെ താഴോട്ടാണ് പാസ് ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ കാണുന്നുണ്ടാവും കറന്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. അപ്പൊ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിച്ചോ. ഈ കണ്ടക്ടറിലൂടെ കറന്റ് താഴോട്ട് പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കറന്റ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ തമ്പ് വെക്ക്. അങ്ങനെ തമ്പ് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ, എടാ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. കറന്റ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ തമ്പ് വെച്ചു. ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഫിംഗർ ഉള്ളിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ക്രോസ് ഫീൽഡ് ആയിരിക്കും. എടാ ഇവിടെ ക്രോസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്താ വരിക? ഡോട്ടാണ് വരിക. ഇവിടെ ഇതുപോലെ താഴോട്ടാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ താഴോട്ട് കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ക്രോസ് ഫീൽഡും, എന്നാൽ O നിൽക്കുന്ന സ്ഥലത്ത് ഡോട്ട്, പുറത്തോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ B2 ഇവിടെ പുറത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. ഈ കാണുന്നതാണ് B2. എടാ അടുത്തത് എനിക്ക് പറയാനുള്ളത് B3 എന്ന് പറഞ്ഞാൽ ദാദാ ലിസൺ, ഈ കണ്ടക്ടർ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആ കണ്ടക്ടറിന്റെ ആക്സിസ് പോയിന്റ് ആണ് അത്. അതുകൊണ്ട് B3ന്റെ വാല്യൂ 0 ആണ്. ഇപ്പൊ നോക്കടാ, നമുക്ക് B1 0 എന്ന് കിട്ടി, B3 0 കിട്ടി, B2 അവിടെ കിടക്കുന്നുണ്ട് അല്ലെ. ഇനിയുള്ളത് B4 ആണ്. ലിസൺ, B4 എന്ന് പറയുന്നത് ഈ കണ്ടക്ടർ, ആ കണ്ടക്ടറിന്റെ ഒരു എൻ പോയിന്റ് ആണ് നമ്മുടെ O. അതുകൊണ്ട് B4 എന്ന് പറയുന്നത് μ0I/4πr പകരം A/2. That is, this is equal to μ0I/2πA. ഇങ്ങനെ എഴുതി. അതിന്റെ ഡയറക്ഷൻ നോക്കണം. എടാ അതിൽ മുകളിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി ഇങ്ങനെയാണ് ഉള്ളത്. ലിസൺ, ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നിങ്ങൾ കറണ്ട് ഡയറക്ഷനിൽ തമ്പ് വെച്ചാൽ റൈറ്റ് സൈഡിൽ ക്രോസ് ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഡോട്ട് ആയിരിക്കും. which means ശരിയല്ലേ, ഇവിടെ ഡോട്ട് ഫീൽഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ട് സ്ഥലത്തും അവിടെ ഡോട്ട് ഫീൽഡ് വന്നു. ദിസ് ഇസ് ആൾസോ ഡോട്ട്. രണ്ട് മാഗ്നറ്റിക് ഫീൽഡേ ഉള്ളൂ. ആ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലാണ് അല്ലെ. B1ഉം B3ഉം 0 ആണ്. B2ഉം B4ഉം ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ഓലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ എഴുതാൻ പോവാണ് BO. കിട്ടണമെങ്കിൽ B2നോട് കൂടെ B4 ആഡ് ചെയ്താൽ മതി. രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ. എടാ B2 എന്ന് പറയുന്നത് μ0I/2πA ആണ്. പ്ലസ് B4 μ0I/2πA ആണ്. ഇത് ചെയ്താൽ 2 μ0I/2πA കിട്ടും. അല്ലെങ്കിൽ ഓലെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് μ0I/πA ആയിരിക്കും. ഓലെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് μ0I/πA നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് O. BO is equal to, listen, BO is equal to
μ0 I ഡിവൈഡഡ് ബൈ പൈ എ ഇങ്ങനെ കിട്ടി. മാത്രമല്ല അത് ഡോട്ട് ഫീൽഡ് ആണ്. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് μ0 സോറി നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എന്താ കിട്ടിയത്? ഇനി ഇവിടെ എഴുതാം BO ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ പൈ എ. ഞാൻ എഴുതിയപ്പോൾ തെറ്റിയതാ കേട്ടോ. ഇനിയിപ്പോൾ അത് മായ്ക്കാനൊന്നും നിൽക്കുന്നില്ല. ദാ ഇങ്ങനെ കിട്ടി. മാത്രമല്ല ഇത് ഡോട്ട് ഫീൽഡ് ആണെന്ന് പറഞ്ഞു. ഒരു സംശയമില്ല, നമ്മൾ ഓപ്ഷൻ ഡി ഓപ്ഷൻ ആയിരിക്കും ആൻസർ. എടാ 2023 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ചെയ്തൂടെ? ആ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ അറിയണം, ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇന്ന് തന്നെ അത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ. ഫൈൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P ഇൻ ഫിഗർ. കർവ്ഡ് പോർഷൻ ഈസ് എ സെമി സർക്കിൾ കണക്റ്റഡ് ടു 2 ലോങ് സ്ട്രൈറ്റ് വയർസ്. എടാ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഇതിനെ നമ്പർ ചെയ്യാൻ പറ്റും. ഞാൻ ഇത് 1 എടുത്തു. ഇതൊരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ ആണ് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 1ന്റെ എൻ പോയിന്റ് ആണ് ഈ കാണുന്ന P. ആ Pയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഒരു സംശയമില്ല 6 ആണ്. രണ്ടാമത് സെമി സർക്കിളിനെ ഞാൻ 2 എന്ന് വിളിച്ചു. എടാ മൂന്നാമത് ഇയാൾ അല്ലെ, ഈ കണ്ടക്ടർ ഇങ്ങനെ, ഈ ഡിസ്റ്റൻസ് 6 ആണ്. ഇനി പറയുന്നത് ശരിക്കും കേൾക്ക്. എടാ ഫസ്റ്റ് കണ്ടക്ടർ B1 പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ പറയും ഈ കണ്ടക്ടറിന്റെ ഒരു എൻ പോയിന്റിലാണ് നമ്മുടെ P ഉള്ളത്. ഇതാണ് കണ്ടക്ടർ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. ആ കണ്ടക്ടറിന്റെ ഒരു എൻ പോയിന്റിലാണ് നമ്മുടെ P ഉള്ളത്. അതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 I ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു Pയിലോട്ടുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആർ എന്ന് കൊടുത്തു. ഇനി നിങ്ങൾ ഡയറക്ഷൻ നോക്കണം. എടാ ഇതിലൂടെ ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നിങ്ങൾ ആ ഡയറക്ഷനിൽ നിങ്ങൾ തമ്പ് വെക്കുക. തമ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ക്രോസ് ഫീൽഡ് ആണ് കിട്ടുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ക്രോസ് ഫീൽഡ് ആണ് കിട്ടുന്നത്. അങ്ങനെയാണ്ട് തിരിച്ചിങ്ങനെ വന്നാൽ ഈ ഭാഗത്ത് Pയിൽ ഉണ്ടാകുന്നത് ഡോട്ട് ഫീൽഡ് ആയിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് കണ്ടക്ടർ Pയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 ഡിവൈഡ് ബൈ 4πr ആണ്. മാത്രമല്ല അത് ഡോട്ട് ഫീൽഡ് ആണ്. എടാ ഇനി രണ്ടാമത് കിടക്കുന്നത് ഒരു സെമി സർക്കിൾ അല്ലേ. ആ സെമി സർക്കിൾ Pയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സെമി സർക്കിളിന്റെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. μ0 ഡിവൈഡ് ബൈ 4r ഇങ്ങനെ കൊടുത്തു. റേഡിയസ് r ആണ്. എടാ ഈ സെമി സർക്കിളിലൂടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ഇതും ഒരു ഡോട്ട് ഫീൽഡ്. സമ്മതിച്ചല്ലോ. എടാ മൂന്നാമത്തെ ആളുടെ ആക്സിസ് പോയിന്റ് ആണ് ഈ കാണുന്നത്, B3ന്റെ ആക്സിസ് പോയിന്റ്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും B3 ഈക്വൽ ടു 0. അല്ലടാ B3ന്റെ ആക്സിസ് പോയിന്റ് ആണ് B3 ഈക്വൽ ടു 0. ഇപ്പൊ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ആണുള്ളത്, ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് Pയിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ വേണ്ടി നമ്മൾ B1 പ്ലസ് B2 ചെയ്തു. ഓക്കെ, B1 എന്ന് പറയുന്നത് μ0 I ഡിവൈഡ് ബൈ 4πr ആണ്. പ്ലസ് 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 B2 എന്ന് പറയുന്നത് μ0 I ഡിവൈഡ് ബൈ 4r ആണ്. എടാ ഈ ഓപ്ഷൻ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാത്തിലും μ0 I ഡിവൈഡ് ബൈ 2r ആണ് ഔട്ട് സൈഡിൽ. ഞാൻ ഇതിന്ന് μ0 I ഡിവൈഡ് ബൈ 2r ഔട്ട് സൈഡ് കൊടുത്തു, 2r. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേമിൽ ഉണ്ടാകുക 1/2π പ്ലസ് 1/2. ഇതായിരിക്കും ഫസ്റ്റ് ടേമിൽ ഉണ്ടാവുക. 1/2 പ്ലസ് 1/2π. ഒരു സംശയമില്ല, ബ്രാക്കറ്റിനകത്ത് 1/2 പ്ലസ് 1/2π വരുന്നത് സി ഓപ്ഷൻ ആണ്. Therefore the correct answer is C. ശരിയാടാ. അങ്ങനെ പെറുക്കി ചെയ്ത് പഠിക്കണം കേട്ടോ. ഓരോന്ന് ഇങ്ങനെ ചെയ്ത് പഠിക്കുക, പിന്നെ സ്പീഡ് ആവും. ഓക്കെ, എടാ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെന്റർ ഓഫ് എ സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് r due to a current I flowing through it is B. ഒരു സർക്കുലർ കോയിലിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് along the axis at a distance r/2 from the center is. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ലിസൺ. ഇതൊരു സർക്കുലർ കോയിലാണെന്ന് വിചാരിക്കും. നിങ്ങൾ തിയറി സെക്ഷൻ വായിച്ചിട്ടുണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എടാ ഇത് സർക്കുലർ കോയിലിന്റെ റേഡിയസ് ഞാൻ അതിനെ R എന്ന് വിളിച്ചു. ഈ കാണുന്ന P ആണ് അതിന്റെ സെന്റർ പോയിന്റ് എന്ന് വിചാരിച്ചു. ഓക്കെ, എടാ ഈ സർക്കുലർ കോയിലിന് അതിന്റെ ആക്സിസിലൂടെ ഇങ്ങനെ എക്സ് ഡിസ്റ്റൻസിൽ ഞാൻ എ എന്നുള്ളൊരു പോയിന്റ് എടുത്തു. ഈ സർക്കുലർ കോയിൽ എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഒരു സർക്കുലർ കോയിൽ അതിന്റെ ആക്സിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് μ0 ni r² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് x² ഓൾ റൈസ് ടു 3/2. ഇതെല്ലാവരും പഠിക്കണം. μ0 ni r² ഡിവൈഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് x² ഓൾ റൈസ് ടു 3/2. ഇത് കിട്ടി. എടാ ഈ സർക്കുലർ കോയിൽ അതിന്റെ സെന്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ എയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണല്ലോ എക്സ്, സെന്ററിന് എയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ലിസൺ ഈ പോയിന്റ് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്തോറും എക്സ് കുറഞ്ഞു വരൂലേ.
സെന്ററിലെത്തുമ്പോൾ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ഇതിൽ എക്സിന് 0 എന്ന് കൊടുത്താൽ നമുക്ക് സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞതാണ് സർക്കുലർ കോയിലിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചാണ്. അത് μ0 ni ഡിവൈഡ് ബൈ 2r ആയിരിക്കും. എടാ അത് കിട്ടണമെങ്കിൽ ഇവിടെ എക്സിന് 0 എന്ന് കൊടുത്താൽ മതി. μ0 ni ഡിവൈഡ് ബൈ 2r. ഓക്കെ, ബി സെന്റർ is equal to μ0 ni ഡിവൈഡ് ബൈ 2r. ഇങ്ങനെ നമുക്ക് എഴുതാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേ. നമുക്ക് വേണ്ടത് സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ബി ആണെങ്കിൽ ആക്സിസിലൂടെ r/2 ഡിസ്റ്റൻസിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? എടാ റേഡിയസ് r ആണ്. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ബി is equal to നമുക്കറിയാം n ടേൺസ് ഉണ്ടെങ്കിൽ μ0 ni ഡിവൈഡ് ബൈ 2r ആണ്. ശരിയല്ലേ? ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടണം എത്ര ഡിസ്റ്റൻസിൽ? r/2 ഡിസ്റ്റൻസിലല്ലേ? ഒരു കാര്യം ചെയ്യാണ്, ഇഫ് x is equal to r/2, എക്സിന് പകരം r/2 എന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് ബി ആക്സിസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, μ0 ni r², ഇതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല, ഡിവൈഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് എക്സിന് പകരം r/2 കൊടുത്തു. അപ്പൊ x² ആകുമ്പോൾ r² ബൈ 4 ഓൾ റേസ് ടു 3/2. ഓക്കേടാ, ഇതിനെ ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. ബി ആക്സിസ് ഈക്വൽ ടു, ലിസൺ, μ0 ni r² ഡിവൈഡ് ബൈ 2 ഇൻറ്റു, എടാ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, 4r² പ്ലസ് r² 5r² ഡിവൈഡ് ബൈ 4 ഓൾ റേസ് ടു 3/2. എടാ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ലിസൺ, μ0 ni r² അവിടെ നിൽക്കട്ടെ, 2 അവിടെ നിൽക്കട്ടെ, ഒരു 5 റേസ് ടു 3/2 വരും. അങ്ങനെയാണോ ആൻസറിൽ? 5 റേസ് ടു 3/2. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ r² റേസ് ടു 3/2 വരും, ഡിവൈഡ് ബൈ 4ന് പകരം ഞാൻ 2² എന്ന് എഴുതി, റേസ് ടു 3/2 വന്നു. കഴിഞ്ഞോടാ? ലിസൺ, μ0 ni r² അത് അവിടെ നിൽക്കട്ടെ, 2, 5 റേസ് ടു 3/2 അതും ഞാൻ അവിടെ തന്നെ വെച്ചു, 5 റേസ് ടു 3/2. r² റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ r³ ആണ്. ഇനി 2² റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ അത് 2³ ആണ് അല്ലെ? 2² റേസ് ടു 3/2. ഇത് എനിക്ക് മനസ്സിലായത് ഈ r² ഈ r പോയി, ശരിയല്ലേ? ഇപ്പോ നമ്മൾ ആൻസർ ബി ആക്സിസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോ, എടാ മുകളില് ഒരു 8 ഉണ്ട്, 2³ അവിടെ നോക്കട്ടെ, അങ്ങനെ തന്നെ എഴുതാം, 2³ ആൻസറിൽ 2³ ആണ് കാണുന്നത്. അപ്പൊ 2³ ഉണ്ട്. പിന്നെ അവിടെ μ0 ni ഉണ്ട്, ഡിവൈഡ് ബൈ, ഇവിടെ ഞാനൊരു 2r എഴുതി, ഡിനോമിനേറ്റർ നോക്കുക 2r അത് എഴുതി. പിന്നെ ഒരു 5 റേസ് ടു 3/2 കാണും. എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് μ0 ni ഡിവൈഡ് ബൈ 2r എന്ന് പറഞ്ഞ ഈ സാധനം അതെന്താന്നുള്ളത് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, അതാണ് ബി തന്നിട്ടുള്ളത്. ഇപ്പൊ ഇതൊന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ലിസൺ, കുറച്ച് പണിയാട്ടോ, 2³ ഡിവൈഡ് ബൈ 5 റേസ് ടു 3/2 ഇൻറ്റു ബി വന്നു. എടാ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, 2/5 റേസ് ടു 1/2 ഹോൾ ക്യൂബ് ഇൻറ്റു ബി എന്ന് എഴുതാം. 5 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ √5 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ബി ആക്സിസ് ഈക്വൽ ടു 2/√5 ഓൾ റേസ് ടു 3 ഇൻറ്റു ബി, 2/√5 ഓൾ ക്യൂബ് ഇൻറ്റു 3, 2/√5 ഓൾ ക്യൂബ് ഇൻറ്റു 3. എടാ പോയത് നോക്ക്, നമുക്ക് നല്ലപോലെ ധാരണ വേണം. സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് അറിയാം, μ0 ni ഡിവൈഡ് ബൈ 2r. സെന്ററിന് എക്സ് ഡിസ്റ്റൻസിലെ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് μ0 ni ഡിവൈഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് x² ഓൾ റേസ് ടു 3/2. എടാ ഇതില് ആ എക്സിന് പകരം നമ്മൾ r/2 കൊടുക്കും, നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. r/2 കൊടുത്ത് പിന്നെ ഒരു മാത്തമാറ്റിക്കൽ സ്കില്ല്, ചെറിയ മാത്തമാറ്റിക്കൽ സ്കില്ല് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. 2022 ഷിഫ്റ്റ് 1ലെ ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻസ് അറിയണം, അല്ലെങ്കിൽ നമുക്ക് അടുക്കാൻ കഴിയില്ല. ഈ ഓരോ ക്വസ്റ്റ്യനും അടുക്കണമെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ഇക്വേഷൻസ് അറിയണം. എന്നാ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, a hairpin-like shape as shown in the figure is made by bending a long current-carrying wire. What is the magnitude of magnetic field at a point P, which lies on the center of the semicircle? Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എടാ ഇങ്ങനത്തെ ഒരു ഫിഗർ തന്നാൽ ഞാൻ പറഞ്ഞത് നമ്പർ ചെയ്യാണ് നല്ലത്. 1, 2, 3. ഇനി പറയുന്ന ശരിക്കും കേട്ടോ. ഫസ്റ്റ് കണ്ടക്ടറിന്റെ എൻ പോയിന്റ് ആണ് ഇത്. ഇതിന്റെ റേഡിയസ് r ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് r ആണ്. എടാ ഈ ഫസ്റ്റ് കണ്ടക്ടറിലൂടെ ഈ ഡയറക്ഷനിൽ I എമൗണ്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും ഫസ്റ്റ് കണ്ടക്ടർ പിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1 is equal to
ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ അതിന്റെ എൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടുള്ള μ0I ഡിവൈഡ് ബൈ 4πr ആണ്. എടാ അതിന്റെ ഡയറക്ഷൻ കിട്ടാനും വേണ്ടി ഞാൻ റൈറ്റ് ഹാൻഡ് തമ്പ് ഉപയോഗിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഭാഗത്ത് ഡോട്ടാണ് അല്ലടാ, ആ ഭാഗത്ത് ഡോട്ടാണ്. അപ്പൊ ഒരു സംശയമല്ല, പിയില് ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്രോസ് ഫീൽഡ് ആയിരിക്കും. എടാ ഇനി രണ്ടാമത് മറ്റൊരു കണ്ടക്ടർ ഉണ്ട് B2 ഈക്വൽ ടു, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതും ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ്. അതിന്റെ എൻ പോയിന്റ് ആണ് നമ്മുടെ പി, മാത്രമല്ല ഇതിന്റെ റേഡിയസ് R ആണ്. അപ്പൊ അയാൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B2 എന്ന് പറയുന്നത് μ0I ഡിവൈഡ് ബൈ 4πr തന്നെയാണ്. എടാ അതിന്റെ ഡയറക്ഷൻ നോക്കാം, ഇങ്ങനെയാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതും ക്രോസ് ആണ്. എടാ മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറന്റ് ഫ്ലോ ചെയ്യുന്ന ഒരു സെമി സർക്കിൾ ആണ്. അപ്പൊ B3 എന്ന് പറയുന്നത് ലിസൺ സെമി സർക്കിൾ ആയതുകൊണ്ട് μ0I ഡിവൈഡ് ബൈ 4r, ഒരു സംശയമില്ല അതും ക്രോസ് ആണ്. എടാ ഇത് മൂന്നും ക്രോസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറയുന്നത് BP. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ എഴുതാം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് BP is equal to, ആദ്യം നമുക്ക് കിട്ടിയത് μ0I ഡിവൈഡ് ബൈ 4πr, ഒക്കെ ഒരേ ഡയറക്ഷനിലാണ്. അടുത്ത ആൾക്കും μ0I ഡിവൈഡ് ബൈ 4πr പ്ലസ് 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 അടുത്ത ആൾക്ക് μ0I ഡിവൈഡ് ബൈ 4r. ഓക്കേടാ, ഇങ്ങനെയല്ലേ കിട്ടുന്നത്. 2πr 4πr ഒക്കെ ഔട്ട് സൈഡ് കിട്ടത്തില്ലേ, നോക്കാം നമുക്ക്. എടാ ഇതൊന്ന് μ0I ഡിവൈഡ് ബൈ 4πr പ്ലസ് μ0I ഡിവൈഡ് ബൈ 4πr എന്ന് പറഞ്ഞാൽ 2μ0I ഡിവൈഡ് ബൈ 4πr, അതായത് μ0I ഡിവൈഡ് ബൈ 2πr പ്ലസ് 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 μ0I ഡിവൈഡ് ബൈ 4r. ഇങ്ങനെ കിട്ടി. ഞാൻ രണ്ട് രീതിയിൽ ഇക്വേഷൻ എഴുതുകയാണ്. ഓപ്ഷൻക്ക് നോക്കിയപ്പോൾ μ0I ഡിവൈഡ് ബൈ 2πr ഔട്ട് സൈഡ് എടുക്കുന്ന ഓപ്ഷനും കണ്ടു, μ0I ഡിവൈഡ് ബൈ 4πr ഔട്ട് സൈഡ് എടുക്കുന്ന ഓപ്ഷനും ഉണ്ട്. എടാ μ0I ഡിവൈഡ് ബൈ 2πr ആണ് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ടേം 1, രണ്ടാമത്തെ കേസിൽ 2πr ആണ് പുറത്തെടുത്തത്, അപ്പൊ 1/2π. μ0I ഡിവൈഡ് ബൈ 2πr ഇൻറ്റു 1 പ്ലസ് 1/2π, μ0I ഡിവൈഡ് ബൈ 2πr ഇൻറ്റു 1 പ്ലസ് 1/2π. അങ്ങനെ ഓപ്ഷൻ ഇല്ല. അപ്പോ അതല്ല ആൻസർ. ഇനി μ0I ഡിവൈഡ് ബൈ 4πr ആണ് പുറത്തോട്ട് എടുത്തതെങ്കിൽ BP is equal to μ0I ഡിവൈഡ് ബൈ 2πr പകരം 4πr പുറത്തെടുത്തു. അങ്ങനെ 4πr പുറത്തെടുത്താൽ ഫസ്റ്റ് ടേമില് എടാ ഇവിടെ 4πr വരണമെങ്കിൽ ഞാൻ പറയണ്ട, ഇവിടെ 2 ഉണ്ടാവും, പ്ലസ് 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 4πr പുറത്തെടുത്തെങ്കിൽ ഇവിടെ ഒരു പൈ ഉണ്ടാവും. അപ്പൊ μ0I ഡിവൈഡ് ബൈ 4πr ഇൻറ്റു 2 പ്ലസ് പൈ, μ0I ഡിവൈഡ് ബൈ 4πr ഇൻറ്റു 2 പ്ലസ് പൈ. ഡി ഓപ്ഷൻ എനിക്ക് ആൻസർ. ചെയ്തുവിടാം നമുക്ക്. കുറച്ചൊരു പണിയാണ്, ഇതിനെക്കുറിച്ച് ധാരണ വേണം. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ബോർഡ് എക്സാമിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പിന്നെ കുറെയൊക്കെ ക്രാഷിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമ്പോൾ ഇതിന്റെ ഇക്വേഷൻസും ഏകദേശം ചെയ്യുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, ചില ആളുകൾക്ക് നല്ല ധാരണ ഉണ്ടാവും, പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഈ അടുത്ത ക്വസ്റ്റ്യൻ ലിസൺ. One of the two identical conducting wires of length L is bent in the form of a circular loop and the other one is into a circular once again. One of the two identical conducting wires, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ രണ്ട് identical conducting wires ഉണ്ട്, ലെങ്ത് L ആണ്, is bent in the form of a circular loop and other one into a circular coil of n turns, n identical turns. If the same current is passed in both, ratio of magnetic field at the center of loop BL to the center of coil BC is, അത് സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ L ലെങ്ത് ഉള്ള രണ്ട് വയർ ഉണ്ട്. ആദ്യത്തെ വയർ ഉപയോഗിച്ച് ഒരൊറ്റ ടേണുള്ള സർക്കുലർ ലൂപ്പ് ഉണ്ടാക്കി. ഒറ്റ ടേൺ, ഇപ്പൊ നിങ്ങൾ ഒരു മീറ്റർ വയർ ഉണ്ട്, ഒറ്റ ടേണിൽ ലൂപ്പ് ഉണ്ടാക്കി. അയാൾ അതിന്റെ സെന്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് BL എന്ന് പറയുന്നത്. ഞാൻ അതിനെ μ0 ഒരൊറ്റ ടേണേ ഉള്ളൂ I ഡിവൈഡഡ് ബൈ 2r എന്ന് കൊടുത്തു. ഇതിൽ സംശയമില്ലല്ലോ. ഇനി അതേ ലെങ്ത് ഉള്ള മറ്റു വയർ ഉപയോഗിച്ച് n ടേൺസ് ഉള്ള ഒരു കോയിൽ ഉണ്ടാക്കി. എടാ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മീറ്റർ ലെങ്ത് ഉള്ള വയർ ഉപയോഗിച്ച് ഒരു ടേണുള്ള ലൂപ്പ് ഉണ്ടാക്കുമ്പോഴും n ടേണുള്ള ലൂപ്പ് ഉണ്ടാക്കുമ്പോഴും ഒരേ റേഡിയസ് ആവില്ലല്ലോ. n ടേണുള്ള ലൂപ്പ് ഒരേ വയർ ഉപയോഗിച്ച് n ടേൺ ആക്കി മാറ്റുമ്പോൾ റേഡിയസ് കുറഞ്ഞിട്ടുണ്ടാവും, ഒരു ടേൺ ആക്കി മാറ്റുമ്പോൾ റേഡിയസ് കൂടുതലായിരിക്കും. അപ്പൊ രണ്ടാമത്തെ കേസിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് നോക്കിയോ, BC കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് μ0 NI ഡിവൈഡഡ് ബൈ n ടേൺസ് ഉണ്ട്, അതുകൊണ്ട് NI എന്ന് കൊടുത്ത് 2r'. എടാ റേഡിയസ് മാറിയിട്ടുണ്ടാവും. ഇനി നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം ഈ r' എന്നുള്ളതാണ്. നോക്ക്, ഒരു ടേണുള്ള ലൂപ്പിന്റെ ലെങ്ത് 2πr എന്ന് പറയുന്നത് L ആണ്. n ടേൺസ് ആവുന്ന സമയത്ത് ടോട്ടൽ ലെങ്ത് n ഇൻറ്റു 2πr' ആയിട്ട് മാറി. ഒരാൾക്ക് 2πr', അങ്ങനത്തെ n ടേൺസ് ഉണ്ട്. എടാ അതും L ലെങ്ത് ഉള്ള വയർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. ഇവിടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, n ഇൻറ്റു 2πr' ഇസ് ഈക്വൽ ടു 2πr എന്ന് വന്നു. എടാ ഈ 2π ക്യാൻസൽ ചെയ്തു.
അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഒരു കാര്യം ആർ ഡാഷ് ഇസ് ഈക്വൽ ടു 2 pi 2 pi ക്യാൻസൽ ചെയ്ത് പോയില്ലേ, ആർ ഡിവൈഡ് ബൈ എൻ, ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ ബൈ എൻ കിട്ടി. ഞാൻ ഈ കിട്ടിയ സാധനം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലിസൺ, നൗ ബി സി ഈക്വൽ ടു, ലിസൺ, മ്യൂ 0 എൻ ഐ അവിടെ നിൽക്കട്ടെ, ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആർ ഡാഷിന് പകരം എൻ ബൈ സോറി എന്താണ് കിട്ടിയ, ആർ ഡാഷിന് പകരം ആർ ബൈ എൻ, ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ ബൈ എൻ. ഓക്കെ, ലിസൺ, ഈ n മുകളിലെത്തിയാൽ ബി സെൻറ്റർ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ മ്യൂ 0 ഐ ഡിവൈഡ് ബൈ 2r, എൻ സ്ക്വയർ മ്യൂ 0 ഐ ഡിവൈഡ് ബൈ 2r. എടാ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതെന്താ സാധനം, മ്യൂ 0 ഐ ഡിവൈഡ് ബൈ 2r, ബി എൽ അല്ലേ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ആൻസറിലെത്തി ഞാൻ, ബി സി ഈക്വൽ ടു എൻ സ്ക്വയർ ബി എൽ. ഇനി എന്ത് കണ്ടുപിടിക്കണം എന്നാ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെന്റർ ഓഫ് ലൂപ്പ് ബി എൽ ഡിവൈഡഡ് ബൈ ബി സി. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ കൃത്യമായിട്ട്, ബി എൽ ഡിവൈഡ് ബൈ ബി സി. ബി എൽ ഡിവൈഡഡ് ബൈ ബി സി ഈസ് ഈക്വൽ ടു 1 ബൈ എൻ സ്ക്വയർ. ശരിയാണോ, 1 ബൈ എൻ സ്ക്വയർ. ഇതാണ് സംഭവം, സിമ്പിൾ ആയിട്ട് ചെയ്തു നമുക്ക് 1 ബൈ എൻ സ്ക്വയർ. എടാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. എ തിൻ റിംഗ് ഓഫ് 10 സെന്റിമീറ്റർ റേഡിയസ് carries uniformly distributed charge, 10 centimeter radius carries a uniformly distributed charge. Ring rotates at a constant angular speed 40 pi radian per second about its axis perpendicular to the plane. Magnetic field at its center is 3.8 into 10 raised to minus 9 Tesla. Charge carried by the ring. എടാ അപ്പം നിങ്ങളെ കയ്യിൽ ഒരു റിംഗ് ഉണ്ട്, ഇതിനകത്ത് ഇങ്ങനെ ചാർജ് ഉണ്ട്, ഈ സാധനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചാർജ് അങ്ങനെ മൂവ് ചെയ്തിട്ടിരിക്കൂല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് ഉണ്ട്. ആ കറണ്ട് കാരണം ഈ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ്, സെന്ററിലെ ക്യാരിഡ് ബൈ ദി റിംഗ് ക്ലോസ് ടു ദെൻ ദി ഓക്കെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെന്റർ, ആ ചാർജ് കാരണം സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചാർജ് എത്രയാണുള്ള വേണ്ടത്? സിമ്പിൾ. എടാ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടേൺസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, മ്യൂ 0 ഡിവൈഡ് ബൈ 2r ആണ്, r റേഡിയസ് ആണ് അല്ലേ. ഈ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് 3.8 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 9 തന്നത്. നോക്കടാ, ഞാൻ എഴുതുന്ന ശ്രദ്ധിക്കട്ടോ, അല്ലെങ്കിൽ വേണ്ട, ഇതൊരു ഇക്വേഷൻ ആക്കി എഴുതിയിട്ട് അവസാനം ചെയ്യാം. ബി സെന്റർ ഇസ് ഈക്വൽ ടു, നമുക്ക് തന്നത് ഒമേഗയാണല്ലോ, ഒമേഗയാണ് തന്നത്. അപ്പൊ ഞാനൊരു പണി ഒപ്പിക്കുകയാണ്. ലിസൺ, ബി സെന്റർ ഇസ് ഈക്വൽ ടു മ്യൂ 0 ബൈ 2r അവിടെ നിൽക്കട്ടെ. എടാ കറന്റിന് പകരം q ബൈ ടി എന്ന് കൊടുത്തു, കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നത്. നമുക്കറിയാം ടി ഈക്വൽ ടു 2 പൈ ഡിവൈഡ് ബൈ ഒമേഗയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്നത് ഈ ടിക്ക് പകരം 2 പൈ ഡിവൈഡ് ബൈ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എടാ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബി സെന്റർ ഇസ് ഈക്വൽ ടു, ലിസൺ, മ്യൂ 0 ഡിവൈഡ് ബൈ 2r അവിടെ ഉണ്ട്. ഇനി q ഒമേഗ ഡിവൈഡ് ബൈ 2 പൈ കിട്ടും. ക്ലിയർ ആണല്ലോ? എടാ ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി സെന്ററിന് പകരം 3.8 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 9 ഈക്വൽ ടു മ്യൂ 0 എന്ന് പറഞ്ഞാൽ 4 പൈ ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 ആണ്, ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇയാളുടെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്, 10 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2, അതായത് 10 റൈസ് ടു മൈനസ് 1. കുഴപ്പമില്ലല്ലോ. ഇനി ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എടാ ഒമേഗേന്റെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട് 40 പൈ. ഓക്കെ, റേഡിയൻ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ എന്താ കിട്ടുക, 2 പൈ. ഇങ്ങനെ എടാ കഴിഞ്ഞു, പണി കഴിഞ്ഞു. നോക്ക്, ഇവിടെ ഒരു 4 പൈ ഉണ്ട്, ക്ലോസ് ടു അങ്ങനെയല്ല വേണ്ട, 4 പൈ ഉണ്ട്, ഇവിടെയും ഒരു 4 പൈ ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമ്മളെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. എൽ എച്ച് എസിലുള്ള ഈ -1 ദാ ഈ 10 റൈസ് ടു മൈനസ് 1 ഞാൻ അങ്ങോട്ട് എടുത്താൽ 3.8 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 10, 3.8 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 10 ഈക്വൽ ടു ഇപ്പത്തെ എന്താ ഉണ്ടാവുക, 40 പൈ ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 അല്ലെങ്കിൽ 4 പൈ ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6 ഇൻറ്റു ക്യൂ. ഇങ്ങനെ വന്നു. അപ്പൊ കഴിഞ്ഞു. ക്യൂ ഈക്വൽ ടു 3.8 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 10 ഡിവൈഡ് ബൈ 4 പൈ ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6. എടാ ഈ 3.8ഉം 4 പൈയും ഏകദേശം ക്യാൻസൽ ചെയ്ത് പോയി. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്, 0.25 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4. ആൻസർ എങ്ങനെയാണ് കിടക്കുന്നത്, -6ന്റെ ടേമിലാണ് കിടക്കുന്നത്. അപ്പൊ 25-ലാണല്ലോ ആൻസർ വരുന്നത്. തെറ്റിയോ? എവിടെ തെറ്റിയിട്ടുണ്ട്? 4 പൈ ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6, 3.8 അല്ലേ? 3.8ഉം പൈയും ക്യാൻസൽ ചെയ്തു, 10 റൈസ് ടു -6
ഓക്കെ, ശരിയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് പഠിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ. എവിടെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലടാ. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ആൻസർ കിട്ടും. എനിക്ക് തോന്നുന്നു ആ 2 × 10⁻⁻, തെറ്റിയിട്ടില്ലല്ലോ, എന്താ കുഴപ്പം? 2.5 × 10⁻⁵ കൂളം ഇങ്ങനെ എഴുതാം. ഞാൻ ഇത് മാത്രം കണ്ടത് 10⁻⁶ കണ്ടത്. ദാറ്റ് ഈസ് 2.5, അതായത് ഏകദേശം ഇതാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, 10⁻⁵ പവർ വരുന്നത്. 4 × 10⁻⁵ കൂളം. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, ആൻസർ കിട്ടും. എടാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം വേഗം. എ ചാർജ്ഡ് പാർട്ടിക്കിൾ Q മൂവിംഗ് ഇൻ എ മാഗ്നെറ്റിക് ഫീൽഡ് B has the component of velocity along B as well as perpendicular to B. Path of the charged particle is, okay, a charged particle moving in a magnetic field B has the component of velocity along B and perpendicular to B. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഡയറക്ഷനിലാണ് മാഗ്നെറ്റിക് ഫീൽഡ് ഉള്ളതെന്ന് വിചാരിക്കുക. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നെറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ ട്രാജക്ടറി സ്ട്രൈറ്റ് ലൈൻ ആണ്, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആണ്, വർക്ക് ഡൺ 0 ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എടാ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നെറ്റിക് ഫീൽഡിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ട്രാജക്ടറി സർക്കുലർ ട്രാജക്ടറി ആണ്. ഓക്കെ, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് QVB ആണ്. ആ ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നതുകൊണ്ട് വർക്ക് ഡൺ 0 ആണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം ഇതാണ്, മാഗ്നെറ്റിക് ഫീൽഡ്. എടാ, ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഈ കാണുന്നതാണ്. ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കാം. ഇപ്പോഴാണല്ലോ ഈ വെലോസിറ്റിക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഒരു കോമ്പണന്റ് ഉണ്ടായിരിക്കും, അതായത് V cos θ. മാഗ്നറ്റിക് ഫീൽഡിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും ഒരു കോമ്പണന്റ് ഉണ്ടായിരിക്കും, V sin θ. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം. ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സിനെ വിളിക്കുന്ന പേര് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. എടാ, ആ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ QVB sin θ ആണ്, നമുക്കറിയാം. ഈ തീറ്റ വാല്യൂ 0യോ 180 ആണെങ്കിൽ ഫോഴ്സ് 0 ആണ്, ട്രാജക്ടറി സ്ട്രൈറ്റ് ലൈൻ ആണ്. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഫോഴ്സ് QVB ആണ്, ട്രാജക്ടറി സർക്കുലർ ആണ്. തീറ്റ 0 അല്ല, 180 അല്ല, 90 അല്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ ട്രാജക്ടറി ഹെലിക്കൽ ട്രാജക്ടറി ആയിരിക്കും. നമ്മൾ പഠിച്ചതാ, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ മൂവ് ചെയ്യായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോറി, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിച്ചോ. ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് കൃത്യമായിട്ട് ഓക്കേടാ, ഇങ്ങനെ മൂവ് ചെയ്യായിരിക്കും. ഇനി നോക്കാം, ഹെലിക്കൽ പാത്ത് ഇത് ആൻസർ ആവാം. സ്ട്രൈറ്റ് ഹെലിക്കൽ പാത്ത് വിത്ത് ദി ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല. ആ ഹെലിക്കൽ പാത്തിന്റെ ആക്സിസ് എന്ന് പറയുന്നത്, എടാ, ഈ കാണുന്നതാണ് ഹെലിക്കൽ പാത്തിന്റെ ആക്സിസ്, ഈ റെഡ് കളറിൽ. അതേ ഡയറക്ഷനിലല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പോ ഹെലിക്കൽ പാത്ത് ഇറ്റ്സ് ആക്സിസ് along the direction of magnetic field. എടാ, ബി അല്ല, അതിൽ സ്ട്രൈറ്റ് ലൈൻ പാത്ത് ആണ് കൊടുത്തുള്ളത്. സി ഓപ്ഷൻ നോക്ക്, ഹെലിക്കൽ പാത്ത് വിത്ത് ദി ആക്സിസ് along the magnetic field. അപ്പൊ സി ആയിരിക്കും ആൻസർ കേട്ടോ. ഓക്കെ, എടാ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കയറാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിസൺ, an electron is moving along positive x axis. അപ്പൊ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ആക്സിലാണ്. If the uniform magnetic field is applied parallel to negative z axis, magnetic field കിടക്കുന്നത് നെഗറ്റീവ് z ആക്സിലാണ്. ഇനി പറയാണ്, ഇലക്ട്രോൺ വിൽ എക്സ്പീരിയൻസ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് ആണ് അല്ലേ. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി ഉണ്ടാക്കാം. നോക്കിയോ, എല്ലാവരും സാധിക്കും. ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F is equal to Q into V vector cross B vector ആണ്. ഇത് നമുക്കറിയാം. ഓക്കേടാ, ഇനി ശ്രദ്ധിക്കട്ടോ, ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. F vector is equal to ചാർജ് ഇലക്ട്രോൺ ആയതുകൊണ്ട് -e ഇങ്ങനെ എഴുതിയാൽ മതി, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. -e. ഇനി വെലോസിറ്റി മൂവിങ് along പോസിറ്റീവ് എക്സ് ആക്സിസ്, അപ്പൊ VI ക്യാപ് ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് B നെഗറ്റീവ് z ആക്സിസ് എന്ന് പറഞ്ഞ് -k ക്യാപ്. എടാ, ഇതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ EVB ഇൻറ്റു I ക്രോസ് K എന്ന് എഴുതിക്കൂടെ? ആ മൈനസ് ഒക്കെ പ്ലസ് ആയി. I ക്രോസ് K എന്ന് പറഞ്ഞാൽ അത് -j അല്ലേ. ദാറ്റ് ഈസ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് EVB ആണ്, അതിന്റെ ഡയറക്ഷൻ -j ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് കിടക്കുന്നത് നെഗറ്റീവ് y ആക്സിലാണ്. ഇലക്ട്രോൺ വിൽ എക്സ്പീരിയൻസ് മാഗ്നറ്റിക് ഫോഴ്സ് along പോസിറ്റീവ് y ആക്സിസ്. തെറ്റാണ്. ഇലക്ട്രോൺ വിൽ എക്സ്പീരിയൻസ് മാഗ്നറ്റിക് ഫോഴ്സ് along നെഗറ്റീവ് y ആക്സിസ്. ശരിയാണ്. ഇലക്ട്രോൺ വിൽ നോട്ട് എക്സ്പീരിയൻസ് എനി ഫോഴ്സ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. തെറ്റാണ്. ഇലക്ട്രോൺ വിൽ കണ്ടിന്യൂ ടു മൂവ് along ദി പോസിറ്റീവ് എക്സ് ആക്സിസ്. തെറ്റാണ്. കാരണം ഫോഴ്സ് നെഗറ്റീവ് y ആക്സിസ് ആണ് അല്ലേ. ഇലക്ട്രോൺ വിൽ മൂവ് along എ സർക്കുലർ പാത്ത് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ശരിയാണ്. അതിന്റെ കാരണം നോക്ക്,
വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ. വെലോസിറ്റി പോസിറ്റീവ് എക്സിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നെഗറ്റീവ് സെറ്റിലാണ്. അപ്പൊ വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡും വിക്കും ഡിക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 90. സൈൻ 90 വന്നാൽ ഞാൻ പറഞ്ഞിരുന്നു സർക്കുലർ ട്രാജക്ടറി ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇലക്ട്രോൺ വിൽ എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ഫോഴ്സ് അലോങ് നെഗറ്റീവ് വൈ ആക്സിസ്. മാത്രമല്ല ആ ഇലക്ട്രോണിന്റെ ട്രാജക്ടറി ഇങ്ങനെ ഒരു സർക്കുലർ ട്രാജക്ടറിക്കാണ് അയാൾ പോകുക. ഏത് ഓപ്ഷനാണ് ആൻസർ വരുന്നത്? ബി ആൻഡ് ഇ. ബി ആൻഡ് ഇ. എ ഓപ്ഷൻ ആയിരിക്കും ആൻസർ. ശരിയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion പറയാണ്, in a non-uniform magnetic field, speed and energy remain same for a moving charged particle. Reason പറയാണ്, moving charged particle experience magnetic force perpendicular to its direction of motion. Okay. എടാ, in a uniform magnetic field, ആ ക്വസ്റ്റ്യൻ ശരിക്കും നോക്കുക. In a uniform magnetic field, speed and energy remains the same all moving charged particle. എടാ, ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിലെ വർക്ക് ഡൺ 0 ആണ്. വർക്ക് ഡൺ 0 ആണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 ആണ്. എടാ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ ചാർജ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്, വിച്ച് മീൻസ് സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുമ്പോൾ യൂണിഫോം ആവട്ടെ നോൺ യൂണിഫോം ആവട്ടെ സ്പീഡും എനർജിയും സെയിം ആയിരിക്കും. അസേർഷൻ ശരിയാണ്. ഇനി മൂവിംഗ് ചാർജ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് മാഗ്നറ്റിക് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് മോഷൻ. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്ക്, നമുക്കറിയാം എഫ് വെക്ടർ ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി വെക്ടർ ക്രോസ് ബി വെക്ടർ. നമുക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്രോസ് പ്രൊഡക്റ്റ് അല്ലേ അത്? അതായത് ഡയറക്ഷൻ ഓഫ് മോഷൻ പെർപെൻഡിക്കുലർ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. എടാ, ഇപ്പൊ ഇതിന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, അസേർഷനും റീസണും കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനും കൂടിയാണ് ആ തന്നിട്ടുള്ളത്. നമുക്ക് എ ഓപ്ഷൻ ആൻസർ ആയിട്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. A charged particle is moving in a uniform magnetic field 2I plus 3J. Tesla. If it has an acceleration alpha I minus 4J meter per second, then the value of alpha. എടാ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ആക്സലറേഷൻ ഉണ്ട്. എന്നിട്ട് ആൽഫേന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയാം. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, ആക്സലറേഷൻ തന്നിട്ടുണ്ട്, ആൽഫേന്റെ വാല്യൂ കിട്ടുന്നതാ. എന്താ ചെയ്യാം? മാഗ്നറ്റിക് ഫീൽഡ് ബിയും എയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടണം. പിന്നെ എങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കാൻ? പക്ഷെ അവിടെ നമുക്കൊരു കാര്യം അറിയാം. നോക്കേ, എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി വെക്ടർ ക്രോസ് ബി വെക്ടർ. ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുമ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഞാൻ അടുത്ത് പറഞ്ഞിരുന്നു എഫ് വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു വി വെക്ടർ ആൻഡ് ബി വെക്ടർ. നമ്മൾ ഡിസ്കസ് ചെയ്ത അല്ലേ? എടാ, എഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ എം എ വെക്ടർ ആണ്. ഇതിന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, എ വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു വി വെക്ടർ ആൻഡ് ബി വെക്ടർ. എ വെക്ടർ വി വെക്ടറിനും ബി വെക്ടറിനും പെർപെൻഡിക്കുലർ. എടാ, അങ്ങനെയാണെങ്കിൽ, അങ്ങനെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എ വെക്ടർ ഡോട്ട് ബി വെക്ടർ എന്തായിരിക്കും? 0 ആണല്ലേ? അല്ലെങ്കിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, എ വെക്ടറിന് പകരം ആൽഫ ഐ മൈനസ് 4J എന്ന് കൊടുത്തു. ഡോട്ട് ഡോട്ട് ബി വെക്ടറിന് പകരം 2I plus 3J എന്നും എഴുതി. ഈ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. എടാ, ഇത് ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇത് 2 ആണ് കേട്ടോ. ഓക്കെ 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 ഓക്കെ. എടാ, ഇത് നമുക്ക് കിട്ടുന്നത് 2 ആൽഫ മൈനസ് 12 ഈക്വൽ ടു 0. കഴിഞ്ഞു. 2 ആൽഫ ഈക്വൽ ടു 12, ആൽഫ ഈക്വൽ ടു 6, ആൽഫ ഈക്വൽ ടു 6. ഇതൊരു ആൻസർ സിമ്പിൾ ആയിട്ട് ചെയ്തു നമുക്ക്. ഓക്കേടാ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻക്ക് മെല്ലെ കിടക്കാം. ലിസൺ, ശരിക്കും കേൾക്ക്. എ പ്രോട്ടോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ഓഫ് സെയിം വെലോസിറ്റി, ഒരേ വെലോസിറ്റിയാണ്, എൻ്റർ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇസ് ആക്ടിംഗ് പെർപെൻഡിക്കുലർ ടു ദയർ ഡയറക്ഷൻ ഓഫ് മോഷൻ. Perpendicular to their direction of motion. Ratio of the radio of circular path described by the alpha particle to proton. Simple question. എടാ, ഞാൻ അടുത്ത് പറഞ്ഞിരുന്നു, ഒരു ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ
അതിന്റെ ട്രാജക്ടറി സർക്കുലർ ആയിരിക്കും. ഇതാ ഇങ്ങനെ ഒരു സർക്കുലർ ട്രാജക്ടറിയിലായിരിക്കും ചാർജ് കറങ്ങുന്നത്. ഈ സർക്കുലർ മോഷൻ ആയിട്ടുള്ള ആവശ്യമുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എഫ് ആണ്. എടാ ഈ എഫ് എന്ന് പറയുന്നത് ആക്ച്വലി QVB sin 90 ആണ്, അല്ലെങ്കിൽ QVB ആണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r. r എന്ന് പറഞ്ഞാൽ അയാളുടെ റേഡിയസ് ആണ്, which is equal to QVB എന്ന് എഴുതാം. നിങ്ങൾക്ക് അറിയുന്ന ഒരു കേസ് ആണ്, നിങ്ങൾ പഠിച്ചതാണ്. ഇതും ക്യാൻസൽ ചെയ്ത് പോയാൽ ഇനി നമുക്ക് ഇതിന്ന് എഴുതി കൂട്ടാൻ പറ്റുന്ന ഇക്വേഷൻസ് വളരെ ഒരുപാട് ഇക്വേഷൻസ് എഴുതാം. ഇതിന്ന് സർക്കുലർ പാത്തിന്റെ റേഡിയസ് mv/QB എന്ന് എഴുതാം. ഒന്നാമത്തെ ഇക്വേഷൻ. എടാ mv എന്ന് പറഞ്ഞാൽ മൊമെന്റ് ആണ് അല്ലെ. അപ്പൊ സർക്കുലർ പാത്തിലെ അകത്ത് ചാർജ്ഡ് പാർട്ടികളുടെ മൊമെന്റം QBR ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, മറക്കരുത്. ഇനി അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ലിസൺ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും QBR/m ആണ് വെലോസിറ്റി. ഇതിനകത്ത് കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ നമുക്ക് p²/2m മതി. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പിക്ക് പകരം QBR, അതായത് Q²B²R²/2m. ഇപ്പൊ നമുക്ക് കൈനറ്റിക് എനർജിയും കിട്ടി. എടാ ഇത് കറങ്ങുന്ന സമയത്ത് ടൈം പീരീഡ് വേണമെന്ന് വിചാരിക്കുക. ടൈം പീരീഡ് വേണമെങ്കിൽ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഡിസ്റ്റൻസ് 2πr/v. ഇതാണ് ടൈം പീരീഡ്. എടാ ഇതിന്ന് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π/v അവിടെ നിൽക്കട്ടെ. r എന്താന്നുള്ളത് നമ്മൾ ഇതാ ഇവിടെ കണ്ടുപിടിച്ചു, mv/QB. ഇതാണ് r. ഈ വിയും ക്യാൻസൽ ചെയ്ത് പോയാൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 2πm/QB ആണ്. നിങ്ങൾക്ക് അറിയാതെ. എടാ ഇതിന് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു QB/2πm ആണ്, നമുക്കറിയാം. ക്ലിയർ അല്ലേ? ഇവിടുത്തെ വർക്ക് ഡൺ 0 ആണ്. അതിന്റെ കാരണം ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുക, ടാൻജൻഷ്യൽ ആയിട്ടാണ് നമ്മൾ വരയ്ക്കുക. ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്, വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. എടാ ഇനി ഈ കേസിൽ സെയിം വെലോസിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേണ്ടത് റേഡിയസിന്റെ റേഷ്യോ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, റേഡിയസിന്റെ റേഷ്യോ ആയതുകൊണ്ട് റേഡിയസിന്റെ ഇക്വേഷൻ എഴുതി mv/QB. ശ്രദ്ധിക്കണം, എല്ലാത്തിനും ഒരേ വെലോസിറ്റിയാണ്, എല്ലാം ഒരേ മാഗ്നറ്റിക് ഫീൽഡിലാണ് കറങ്ങുന്നത്. അപ്പൊ ഇതിന്ന് R പ്രൊപ്പോർഷണൽ ടു m/q ഇങ്ങനെ കൊടുക്കാം. ഇനി നോക്ക്, ആൽഫ പാർട്ടിക്കിളിന്റെയും പ്രോട്ടോണിന്റെയും റേഡിയസിന്റെ റേഷ്യോ ആണ്. ഇവിടുന്ന് R∝/R proton is equal to mass of alpha divided by mass of proton, charge of proton divided by charge of alpha. ഇങ്ങനെ എഴുതാം. മാസ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ 4m ആണ്, മാസ് ഓഫ് പ്രോട്ടോൺ m ആണ്. ചാർജ് ഓഫ് പ്രോട്ടോൺ E ആണ്, ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 2e ആണ്. എടാ ഈ m പോയി, ഇയും പോയി, ഇതും പോയാൽ 2 വരും. Therefore the answer is 2:1. 2:1. ആ ഇക്വേഷൻ അറിയുന്ന ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്, ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലേ. എടാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. എ ചാർജ് Q is moving dl distance in a magnetic field B. Find the value of work done. എടാ ഒരു കാര്യം ഓർക്കുക, ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെ മൂവ് ചെയ്താലും വർക്ക് ഡൺ 0 ആണ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 ആണ്, കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരു സംശയമില്ല, വർക്ക് ഡൺ. വീണ്ടും പറയുന്നു, ഇഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഏത് രീതിയിലും ആവാം, വർക്ക് ഡൺ ഈക്വൽ ടു 0. ഓക്കെ, എടാ അടുത്ത പോയിന്റ്. Two long straight wires P and Q carrying equal current 10 ampere each were kept parallel to each other at a distance 5 centimeter. Magnitude of magnetic force experienced by 10 centimeter length of wire P is F1. If the distance between the wires is halved and the current on them are doubled, force F2 on 10 centimeter section of the wire is. നോക്കിയോ, നിങ്ങളുടെ കയ്യിൽ രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിലൂടെ I1 എമൗണ്ട് കറണ്ട് പാസ് ചെയ്തു, ഇതിലൂടെ I2 എമൗണ്ട് കറണ്ട് പാസ് ചെയ്തു. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് R ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കണ്ടക്ടേഴ്സ് F is equal to μ0 I1 I2 ഡിവൈഡഡ് ബൈ 2πr into L. L എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത്തിലാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ലെങ്ത് ആണ് കേട്ടോ. എടാ ഇതിനകത്ത് F/L ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് is equal to μ0 I1 I2 ഡിവൈഡ് ബൈ 2πr ആണ്. ഇങ്ങനെയുണ്ട്. ഞാൻ ഇത് പറഞ്ഞിരുന്നു, ഒരേ ലെങ്ത് ആണെങ്കിൽ μ0 I1 I2 ഡിവൈഡ് ബൈ 2πr into L, ഡിഫറെന്റ് ലെങ്ത് ആണെങ്കിൽ μ0 I1 I2 ഡിവൈഡ് ബൈ 2πr into സ്മോൾ ലെങ്ത് എടുക്കാന്നൊക്കെ പറഞ്ഞു. ഇനി ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത, ലിസൺ,
നിങ്ങളുടെ കയ്യിൽ രണ്ട് കണ്ടക്ടേഴ്സ്, ഇതാണ് രണ്ട് കണ്ടക്ടേഴ്സ്. ഇതിലൂടെ എന്താണ് I1 amount കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, സോറി I amount കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, I10 ആണ്. ഇതിലൂടെയും I amount കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. എടാ ഇതിനകത്തെ ലെങ്ത് D ആണ്. ഈ കണ്ടക്ടറാണ് P, ഈ കണ്ടക്ടറാണ് Q എന്ന് വിചാരിച്ചു. പിയിലെ 10 സെന്റിമീറ്റർ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇത് പിയിലെ 10 സെന്റിമീറ്റർ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ L ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് FP is equal to μ0 I1 I2 പകരം I² divided by 2 pi R പകരം D into L. Lന്റെ വാല്യൂ 10 ആണ്. ഇനിയാണ് ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് വരുന്നത്. ഇതിനെയാണ് അവർ F1 എന്ന് വിളിച്ചത് അല്ലേ? ഓക്കെ, FP അല്ല, F1. ഇനി ചോദ്യം എന്താ? If distance between the wires is halved and the current on them is doubled, force F2, okay, distance half ആക്കി, കറണ്ട് ഡബിൾ ആക്കി, അങ്ങനെയാണെങ്കിൽ 10 സെന്റിമീറ്റർ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എടാ F2 is equal to, ലിസൺ, μ0 കറണ്ട് ഡബിൾ ആക്കിയാൽ ഇത് 4I² ആവും, രണ്ടും 2I ആവും, 2I into 2I 4I² ഡിവൈഡ് ബൈ 2 pi Dക്ക് പകരം D/2 into L. എടാ ഇപ്പൊ നമുക്ക് കിട്ടുന്നത് F2 is equal to, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം 8 μ0 I² ഡിവൈഡ് ബൈ 2 pi D into L. ഈ കാണുന്നത് ആക്ച്വലി F1 അല്ലേ? Therefore, now we can write F2 equal to 8 F1. ഫോഴ്സ് 8 ടൈംസ് കൂടി, അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവണം 8 F1. ഓക്കെ, എടാ അടുത്ത ക്വസ്റ്റ്യൻ. Consider a galvanometer shunted with 5 ohm resistance. 2% of the current passes through it. What is the resistance of given galvanometer? നോക്ക്, ഇപ്പോ ഇതാണ് ഒരു ഗാൽവനോമീറ്റർ എന്ന് വിചാരിച്ചു. ഓക്കെ, ഈ ഗാൽവനോമീറ്റർ ഇവിടെ ഞാൻ G എന്ന് കൊടുത്തിട്ടോ, ഇതൊരു ഗാൽവനോമീറ്റർ ആണ്, ഇതിന്റെ റെസിസ്റ്റൻസ് ആണ് G. എടാ പ്രശ്നം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഷണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഷണ്ട് അങ്ങനെ കൊടുക്കണ്ട, സാധാരണ അല്പങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല, ഇത് നമ്മൾ ഷണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെടാ. ഇനി കൺസിഡർ ദി ഗാൽവനോമീറ്റർ ഷണ്ടഡ് വിത്ത് 5 ohm. ഈ ഷണ്ടിന്റെ വാല്യൂ 5 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2% ഓഫ് കറന്റ് പാസസ് ത്രൂ ഇറ്റ്, ഷണ്ടിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് 2% ആണെങ്കിൽ വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഗിവൺ ഗാൽവനോമീറ്റർ? നമുക്കൊരു കാര്യം ചെയ്യാം. എടാ സർക്യൂട്ടിൽ I amount കറന്റ് ഉണ്ട്, അതിൽ IG ആണ് ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഷണ്ടിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് I - IG ആയിരിക്കും, ശരിയല്ലേ? ഇത് പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ഒരു കാര്യം IG into G is equal to I - IG into S ഉണ്ട്, ശരിയല്ലേ? ഇവിടെ ആ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്താൽ IG into G, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്, IS into IG minus S. ആ IG into S എന്നുള്ള ഈ ടേമും കൂടെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് IG into G plus IG into S, അതായത് IG into G plus S, which is equal to IS. ഇവിടുന്ന് IG divided by I equal to, IG divided by I is equal to, എങ്ങനെ നമുക്ക് എഴുതണം? വേഗം പറയാം. IG divided by I is equal to S divided by G plus S. എടാ ഇതെന്താ ഇക്വേഷൻ എന്നൊക്കെ അറിയാമെങ്കിൽ, ഫ്രാക്ഷൻ ഓഫ് കറന്റ് ദാറ്റ് പാസസ് ത്രൂ ദി ഗാൽവനോമീറ്റർ, ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ ഫ്രാക്ഷൻ. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ പെർസെന്റേജ് കിട്ടും. പക്ഷെ നമ്മളെ പ്രശ്നം നമുക്ക് IG by I അല്ലല്ലോ വേണ്ടതാണ്. നമുക്ക് എന്താ വേണ്ടത്? IS by I ആണ് നമുക്ക് തന്നിട്ടുള്ളത്, IS divided by I. നിങ്ങൾ ആലോചിച്ച് നോക്ക്, IS എന്താന്നുള്ളത് ആലോചിച്ച് നോക്ക്. IS എന്താ? ആക്ച്വലി I - IG അല്ലേ അത്? ഈ IS by I നെ ഞാൻ I - IG divided by I എന്ന് കൊടുത്തു, which means 1 - IG divided by I, ഇങ്ങനെ എഴുതാം. which means IS divided by I equal to, listen, 1 - S by G plus S. IG by I എന്ന് പറഞ്ഞാൽ S by G plus S ആണ്. നമ്മൾ തൊട്ട് മുമ്പ് ദാ ഇവിടെ നിൽക്കുകയാണ്. ഇത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യമാണ് IS divided by I equal to G divided by G plus S. ഓക്കേടാ, അപ്പൊ നിങ്ങളടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്, ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർ ഓർത്തു വെക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് പറയും. ഫ്രാക്ഷൻ ഓഫ് കറന്റ് ദാറ്റ് പാസസ് ത്രൂ ദി ഗാൽവനോമീറ്റർ IG divided by I equal to
S divided by G plus S. Marakulana, S by G plus S. Simple. Fraction of current that passes through the shunt, IS divided by I is equal to G divided by G plus S. G by G plus S. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് consider a galvanometer shunted with 5 ohm. 2% of the current passes through it. ഏതിലൂടെ? ഷണ്ടിലൂടെ 2% കറണ്ട് പാസ് ചെയ്യും. അപ്പൊ ഞാൻ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐഡിയ IS divided by I. ഷണ്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് പെർസെൻറ്റേജ്, അതായത് ഇൻറ്റു 100 ആണ് 2. അപ്പൊ IS by I എന്ന് പറഞ്ഞാൽ 2/100 ആണ് അല്ലേ? എടാ നമുക്കറിയാലോ IS divided by I എന്ന് പറയുന്നത് G divided by G plus S ആണ്. അതാണ് 2/100 എന്ന് തന്നിട്ടുള്ളത്. കണ്ടുപിടിക്കാൻ പറഞ്ഞത് വാല്യൂ ഓഫ് G ആണ് കണ്ടുപിടിക്കേണ്ടത്. ദ ഗിവൺ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് G. ഒരു കാര്യം ചെയ്യാം. എടാ S എത്ര പറഞ്ഞത്? S 5 ohm അല്ലേ? G divided by G plus 5 equal to 2/100. ഇങ്ങനെ എഴുതാം നമുക്ക്. ക്രോസ് മൾട്ടിപ്ലൈ 100G equal to, അല്ലെങ്കിൽ വേണ്ട, ഇതിന് വേണമെങ്കിൽ നമുക്ക് 1/50 എന്നാക്കാം അല്ലേ? 1/50 ആയിക്കോട്ടെ. 1 divided by 50. കുഴപ്പമില്ലല്ലോ. എടാ അങ്ങനെ വരുന്ന സമയത്ത് 50G equal to G plus 5. 49G equal to 5. G equal to 5 divided by 49. ഇങ്ങനെ ഓപ്ഷൻ നോക്കണം. 5 divided by 49 ohm. 5 divided by തെറ്റിയത് എവിടെ തെറ്റിയത്? ലിസൺ എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. G divided by G plus S 2% ആണ്. ഇപ്പൊ G by G plus S എന്ന് പറയുന്നത് 2% ആണ് അല്ലേ? 2/100 തന്നെ വരും. ഓക്കെ. ഇനി ഗാൽവനോമീറ്ററിന്റെ തെറ്റിയോ? G by G plus 5 is equal to 2 divided by 100. 100G equal to 2G plus 10. Consider a galvanometer shunted with 5 ohm resistance. Okay, 2% of current passes through it. Oh, sorry, extremely sorry. Galvanometer pass ചെയ്യുന്ന current ആണ് 2%. Okay, galvanometer pass ചെയ്യുന്ന current ആണ് 2%. Okay, ആ question ഒന്ന് വായിച്ചു നോക്കണം. 2% of current passes through it. ഏതിലൂടെ? Consider a galvanometer shunted with 5 ohm resistance and 2% of current passes through the galvanometer എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കഴിഞ്ഞു, നമുക്ക് അവിടെ തെറ്റിയില്ല. ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് IG ഡിവൈഡ് ബൈ I കിട്ടണമെങ്കിൽ ഇക്വേഷൻ S ഡിവൈഡ് ബൈ G പ്ലസ് S ആണ്. അതാണ് 2/100 തന്നിട്ടുള്ളത്. ഓക്കെടാ. എസിന് പകരം 5 എന്ന് കൊടുക്കുക. 5 ഡിവൈഡ് ബൈ G പ്ലസ് 5 is equal to 2/100. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 500 equal to 2G plus 10. ഓക്കെ. 490 equal to 2G. ക്ലിയർ അല്ലേ? G equal to 490 divided by 2, which is equal to 245 ohm. ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി നിർത്തുക നല്ലത്. 245 ohm. ശരിയല്ലേ? ആ വായിച്ച സ്ഥലത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കേട്ടോ. ഓക്കെടാ. നെക്സ്റ്റ്, എ ഗാൽവനോമീറ്റർ ഹാവിംഗ് കോയിൽ റെസിസ്റ്റൻസ് 100 ohm. ഇനി തെറ്റരുത്. അപ്പൊ അതുകൊണ്ട് G equal to, ഇവിടെ ഞാൻ എഴുതി 100 ohm. Gives full scale deflection when a current 1 milliampere passes through it. അപ്പോൾ IG ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന കറന്റ് 1 milliampere ആണ്, അല്ലെങ്കിൽ 10⁻³ ആംപിയർ ആണ്. What is the value of the resistance which can be converted into a galvanometer into a voltmeter giving a full scale deflection of for a potential difference 10 volt? അപ്പോൾ നിങ്ങൾ ഇതിനെ വോൾട്ട്മീറ്റർ ആക്കി മാറ്റി അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ട വോൾട്ടേജ് 10 volt ആണ്. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടി കണക്ട് ചെയ്യേണ്ട ഹൈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എടാ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ അതിന് സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ഇതാണ് ഗാൽവനോമീറ്റർ, ഇതാണ് ഹൈ റെസിസ്റ്റൻസ്. ഈ ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് IG ആണ്. എടാ ഇപ്പൊ ഇത് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് V is equal to IG into അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് G plus R ആണ്. എടാ ഇതിന് V by IG equal to നമുക്ക് G plus R എന്ന് എഴുതാം. ഇവിടെ ഹൈ റെസിസ്റ്റൻസ് R കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ ആണ് V by IG minus G. ഇതാണ് റിലേഷൻ. ഇനി ഈ ക്വസ്റ്റ്യൻക്ക് വന്നാൽ വിന്റെ വാല്യൂ, ഹൈ റെസിസ്റ്റൻസ് R is equal to, വിന്റെ വാല്യൂ
10 ആണ്. IG എന്ന് പറഞ്ഞാൽ 10 raised to minus 3 ആണ്. 10 raised to minus 3. Minus G. Galvanometer resistance 100 watt. എടാ 10 by 10 raised to minus 3 എന്ന് പറഞ്ഞാൽ 10 raised to 4 ആണ്, which means 10,000 ആണ്. ഓക്കെ, മൈനസ് 100. ഇങ്ങനെ 10,000 മൈനസ് 100 എന്ന് പറഞ്ഞാൽ 9,900 ഓം. 9,900 ഓം മീൻസ് 9.9 കിലോ ഓം. സിമ്പിൾ ആയിട്ട് കിട്ടി, 9.9 കിലോ. ഇതായിരിക്കും ആൻസർ കേട്ടോ. ഓക്കെ. എടാ നെക്സ്റ്റ് ലിസൺ, ശ്രദ്ധിച്ചുകൾക്ക് ആ ഫിഗർ ഒന്ന് നോക്ക്. എല്ലാവരും ആ ഫിഗർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക്. എന്താ സംഭവിക്കുന്നത് നോക്കാലോ. നോക്ക്, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫസ്റ്റ് ഫിഗർക്ക് നോക്ക്, നിങ്ങൾ കാണുന്നുണ്ട്. ആ ഫിഗറിൽ ഈ കാണുന്നത് ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറാണ്, ശരിയല്ലേ? ആ സ്ട്രൈറ്റ് കണ്ടക്ടറിന് ആർ ഡിസ്റ്റൻസിലാണ് O കിടക്കുന്നത്. അപ്പൊ അവിടെ സ്ട്രൈറ്റ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഞാൻ അതിനെ ഫസ്റ്റത്തെ കണ്ടക്ടർ A ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് കണ്ടക്ടർ B1 ഈക്വൽ ടു ഒരു ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0I ഡിവൈഡ് ബൈ 2πr. എടാ അതിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തമ്പ് വെച്ചാൽ ഓല് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടാണ്, ഔട്ടാണ്. ഞാൻ അതിനെ ഡോട്ട് വെച്ചു, കുഴപ്പമില്ല. രണ്ടാമതൊരു സർക്കിൾ ആണ്. ഒരു സർക്കിൾ അതിന്റെ സെന്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B2 ഈക്വൽ ടു μ0I ഡിവൈഡ് ബൈ 2r. ഓക്കേടാ, ഇതിലൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അത് ക്രോസ് ഫീൽഡ് ആണ്, ഒന്ന് ഡോട്ടും ഒന്ന് ക്രോസ്. അങ്ങനെയാണെങ്കിൽ ഓലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാനും വേണ്ടി നമ്മൾ ഒപ്പിക്കേണ്ട ഒരു പണിയുണ്ട്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് വലുതെന്ന് ചെറുത് മൈനസ് ചെയ്ത് വലുതിന്റെ ഡയറക്ഷൻ. μ0 ഡിവൈഡ് ബൈ 2πr ആണോ μ0 ഡിവൈഡ് ബൈ 2r ആണോ വലുത്? μ0 ഡിവൈഡ് ബൈ 2r അല്ലേ? എടാ അപ്പൊ ഇത് നമുക്ക് കിട്ടിയത് μ0I ഡിവൈഡ് ബൈ 2r മൈനസ് μ0I ഡിവൈഡ് ബൈ 2πr. ഇങ്ങനെ ഞാനൊരു കാര്യം ചെയ്തു, ഇതിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് μ0I ഡിവൈഡ് ബൈ 2πr ആണ് പുറത്തെടുക്കാൻ നല്ലതെന്ന് തോന്നുന്നു. μ0I ഡിവൈഡ് ബൈ 2πr പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1/π മൈനസ് 1. 1/π മൈനസ് 1. ഓക്കേടാ, അങ്ങനെ ഓപ്ഷൻ അല്ല അല്ലേ? പൈ മൈനസ് 1 ആണല്ലോ. സോറി 1/π അല്ല, പൈ. μ0I ഡിവൈഡ് ബൈ 2πr നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞു. μ0I ഡിവൈഡ് ബൈ 2πr പുറത്തെടുത്തു. അപ്പൊ പൈ മൈനസ് 1 ഇങ്ങനെ കിട്ടി. അപ്പൊ ഒരു സംശയമല്ല, A3 ആയിരിക്കും. A3 വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിലേതെങ്കിലും ഒന്നാണ് ആൻസർ അല്ലേ? എടാ നമുക്ക് രണ്ടാമത്തെ ഫിഗർക്ക് വരാം. രണ്ടാമത്തെ ബിയും കൂടെ കണ്ടുപിടിച്ചാൽ ആൻസർ ആയി. രണ്ടാമത്തെ ഫിഗറിൽ ഇതാണ് 1, ഇതാണ് 2, ഇതാണ് 3. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ബി ഓപ്ഷൻ കിടക്കുന്നത് കേട്ടോ. ബി ആദ്യത്തെ ആള് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1 is equal to μ0I ഡിവൈഡ് ബൈ 4πr. ഞാൻ പറയേണ്ട ആവശ്യം, നമ്മൾ ചെയ്തതാണ്. മാത്രമല്ല നിങ്ങൾ അതിൽ നോക്കുകയാണെങ്കിൽ ഡോട്ട് ഫീൽഡ് ആണ്. രണ്ടാമത്തെ ആള് പ്രൊഡ്യൂസ് ചെയ്യുന്ന B2 is equal to μ0I ഡിവൈഡ് ബൈ 4πr. ഇത് നോക്കുകയാണെങ്കിൽ ഇതും ഡോട്ട് ഫീൽഡ് ആണ്. എടാ മൂന്നാമതൊരു സെമി സർക്കിൾ ആണ്. ഞാൻ അതിനെ B3 എന്ന് വിളിക്കുകയാണ്. B3 ഇവിടെ എഴുതാ, B3. ആ സെമി സർക്കിളിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന μ0I ഡിവൈഡ് ബൈ 4r ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് അതും ഡോട്ടാണ്. ഓക്കെ, അപ്പൊ മൂന്ന് ഒരേ ഡയറക്ഷനിൽ മൂന്നെണ്ണം കൂട്ടിയാണ്. B1 ഉം B2 കൂടെ കൂട്ടിയാൽ μ0I ഡിവൈഡ് ബൈ 4πr പ്ലസ് μ0I ഡിവൈഡ് ബൈ 4πr, അത് μ0I ഡിവൈഡ് ബൈ 2πr ആണ് അല്ലേ? അപ്പൊ ബി ഓപ്ഷൻ അനുസരിച്ച് ഓല മാഗ്നറ്റിക് ഫീൽഡ് μ0I ഡിവൈഡ് ബൈ 2πr പ്ലസ് μ0I ഡിവൈഡ് ബൈ 4r ആണ്. ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ആരെ പുറത്തെടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ μ0I ഡിവൈഡ് ബൈ 4πr ആണ് ബാക്കി ഓപ്ഷനിലൊക്കെ കിടക്കുന്നത്. അപ്പൊ μ0I ഡിവൈഡ് ബൈ 4πr ഞാൻ ഔട്ട് സൈഡ് മാറ്റി. ഫസ്റ്റ് ടേമിൽ ഒരു 1/2 ഉണ്ടാവും, അടുത്ത ടേമിൽ ഒരു 1/π ഉണ്ടാവും. ഓക്കെ, 1/2 പ്ലസ് 1/π. എന്തെങ്കിലും വരിക μ0I ഡിവൈഡ് ബൈ 2πr, സെമി സർക്കിൾ ആകുമ്പോൾ μ0I ഡിവൈഡ് ബൈ 4r, μ0I ഡിവൈഡ് ബൈ 4πr പുറത്തെടുത്തു. 4πr പുറത്തെടുക്കണമെങ്കിൽ സോറി തെറ്റി എന്താണ് അത് തെറ്റാണല്ലോ. μ0I ഡിവൈഡ് ബൈ 4πr പുറത്തെടുക്കണമെങ്കിൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 വരും. μ0I ഡിവൈഡ് ബൈ 4πr പുറത്തെടുക്കണമെങ്കിൽ മുകളിൽ എന്തോ ഒരു കഷ്ടമാണ്, മുകളിൽ ഒരു പൈ വരും അല്ലേ, 2 പ്ലസ് പൈ. ആൻസർ 1 വരുന്നത് സി. ശരിയാടാ? ഓക്കെ, ഇനിയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Two identical circular wires of radius 20 centimeter carrying a current root 2 ampere, 20 centimeter carrying a current root 2 ampere, are placed perpendicular planes as shown in figure. Net manifold at the center of circular wire is dash into 10 raised to minus 8 Tesla. Start here. Simple ആണ്. നോക്ക്, ഒരു സർക്കുലർ കോയിൽ അതിന്റെ സെന്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നെറ്റിക് ഫീൽഡ് μ0 / 2r ആണ്. ഞാൻ ഇവിടെ സർക്കുലർ കോയിൽ നമ്പർ കൊടുക്കുകയാണ് 1, 2. ആദ്യത്തെ സർക്കുലർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നെറ്റിക് ഫീൽഡ് അതിന്റെ ആക്സിസിലൂടെയാണ്. അപ്പൊ നിങ്ങൾ ഈ സർക്കുലർ കോയിൽ മാത്രമാണ് ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ടത്. അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നെറ്റിക് ഫീൽഡ് അതിന്റെ ആക്സിസിലൂടെയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ആദ്യത്തെ സർക്കുലർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നെറ്റിക് ഫീൽഡ് B1 എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട, കറന്റ് ഒക്കെ സെയിം ആയതുകൊണ്ട് ഇത് നമുക്ക് μ0 / 2r എന്ന് കൊടുക്കാം. എടാ, ഇനി അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ സർക്കുലർ കോയിൽ എല്ലാവരും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ സർക്കുലർ കോയിൽ കണ്ടല്ലോ. ഓക്കെ, സോറി രണ്ടാമത്തെ സർക്കുലർ കോയിൽ ശ്രദ്ധിക്കുക. ഈ സർക്കുലർ കോയിൽ. ഈ സർക്കുലർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നെറ്റിക് ഫീൽഡ് അതിന്റെ ആക്സിസിലൂടെയാണ് ഉണ്ടാവുക. അതിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ആ മാഗ്നെറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് B2. ഓക്കെ, B2 is equal to this is also μ0 / 2r. എടാ, B1 ഉം B2 നും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അതുകൊണ്ട് നെറ്റ് മാഗ്നെറ്റിക് ഫീൽഡ് റൂട്ട് ഓഫ് B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ μ0 / 2r. എടാ, ഇവിടുത്തെ നെറ്റ് മാഗ്നെറ്റിക് ഫീൽഡ് റൂട്ട് 2 μ0 / 2r നമുക്ക് കൊടുക്കാം. ശരിയല്ലേ? റൂട്ട് 2 അവിടെ നിൽക്കട്ടെ. ഓക്കെ, μ0ക്ക് പകരം 4 pi into 10 raised to minus 7 എന്ന് കൊടുത്തു. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് റൂട്ട് 2 ആംപിയർ തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ 2 into ഇതിന്റെ റേഡിയസ് 20 സെന്റിമീറ്റർ. 20 into 10 raised to minus 2, that is 2 into 10 raised to minus 1 തന്നു. ഈ റൂട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2, അത് ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ഇതും കൂടെ പോയാൽ ഇവിടെ 2 വരും. അപ്പൊ 2 pi into 10 raised to minus 6 വന്നു. ശരിയല്ലടാ? 2 pi into 10 raised to minus 6. ഓക്കെ, ഇനി പൈക്ക് പകരം വേണമെങ്കിൽ 22 by 7 pi 3.14 ആണ്. അപ്പൊ നമുക്ക് 6.28 into 10 raised to minus 6 വന്നു, which is equal to 628 into 10 raised to minus 8 വന്നു. Therefore the answer is 628. Simple, 628. Okay, next one. An electron in hydrogen atom revolves around the nucleus with a speed 6.76 into 10 raised to 6 meter per second. അപ്പോ ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഇലക്ട്രോണിന്റെ സ്പീഡ് v ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, v. In an orbit of radius 0.52 angstrom, magnetic field produced at the nucleus of hydrogen atom. നോക്ക്, ഞാൻ ഒരു ഹൈഡ്രജൻ ആറ്റം വരച്ചു. ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സെന്ററിലാണല്ലോ ന്യൂക്ലിയസ് ഉള്ളത്. ഇതിലൂടെ ഒരു ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓർബിറ്റിന്റെ റേഡിയസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ട്. ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന മാഗ്നെറ്റിക് ഫീൽഡ് ചോദിച്ചത്. എടാ, ശരിക്ക് ഇതൊരു സർക്കുലർ കറന്റ് ആണ് അല്ലെ? ഒരു സർക്കിളിലൂടെ ഇലക്ട്രോൺ കറങ്ങുക എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്. നമുക്കറിയാം ഒരു സർക്കുലർ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നെറ്റിക് ഫീൽഡ് μ0 / 2r ആണെന്ന് അറിയാം. ഇനി μ0ക്ക് പകരം ഞാൻ 4 pi into 10 raised to minus 7 എന്ന് കൊടുത്തു. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാം. ഇവിടെ എന്തൊക്കെ ഡാറ്റ തന്നിട്ടുണ്ട് നോക്കാം. വെലോസിറ്റി ആണ് തന്നിട്ടുള്ളത്. ഞാനിതിനെ ഒന്ന് മാറ്റി പിടിച്ചു. B equal to സെന്ററിലെ മാഗ്നെറ്റിക് ഫീൽഡ് B is equal to μ0 അവിടെ നിൽക്കട്ടെ, I എഴുതാൻ പറ്റട്ടെ, ഡിവൈഡ് ബൈ 2r. ഐക്ക് പകരം q by t കൊടുത്തു. പക്ഷെ t തന്നിട്ടില്ല അല്ലെ? അപ്പൊ ഞാനൊരു പണി ഒപ്പിക്കൂടാ. ഈ ടിക്ക് പകരം 2 pi r ഡിവൈഡ് ബൈ v അന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവുമ്പോ വെലോസിറ്റിന്റെ ടേമിൽ സെന്ററിലെ മാഗ്നെറ്റിക് ഫീൽഡ് ഇതൊക്കെ നമ്മൾ ആ തിയറി സെക്ഷനിൽ പറഞ്ഞതാണ് കേട്ടോ. μ0 qv ഡിവൈഡ് ബൈ 4 pi r സ്ക്വയർ. μ0 qv ഡിവൈഡ് ബൈ 4 pi r സ്ക്വയർ. ഇതാണ് സെന്ററിലെ മാഗ്നെറ്റിക് ഫീൽഡ്. നമുക്കറിയാം. എടാ, μ0 / 4 pi എന്ന് പറഞ്ഞാൽ 10 raised to minus 7 ആണ്. ഇലക്ട്രോൺ ആയതുകൊണ്ട് ക്യൂവിന് പകരം 1.6 into 10 raised to minus 19 എഴുതാം. ഇയാളുടെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 6.76 into 10 raised to 6 ഡിവൈഡ് ബൈ റേഡിയസ്. നിങ്ങൾ ചെയ്തു നോക്കണം. 0.5 മതി. 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലെ? ഇൻറ്റു 10 raised to minus 10ന്റെ സ്ക്വയർ. ഇത് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. Ratio of the magnetic field at the center of a current carrying coil of radius r to the magnetic field at a distance r from the center of the coil on its axis is root x is to 1. Value of. എടാ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഞാൻ ഇതിലോട്ട് വരുന്നില്ല. ഇപ്പോ ഇതാണല്ലോ ആക്സിസ്. ലിസൺ, ഞാനത് പറയാം.
നമുക്കറിയാം ആക്സിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ μ0 NIR² ഡിവൈഡഡ് ബൈ 2 into R² plus X² all raised to 3/2. സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ B center is equal to μ0 NI divided by 2R ആണ്. അറിയാലോ? എടാ ഈ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് B ആണെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടുന്ന് ഇതിന് റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ, അതായത് X is equal to R ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് P ആണെങ്കിൽ Pയിലെ മാഗ്നറ്റിക് ഫീൽഡ് B സെന്റർ ഡിവൈഡഡ് ബൈ √8 ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി ഒരു പോയിന്റ് കൂടെ എനിക്ക് നിങ്ങളടുത്ത് പറയണം, ഷെയർ ചെയ്യണമെന്നുണ്ട്. ഈ സെന്ററിന് √3R ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് P എന്നുള്ള പോയിന്റിൽ എത്തി എന്ന് വിചാരിക്കാം. √3R ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് B സെന്റർ ഡിവൈഡഡ് ബൈ 8 ആയിരിക്കും. അതായത് എക്സിന്റെ വാല്യൂ ആറിന് ഈക്വൽ ആണെങ്കിൽ B സെന്റർ ബൈ √8ഉം എക്സിന്റെ വാല്യൂ √3R ഈക്വൽ ആണെങ്കിൽ B സെന്റർ ബൈ 8ഉമാണ്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ഇഫ് എക്സ് is equal to R, B equal to B center by √8. If x is equal to √3R, B is equal to B center divided by 8. ഇവിടെ x is equal to R ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ B equal to B center divided by √8. ഇങ്ങനെയല്ലേ കിട്ടുക? എന്താ അങ്ങോട്ട് ചോദ്യമാണ്? സെന്റർ ഓഫ് ദി കോയിൽ നോക്ക്. ഇപ്പൊ നമ്മളെ കയ്യിൽ B is equal to B center by √8 ആണ്. Ratio of the magnetic field at the center of a current carrying coil to a radius R and magnetic field at it. Okay, നിങ്ങളത് ചോദ്യം B center by ഇവിടുത്തെ B center by 8 അല്ലെങ്കിൽ ഈ പോയിന്റിലാണെങ്കിൽ x is equal to R ആണെങ്കിൽ B center divided by √8 ആണ് B. അപ്പൊ ചോദ്യം B center by B എന്താ? √8 is to 1. Therefore x ന്റെ വാല്യൂ എന്തായിരിക്കണം? 8. Simple. Okay. Next one. A long current carrying conductor are placed. Two long current carrying conductors are placed parallel to each other at a distance 8 cm between them. Magnitude of the magnetic field produced at the midpoint between the two conductors due to current flowing them is 300 microtesla. The equal current flowing in the two conductors is simple. നിങ്ങളുടെ കയ്യിൽ ലിസൺ, രണ്ട് ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ഉണ്ട്, ഇതിലൂടെ ഈക്വൽ കറന്റ് ആണ് പാസ് ചെയ്യുന്നത്. എടാ ഒരു പ്രശ്നമുണ്ട്, ഒരേ ഡയറക്ഷനിൽ ഈക്വൽ കറന്റ് പാസ് ചെയ്യുന്നു വിചാരിക്കാം. അപ്പോ ഇത് 1ഉം ഇത് 2ഉം കൊടുത്തു. ഫസ്റ്റ് കണ്ടക്ടർ മിഡ് പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ക്രോസും, രണ്ടാമത്തെ കണ്ടക്ടർ മിഡ് പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഡോട്ടും ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ മിഡ് പോയിന്റിലെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പറയാണ് മിഡ് പോയിന്റിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് 300 അങ്ങനെ എന്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരേ ഡയറക്ഷനിലല്ല കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നിങ്ങളടുത്ത് പറഞ്ഞത് മിഡ് പോയിന്റിലെ ഫ്ലോയിങ് ദം 300 മൈക്രോടെസ്ല. മിഡ് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് 300 മൈക്രോടെസ്ല എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ കറണ്ട് വാല്യൂ അല്ലേ വേണ്ടത്? എടാ ടോട്ടൽ 8 സെന്റിമീറ്റർ ആണ്, സെന്റിമീറ്ററിലാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ ആണ്, രണ്ട് കണ്ടക്ടർ. ഇനികൾക്ക് ഫസ്റ്റത്തെ കണ്ടക്ടർ മിഡ് പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 I divided by 2πr B1 ഈക്വൽ ടു ക്രോസ് ആണ്. രണ്ടാമത്തെ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് B2 is equal to μ0 I divided by 2πr, അതും ക്രോസ് ആണ്. ഓക്കെ, ഇനി അപ്പൊ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B is equal to B1 plus B2, അത് 300 മൈക്രോടെസ്ലയാണ്, 300 into 10⁻⁶. B1 plus B2 എന്ന് പറഞ്ഞാൽ μ0 I divided by 2πr plus μ0 I divided by 2πr എന്ന് പറഞ്ഞാൽ μ0 I divided by πr which is equal to 3 into 10⁻⁴ എന്ന് കൊടുക്കാം. എടാ μ0ക്ക് പകരം ഞാൻ 4π into 10⁻⁷ എന്ന് കൊടുത്തു. I divided by π. റേഡിയസ് എത്രയാ? ഡിസ്റ്റൻസ് എത്രയാ? രണ്ടിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് 8 സെന്റിമീറ്റർ, മിഡ് പോയിന്റിലുള്ള ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ. അപ്പൊ നമുക്കതിനെ into 4 into 10⁻² എന്ന് കൊടുത്തു, which is equal to 3 into 10⁻⁴. ശരിയല്ലേ? എടാ ഈ 4πയും ഈ 4πയും ക്യാൻസൽ ചെയ്തു. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് എഴുതാം I equal to, listen, I is equal to 3 into 10⁻⁶ divided by 10⁻⁷. Therefore I is equal to 30 ampere. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് 30 ആംപിയർ ആണ്. അപ്പോൾ 30 ആംപിയർ ഇൻ ദി സെയിം ഡയറക്ഷൻ തെറ്റാണ്,
സെയിം ഡിറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആകുമായിരുന്നു. 30 ആംപിയർ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെടാ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, എ കറന്റ് ഓഫ് 1.5 ampere is flowing through a triangle of side 9 centimeter each. Magnetic field at the center of the triangle. എടാ, ഇതിൽ എനിക്ക് ഇങ്ങോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിനകത്ത് ഫ്ലോയിങ് ത്രൂ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 9 centimeter. നിങ്ങളുടെ കയ്യിൽ ഒരു റെഗുലർ പോളിഗൺ ഉണ്ടെന്ന് വിചാരിക്കാം. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആകാം, സ്ക്വയർ ആകാം, റെഗുലർ പെന്റഗൺ ആകാം, റെഗുലർ ഹെക്സഗൺ ആകാം, ഒക്ടഗൺ ആവാം, എന്തും ആവാം. റെഗുലർ പോളിഗണിന്റെ എൻ സൈഡ് ലെങ്ത് എയുമാണെങ്കിൽ അതിന്റെ ജോമെട്രിക് സെന്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഞാനത് കൃത്യമായിട്ട് എഴുതി കാണിച്ചതാണ്. എടാ, നമ്മളെ പോയിന്റ് ഇതാണ്. മാഗ്നറ്റിക് ഫീൽഡ് അതി ശ്രദ്ധിക്കണം. ജോമെട്രിക് സെന്റർ of a regular polygon having n equal sides of side length a. അപ്പൊ നോക്ക്, ഞാൻ ഇനി അണ്ടർലൈൻ ചെയ്യാൻ പറ്റുന്ന നോക്ക്, ജോമെട്രിക് സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കാം. ആരത്? റെഗുലർ പോളിഗൺ. എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്, സൈഡ് ലെങ്ത് എ ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ B is equal to, listen, B is equal to mu0 Ni divided by pi a sin pi by n tan pi by n. മറക്കരുത്, mu0 Ni divided by pi a sin pi by n tan pi by n. എടാ, ഇതിൽ എ അതിനകത്ത് സൈഡ് ലെങ്ത് ആണ്, എൻ കാണുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഇപ്പോ നിങ്ങളടുത്ത് ഒരാൾ ഒരു സ്ക്വയർ അതിന്റെ സെന്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു വിചാരിക്കും. ഇങ്ങനൊരു സ്ക്വയർ, സൈഡ് ലെങ്ത് ഏതും സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നിങ്ങൾ എന്നിന്റെ വാല്യൂ 4 ആയിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഇക്വേഷൻ അറിയുന്ന ഒരാൾ അപ്പൊ വേഗം എഴുതും B is equal to mu0 4i divided by pi a sin pi by 4 tan pi by 4. ഓക്കെ, നോക്കടാ, 4 mu0 i divided by pi a sin pi by 4 എന്ന് പറഞ്ഞാൽ 1 by root 2 ആണ്, tan pi by 4 1 ആണ്. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 root 2 mu0 i divided by pi a. ശരിയായോ? ഇതാണ് സംഭവം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവരാം. ഇവിടെ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ജോമെട്രിക് സെന്ററോയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? എടാ, ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 3 അല്ലേ? അപ്പോ ജോമെട്രിക് സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് mu0 3i സൈഡ് ലെങ്ത് എ ആണെങ്കിൽ pi a sin pi by 3 tan pi by 3. നോക്കേ, ദിസ് ഇസ് ഈക്വൽ ടു 3 mu0 i divided by pi a sin pi by 3 എന്ന് പറഞ്ഞാൽ √3/2 tan pi by 3 എന്ന് പറഞ്ഞാൽ √3. അപ്പൊ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ അത് ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. √3 × √3 3 × 3 9. അപ്പൊ നമുക്ക് 9 കിട്ടും. mu0 i divided by താഴെ 2pi a എന്ന് വരും. ഓക്കെ, എടാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 9 mu0ക്ക് പകരം 4pi × 10⁻⁻⁻7 i ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് 1.5 ഡിവൈഡ് ബൈ 2pi a ഒരു സൈഡ് 9 × 10⁻². 9 × 10⁻². ഇങ്ങനെ വരും. എടാ ഓക്കെ, നോക്കടാ, ഈ 4piയും ഈ 2piയും കൂടെ പോയാൽ ഇവിടെ 2 വരും, ഇതും പോയി. 2 × 1.5 3 ആണ്, 3 × 10⁻⁻5 ടെസ്ല. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇൻസൈഡ് എങ്ങനെ വന്നു എന്നുള്ളതാണ് അല്ലേ? A current I flowing through a triangle of magnetic field at the center of the triangle. Assume that current flowing in clockwise direction. Clockwise direction ആണെങ്കിൽ ക്ലോസ് ഫീൽഡ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇൻസൈഡ്. ശരിയായോ? ഇതാണ് സംഭവം കേട്ടോ.
എടാ ഇപ്പൊ നമുക്ക് മൂവിങ് ചാർജ് ആൻഡ് മാസ് എന്നുള്ള സെക്ഷൻ അവസാനിപ്പിക്കാം. ഇതിനകത്ത് എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്തു. എല്ലാ ഏരിയയും പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശരിക്ക് വൃത്തിക്ക് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് പോകേണ്ടത് മാത്സ് ആൻഡ് മാറ്ററിലോട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് മാത്സ് ആൻഡ് മാറ്റർ കിടക്കാം അല്ലേ. എടാ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്കൊന്നും പറയാനില്ല, സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ്. ജിയോ മാത്സ് ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യമൊക്കെ ഒരു ലെവൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ജിയോ മാത്സും കൂടെ ഒഴിവാക്കിയപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് പഠിച്ച ഒരാൾക്ക് ഇതിന്റെ പകുതി പോർഷനും ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് റിലേറ്റഡ് ആണ്. പിന്നെ ഫെറോ പാര ഡയാമാഗ്നറ്റുകളെ കുറിച്ച് മാത്രമാണ് ഇതിനകത്ത് പറയുന്നത് അല്ലേ. എടാ നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ വേഗം ഇങ്ങനെ ചെയ്തു നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, given below are two statements. For diamagnetic substance, -1 less than susceptibility less than 0, where susceptibility is chi is the magnetic susceptibility. എന്ന് പറഞ്ഞാൽ അവർ പറയാണ് ഡാമാജിക് സബ്സ്റ്റൻസിന്റെ സസെപ്റ്റിബിലിറ്റി -1നും 0ക്കും ഇടയിലാണ്. നമ്മൾ പഠിച്ചത് സസെപ്റ്റിബിലിറ്റിക്ക് ചെറിയ നെഗറ്റീവ് വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ -1നും 0ക്കും ഇടയിലാണെന്നുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെൻ പ്ലേസ്ഡ് ഇൻ an external magnetic field tend to move from stronger to weaker part of the field. അങ്ങനെയല്ല, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് മൂവ് ചെയ്യുന്നത് വീക്ക്ലി റിപ്പൽഡ് ഫ്രം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എടാ വീക്ക്ലി റിപ്പൽഡ് ആണെങ്കിൽ അത് സംഭവിക്കുന്ന ഒരു കാര്യം, അത് വീക്ക് ഫീൽഡിൽ നിന്ന് സ്ട്രോങ് ഫീൽഡിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അട്രാക്ട് ചെയ്യുമ്പോഴാണ് വീക്ക് ഫീൽഡിൽ നിന്ന് സ്ട്രോങ് ഫീൽഡിലോട്ട് പോകുക. ഇവിടെ റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് സ്ട്രോങ് ഫീൽഡിൽ നിന്ന് റിപ്പൽ ചെയ്ത് വീക്ക് ഫീൽഡിലോട്ട് പോകും. അപ്പൊ ഇറ്റ് മൂവ്സ് ഫ്രം സ്ട്രോങ് ഫീൽഡ് ഇൻ ടു വീക്ക് ഫീൽഡ്. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. വീക്ക് ഫീൽഡിൽ നിന്ന് സ്ട്രോങ് ഫീൽഡിലോട്ടല്ല, സ്ട്രോങ് ഫീൽഡിൽ നിന്ന് വീക്ക് ഫീൽഡിലോട്ടാണ് പോവുക. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫാൾസ്, തെറ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ, തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെടാ, അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ, എ റോഡ് വിത്ത് സർക്കുലർ ക്രോസ് സെക്ഷണൽ ഏരിയ 2 cm square and length 40 cm is wound uniformly with 400 turns of an insulated wire. Okay, if a current of 0.4 ampere flows in the wire windings, total magnetic flux produced inside the windings is 4 pi into 10 raised to -6 Weber. Relative permeability of the road ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പെർമിയബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്, എ റോഡ് വിത്ത് സർക്കുലർ ക്രോസ് സെക്ഷൻ, ഞാനൊരു റോഡ് വരയ്ക്കാണ്, അതിന്റെ ക്രോസ് സെക്ഷൻ ഒരു സർക്കുലർ ആണ്. ഇതാണ് നമ്മുടെ റോഡ് എന്ന് വിചാരിച്ചോ. ഏരിയ 2 cm square of length 40 cm is wound uniformly with 400 turns of insulated wire. അപ്പൊ എന്താ അവസ്ഥ അറിയടാ, ഈ റോഡിനെ ഇങ്ങനെ ഇങ്ങനെയാണ് കിടക്കുന്നത്. അതായത് ഒരു സോളിനോഡിനകത്ത് ലിസൺ ഒന്നുകൂടെ വരയ്ക്കാം കേട്ടോ. ഇതാണ് നമ്മളെ സർക്കുലർ സിലിണ്ടറിക്കൽ കോയിൽ. ഇതിന് മുകളിലാണ് ഒരു റോഡ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സോളിനോഡിനകത്ത് റോഡ് വെച്ച പോലെയാണ്. അതിന്റെ ഫ്ലക്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് പെർമിയബിലിറ്റി ആണ്. ടോട്ടൽ കണ്ടുപിടിക്കേണ്ടത് റിലേറ്റീവ് പെർമിയബിലിറ്റി അല്ലേ. എടാ നമുക്കറിയാം ഫ്ലക്സ് is equal to BA ആണെന്ന് അറിയാം. ഇതിന്ന് ലിസൺ ഫ്ലക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഫ്ലക്സ് is equal to സോളിനോഡിനകത്ത മാഗ്നറ്റിക് ഫീൽഡ് ഒരു മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് μNI, പിന്നെ അവിടെ എയും കൂടെ ഉണ്ട്. എടാ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ഫ്ലക്സ് is equal to മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, μ0 μr, μr is equal to μ by μ0, μ is equal to μ0 μr. പിന്നെ അവിടെ n പകരം n/l ഇൻറ്റു I A. നമുക്ക് ഈ μr ആണ് കണ്ടുപിടിക്കേണ്ടത്, റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് തോന്നുന്നു. ഓക്കെ, ഫ്ലക്സിന്റെ വാല്യൂ ഞാൻ കൊടുത്തു 4 pi into 10 raised to -6, അതാ എഴുതി. എടാ μ0ന്റെ വാല്യൂ 4 pi into 10 raised to -7 ആണ്. μr ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 400 ടേൺസ് ആണ്. 400 ഡിവൈഡ് ബൈ ഇതിന്റെ ലെങ്ത് 40 സെന്റിമീറ്റർ ആണ്. അപ്പൊ 40 into 10 raised to -2 ഇങ്ങനെ വരും. എടാ ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എത്ര പറഞ്ഞത്, 0.4 ആംപിയർ. ഞാൻ അതിനെ 4 into 10 raised to -1 കൊടുത്തു. അടുത്തത് ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ 2 cm സ്ക്വയർ, ദാറ്റ് ഇസ് 2 into 10 raised to -4 ഇങ്ങനെ കിട്ടി. എടാ നമ്മൾ ഇതുപോലെ ഒന്ന് കളിക്കാം. ഈ 40യും ഈ 40യും പോയി, ഈ
ഈ 10 ഈ 10⁻1 പോയി. ശരിയല്ലേ? ഇവിടെ ഒരു 10⁻2 ഉണ്ട്. ഈ 10⁻2 കൂടെ ചേർന്നാൽ -4 കൂടെ ചേർന്നാൽ ഇത് 10⁻2 ആണ് വരിക. ഈ 10⁻2 ഇവിടുത്തെ 10⁻7 കൂടെ ചേർന്നാൽ ഇവിടെ 10⁻5 കിട്ടും. എടാ ഈ 4πയും ഈ 4πയും കൂടെ പോയി. ഈ 10⁻5ഉം ഇവിടുത്തെ 10⁻6 കൂടെ ചേർന്നാൽ ഇവിടെ 10⁻1 ആകും. അപ്പൊ ഈ സൈഡിൽ വരുന്നത് 10⁻1. ഇപ്പുറത്താണെങ്കിൽ ആദ്യം എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. ഒരു μr ഇവിടെ ഉണ്ട്, ഒരു 4 ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട്. ശരിയല്ലേ? എവിടെ തെറ്റിയിട്ടുണ്ടല്ലടാ? 2 ഉണ്ട്. 4π × 10⁻7. അപ്പൊ 4 2 4 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ എവിടെയോ എനിക്ക് തെറ്റിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. 4 × 2 വരും. ഇങ്ങനെ വന്നാൽ μr = നമുക്ക് കിട്ടുന്ന 10⁻1/8 ആണ് അല്ലേ? 10⁻1/8 അത് വരാൻ സാധ്യത ഇല്ല. അപ്പൊ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്ലക്സ് 4π × 10⁻6 വെബർ ആണ്. അപ്പൊ φ = 4π × 10⁻6 ഒന്നും കൂടെ ഞാൻ എഴുതി. μr = μ/μ0. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ? ലിസൺ കേൾക്കേ. നമുക്കറിയാം μr = μ/μ0. ശരിയല്ലേ? ഇല്ലല്ലോ തെറ്റില്ലല്ലോ. μ = μ0 μr. ഞാൻ അവിടെ μ0 μr തന്നെയാണ് കൊടുത്തത്. μ0 μr. μ0ക്ക് പകരം 4π × 10⁻7. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് μr ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി μr ആണ് കണ്ടുപിടിക്കേണ്ടത്. μr. എടാ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് 400 ടേൺസ് ആണ്. ലെങ്ത് 40 സെന്റിമീറ്റർ ആണ്. 40 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 40 × 10⁻2 മീറ്റർ. 40 സെന്റിമീറ്റർ 40 × 10⁻2 മീറ്റർ അല്ലെങ്കിൽ 4 × 10⁻1 മീറ്റർ. അത് അവിടെ കൊടുത്തു. ഇനി ഇവിടുത്തെ കറന്റ് ആണ് μ0 n/nl. കറന്റ് എത്രയാണ്? കറന്റ് 0.4 ആംപിയർ എന്ന് പറഞ്ഞാൽ 4 × 10⁻1. എടാ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ 2 cm² ആണ്. ഇപ്പൊ 2 × 10⁻4. ഓക്കെടാ? ഒന്നും കൂടെ ചെയ്തു നോക്കാം. എന്താ അവസ്ഥ എന്നറിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ തെറ്റുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഐഡന്റിഫൈ ചെയ്യാത്ത എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ 4 × 10⁻1ഉം 4 × 10⁻1ഉം ക്യാൻസൽ ചെയ്തു. എടാ ഈ 100ഉം ഇവിടുത്തെ 10⁻4 കൂടെ പോയാൽ 10⁻2 ആണ് വരിക. ഈ 4πയും 4πയും പോയി. ഈ 10⁻7ഉം ഇവിടുത്തെ 10⁻6ഉം കൂടെ പോയാൽ ഇവിടെ 10⁻1 വരും. അപ്പൊ ഈ സൈഡിൽ 1 വന്നു. ഇവിടെ ഒരു 10⁻1 ഉണ്ട്. പിന്നെ μr ഉണ്ട്. പിന്നെടാ ഇവിടെ ഒരു 4 ഉണ്ട്. ഈ 4 × 10⁻1 പോയി. പിന്നെ ഒരു 2 ഉണ്ട്. 10⁻2 ഉണ്ട്. ഇത് 8 ആണ്. അപ്പൊ ശരിയായി. നോക്ക് ഇപ്പോ 1 = μr × 4 അല്ല 8 × 10⁻3 μr × 8 × 10⁻3 ഇങ്ങനെ വന്നു. എടാ ഇവിടുന്ന് μr = 10⁻3 / 8 1000/8. അത് ചെയ്താൽ ആൻസർ ഉണ്ടാവും കേട്ടോ. 1000/8. 1000/4 ആണെങ്കിൽ 250. 1000/8 ആയതുകൊണ്ട് 125. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നിരുന്നു. ഇപ്പൊ ഓക്കെ 125. ഓക്കെ, ഇതായിരിക്കും ആൻസർ. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below are two statements. One is labeled as assertion A and the other is labeled as reason R. Electromagnets are made up of soft iron. ശരിയാണ്. ഇലക്ട്രോമാഗ്നറ്റ്സ് ഉണ്ടാക്കിയത് സോഫ്റ്റ് അയൺ ഉപയോഗിച്ചിട്ടാണ്. സോഫ്റ്റ് അയൺ ഹാസ് ഹൈ പെർമിയബിലിറ്റി ആൻഡ് ലോ റിട്ടൻറ്റിവിറ്റി. ഹൈ പെർമിയബിലിറ്റിയും ലോ റിട്ടൻറ്റിവിറ്റി ഹൈ പെർമിയബിലിറ്റി. ശരിയാണ്. ഹൈ പെർമിയബിലിറ്റി ആണ് ഉണ്ടാവുക. ലോ റിട്ടൻറ്റിവിറ്റി ഉള്ള സാധനമാണ് സോഫ്റ്റ് അയൺ അല്ലെ? സോഫ്റ്റ് അയൺ ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഹൈ പെർമിയബിലിറ്റിയും ലോ റിട്ടൻറ്റിവിറ്റി ഉണ്ടാക്കും. അതുകൊണ്ട് അസേഷനും റീസണും ശരിയാണ്. കറക്റ്റ് എക്സ്പ്ലനേഷനും കൂടിയാണ് കേട്ടോ. ബി ആണ് ആൻസർ വരിക. നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അതിന്റെ പെർമിറ്റിവിറ്റിന്റെ കേസുകളൊക്കെ നോക്കാം. ഹൈ പെർമിയബിലിറ്റി ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ. എ ബാർ മാഗ്നറ്റ് ഹാവിംഗ് മാഗ്നറ്റിക് മൊമെന്റ് 2 × 10⁵. അപ്പൊ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് മൊമെന്റ് തന്നിട്ടുണ്ട് 2 × 10⁵. ഈസ് പ്ലേസ്ഡ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് യൂണിഫോം മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 14 × 10⁻5 ടെസ്ല. Work done in rotating the magnet slowly through an angle 60 degree from the direction of field is. എടാ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mb × cos θ1 - cos θ2. ഇതാണ് വർക്ക് ഡൺ. നോക്ക്, വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദി മാഗ്നറ്റ് സ്ലോലി ത്രൂ ആൻ ആംഗിൾ 60 ഡിഗ്രി ആണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യേണ്ടത്.
ഫ്രം ദി ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. അപ്പൊ ഇനീഷ്യലി മാഗ്നറ്റ് കിടക്കുന്നത് ഫീൽഡിന്റെ ഡയറക്ഷനില്ല എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആംഗിൾ മാഗ്നറ്റിക് ഫീൽഡിനും മാഗ്നറ്റിക് മൊമെന്റിനും ഇടയിലുള്ള ആംഗിൾ 0 ആണ്. അവിടുന്ന് ഇയാളെ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കണം. അതിനാവശ്യമുള്ള വർക്ക് മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ 2 × 10⁵ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് 14 × 10⁻⁵ ആണ്. ഇൻറ്റു cos 0 മൈനസ് cos 60 ഇങ്ങനെ എഴുതാം. എടാ ഇത് 10⁵ ആണ് അല്ലേ? ഈ 10⁵ ഉം 10⁻⁵ ഉം പോയി. 14 × 2 എന്ന് പറഞ്ഞാൽ 28 ആണ്. cos 0 മൈനസ് cos 60 എന്ന് പറഞ്ഞാൽ അത് 1/2 ആണ്. Therefore the answer is 14 joule. 14 joule. ഇതായിരിക്കും ആൻസർ. 14 joule. എടാ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. സസെപ്റ്റിബിലിറ്റി ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് 99. അപ്പൊ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി 99 ആണെന്ന് പറഞ്ഞു. പെർമിയബിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഇൻ വെബർ പെർ ആംപിയർ പെർ മീറ്റർ. എടാ പെർമിയബിലിറ്റി മ്യൂ ആണ് വേണ്ടത്. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഒരു കാര്യം അറിയണം. മ്യൂ ആർ റിലേറ്റീവ് പെർമിയബിലിറ്റി കിട്ടണമെങ്കിൽ 1 പ്ലസ് സസെപ്റ്റിബിലിറ്റി എന്ന് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 99, which means റിലേറ്റീവ് പെർമിയബിലിറ്റി കിട്ടാനുള്ള റിലേറ്റീവ് പെർമിയബിലിറ്റിന്റെ വാല്യൂ 100 ആണ്. ഇനി റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മ്യൂ ഡിവൈഡഡ് ബൈ മ്യൂ 0 ആണ്, which is equal to 100. അങ്ങനെയാണെങ്കിൽ പെർമിയബിലിറ്റി is equal to 100 മ്യൂ 0 എന്ന് എഴുതാം, which is equal to 100 into 4 pi into 10⁻⁻⁷ ഇങ്ങനെ കിട്ടും. എടാ ഇതിന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് 4 pi into 10⁻⁻⁵. 4 pi into 10⁻⁻⁵. Therefore C is the correct answer. ശരിയായോ? ഇതാണ് ഇവിടുത്തെ പെർമിയബിലിറ്റി ട്ടോ. നെക്സ്റ്റ് വൺ. Space inside a straight current carrying solenoid is filled with a magnetic material having susceptibility equal to 1.2 into 10⁻⁵. What fraction of increasing in the magnetic field inside the solenoid with respect to air medium inside the solenoid? എടാ ഇപ്പോ ഒരു സോളിനോയിഡിനകത്ത് ഒരു മീഡിയം നിറച്ചു. ആ മീഡിയത്തിന്റെ സസെപ്റ്റിബിലിറ്റി തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളടുത്ത് പറയാണ് സോളിനോയിഡിനകത്ത് എയർ ആവുമ്പോഴും ഈ മീഡിയം വന്നപ്പോഴും എത്ര ഫ്രാക്ഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വന്നിട്ടുള്ളത്? അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് മാഗ്നറ്റിക് ഫീൽഡിലുള്ള പെർസെന്റേജ് ഓഫ് ചേഞ്ച് ആയതുകൊണ്ട് അതിനെങ്ങനെ എഴുതാം? B2 എന്ന് പറഞ്ഞാൽ മീഡിയം വന്നതിന് ശേഷമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ B1 എയർ ആകുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ B1 into 100. ശരിയല്ലേ? ഫൈനൽ മാഗ്നറ്റിക് ഫീൽഡ് ഡിവൈഡ് ബൈ മൈനസ് ഇനീഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് into 100. ഇതാണ് പെർസെന്റേജ് ഓഫ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. എടാ ഫൈനൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സോളിനോയിഡിനകത്ത് മീഡിയം വന്നതിന് ശേഷമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മ്യൂ Ni. ഇനീഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എയർ ആകുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് മ്യൂ 0 Ni ഡിവൈഡഡ് ബൈ മ്യൂ 0 Ni into 100. ഇങ്ങനെ വന്നു. എടാ Ni ടേം ക്യാൻസൽ ചെയ്ത് പോയാൽ മ്യൂ മൈനസ് മ്യൂ 0 ഡിവൈഡഡ് ബൈ മ്യൂ 0 into 100 ഇങ്ങനെ വരും. ശരിയല്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യടാ. ഇതിൽ ഓരോ ടേമിനെയും മ്യൂ 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ടേം മ്യൂ ഡിവൈഡഡ് ബൈ മ്യൂ 0 മൈനസ് 1 മ്യൂ 0 ബൈ മ്യൂ 0 മൈനസ് 1 ആണ് ബൈ 1 into 100. ഇതല്ലേ സംഭവം? എടാ മ്യൂ ബൈ മ്യൂ 0 എന്ന് പറഞ്ഞാൽ മ്യൂ ആർ ആണ്. മ്യൂ ആർ മൈനസ് 1 ഡിവൈഡ് ബൈ 1 into 100. ഇനി നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, മ്യൂ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് സസെപ്റ്റിബിലിറ്റി. ശരിയല്ലേ? അപ്പൊ സസെപ്റ്റിബിലിറ്റി ഇസ് ഈക്വൽ ടു മ്യൂ ആർ മൈനസ് 1 എന്ന് കൊടുത്തു. മ്യൂ ആർ മൈനസ് 1 പകരം മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ബൈ 1 into 100 ഇങ്ങനെ എഴുതാം. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിന്റെ വാല്യൂ ഇതുണ്ട് 1.2 into 10⁻⁵. Therefore 1.2 into 10⁻⁵ into 100, which means 1.2 into 10⁻⁻3. 1.2 into 10⁻⁻3. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം. ആദ്യം എയർ ആണെന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ മാഗ്നറ്റിക് ഫീൽഡ് മ്യൂ 0 Ni ആണ് B1 എന്ന് പറയുന്നത്. ഒരു മീഡിയം വന്നപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മ്യൂ Ni ആയി. അത് നമുക്ക് B2 എന്ന് വിളിക്കാം. കണ്ടുപിടിക്കേണ്ടത് പെർസെന്റേജ് ഓഫ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതായത് B2 മൈനസ് B1 ഡിവൈഡഡ് ബൈ B1 ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനും വേണ്ടി ഞാൻ മ്യൂ Ni മൈനസ് മ്യൂ 0 Ni ഡിവൈഡഡ് ബൈ മ്യൂ 0 Ni into 100 എന്നിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്തു കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എടാ അടുത്ത ക്വസ്റ്റ്യൻ. ഫോളോയിങ് പ്ലോട്ട് ഷോസ് മാഗ്നറ്റൈസേഷൻ M versus magnetizing field intensity and magnetic susceptibility of temperature versus time graph. അല്ലേ?
Which one of the following combination will be represents diamagnet? എടാ ഡയാമാഗ്നറ്റ് ആണെങ്കിൽ സസെപ്റ്റിബിലിറ്റി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ ഇത് ഡയാമാഗ്നറ്റ് ആണ്. എന്നാൽ സസെപ്റ്റിബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ വരുന്നത് പാരാമാഗ്നറ്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ. എടാ ഡയാമാഗ്നറ്റിന്റെ പ്രത്യേകത റിവേഴ്സ് മാഗ്നറ്റൈസേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എമ്മും എച്ചും ഒപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. എം പോസിറ്റീവ് ആണെങ്കിൽ എച്ച് നെഗറ്റീവ്, എം നെഗറ്റീവ് ആണെങ്കിൽ എച്ച് പോസിറ്റീവ്. പാരാമാഗ്നറ്റ് ആണെങ്കിൽ സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ ഇത് പാരാമാഗ്നറ്റ് ആണ്. കണ്ടോ, എമ്മും എച്ചും പോസിറ്റീവ് ആണ്, എമ്മും എച്ചും നെഗറ്റീവ് ആണ്. ഇവിടെ എം പോസിറ്റീവ് ആണെങ്കിൽ എച്ച് നെഗറ്റീവ്, എച്ച് പോസിറ്റീവ് ആണെങ്കിൽ എം നെഗറ്റീവ്. അതുകൊണ്ട് ഇത് ഡയാമാഗ്നറ്റ് ആണ്, ഇതും ഡയാമാഗ്നറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഡയാമാഗ്നറ്റുകളായിട്ട് വരുന്നത് എയും സിയും, പാരാമാഗ്നറ്റുകളായിട്ട് വരുന്നത് ബിയും ഡിയും. ആൻസർ സി ആയിരിക്കും. ഡയാമാഗ്നറ്റ് ഏതാന്നുള്ളതാണ് ചോദ്യം. എ ആൻഡ് സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ. Magnetic susceptibility of material of rod is 499. അപ്പൊ chi m is equal to 499. Permeability in vacuum 4 pi into 10 raised to minus 7. mu 0 ന്റെ വാല്യൂ നമുക്കറിയാം. Absolute permeability of the material of the rod. Absolute permeability എന്ന് പറഞ്ഞാൽ mu ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ mu divided by mu 0 ആണ് mu r എന്ന് പറയുന്നത്. എടാ mu is equal to mu 0 mu r. mu 0 ന്റെ വാല്യൂ 4 pi into 10 raised to minus 7 ആണ്. ഇനി mu r കിട്ടണം. mu r കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം 1 plus susceptibility. എടാ സസെപ്റ്റിബിലിറ്റി mu r ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോറി, mu r is equal to 1 plus susceptibility 499 ആണ്. Therefore mu r is equal to 500. ഇതിന്ന് 4 pi into 10 raised to minus 7 into 500 കിട്ടും. ഓക്കേടാ, ഇപ്പോ നമ്മളെ കയ്യിലുള്ള ആൻസർ ഇതാ 20 pi into 10 raised to minus 5. ഇങ്ങനെ അല്ലെങ്കിൽ 2 pi into 10 raised to minus 4. ഇതാണ് നമ്മളെ കയ്യിലുള്ള ആൻസർ. സി ഓപ്ഷൻ ആയിരിക്കും ആൻസർ, 2 pi into 10 raised to minus 4. ഓക്കെ, എടാ അടുത്ത ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്സ് and permanent magnets P and magnets of transformer T have different properties. Which property best matches the type of magnet required? എടാ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഹൈ സസെപ്റ്റിബിലിറ്റി ആവണം, ഹൈ റിട്ടൻറ്റിവിറ്റി ആവണം, ഹൈ കോൾസിവിറ്റി ആവണം, ഹൈ സാച്ചുറേഷൻ മാഗ്നറ്റ്സ് ആകണം, ഹൈ റിലേറ്റീവ് പെർമിയബിലിറ്റി ആവണം. എല്ലാം ഹൈ ആണെങ്കിൽ അതാണ് പെർമനന്റ് മാഗ്നറ്റ്. ഈ പി ആണ് ഇവിടുത്തെ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ലാർജ് റീട്ടൻറ്റിവിറ്റി, ലാർജ് കോൾസിവിറ്റി ശരിയാണ്, എല്ലാം ലാർജ്. സ്മാൾ റീട്ടൻറ്റിവിറ്റി, ലാർജ് കോൾസിവിറ്റി തെറ്റാണ്. അപ്പൊ നോക്കി, ഇനി ട്രാൻസ്ഫോമർ കോർ ആവണമെങ്കിൽ അത് ഹിസ്റ്റെരിസിസ് ലൂപ്പ് ഒക്കെ ചെറുതാവേണ്ട കേസാണ്. എന്തായാലും ഇതിനകത്ത് ആൻസർ കിട്ടി. എല്ലാം ഹൈ ആയിട്ടുള്ള സാധനം അതായിരിക്കും പെർമനന്റ് മാഗ്നറ്റ്. ലാർജ് റീട്ടൻറ്റിവിറ്റി, ലാർജ് കോൾസിവിറ്റി. എടാ നെക്സ്റ്റ് വൺ അടുത്ത ക്വസ്റ്റ്യൻ. എ പാരാമാഗ്നറ്റിക് സാമ്പിൾ ഷോസ് നെറ്റ് മാഗ്നറ്റൈസേഷൻ 6 ആംപിയർ പെർ മീറ്റർ. വിച്ച് മീൻസ് ഇവിടുത്തെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ് 6 ആംപിയർ പെർ മീറ്റർ എന്ന് പറഞ്ഞത്. When it is placed in an external magnetic field 0.4 ടെസ്ല, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചു 0.4 ടെസ്ലയാണ്. അറ്റ് എ ടെമ്പറേച്ചർ T1, T equal to 4 Kelvin ഇങ്ങനെ കിട്ടി. When the sample is placed in an external magnetic field of 0.3 Tesla at a temperature 24 Kelvin, magnetization is. എടാ ഇത് പാരാമാഗ്നറ്റ് ആണ്. പാരാമാഗ്നറ്റിന്റെ കേസിൽ ക്യൂരി ലോ നമുക്കറിയാം. ക്യൂരി ലോ പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. എടാ നമുക്കൊരു കാര്യം അറിയാലോ, മാഗ്നറ്റിക് ഫീൽഡ് B is equal to mu 0 H. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും mu 0 Ni അല്ലെങ്കിൽ mu 0 H. ഇതിന്ന് B പ്രൊപ്പോർഷണൽ ടു H എന്ന് എഴുതാം. mu 0 കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ആയതുകൊണ്ട് I പ്രൊപ്പോർഷണൽ ടു B by T എന്ന് എഴുതാം. ആദ്യത്തെ കേസിലെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ തന്നിട്ടുണ്ട്, ആദ്യത്തെ കേസിലെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, ആദ്യത്തെ കേസിലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, രണ്ടാമത്തെ കേസിലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ I പ്രൊപ്പോർഷണൽ ടു B by T ആയതുകൊണ്ട് നമുക്കിവിടെ എഴുതാൻ പറ്റുന്ന കാര്യം I2 ഡിവൈഡഡ് ബൈ I1 is equal to B2 ഡിവൈഡഡ് ബൈ B1 into T1 ഡിവൈഡഡ് ബൈ T2. ഇതിൽ കൺഫ്യൂഷൻ ഇല്ല, I പ്രൊപ്പോർഷണൽ ടു B by T ആണ്.
എടാ I2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. I1 എത്രയാ? I1 6. ഓക്കെ, B2ന്റെ വാല്യൂ 0.3 ആണ്, B1ന്റെ വാല്യൂ 0.4 ആണ്. അപ്പൊ 0.3 ഡിവൈഡ് ബൈ 0.4. എടാ T1 എന്ന് പറയുന്നത് 4 കെൽവിൻ ആണ്, T2 24 കെൽവിൻ ആണ്. 4 ഡിവൈഡ് ബൈ 24 ഇങ്ങനെ കിട്ടി. കഴിഞ്ഞോടാ. നോക്ക്, I2 ഡിവൈഡ് ബൈ 6 is equal to 3/4 into 4/24 എന്ന് എഴുതാം. ഈ 4ഉം പോയി, ഈ 6ഉം ഇതും കൂടെ പോകുമ്പോൾ ഇവിടെ 4 ആണ് വരിക. Therefore I2 is equal to 3/4 എന്ന് വരും, അല്ലെങ്കിൽ 0.75 എന്ന് വരും. എന്താ കൊടുത്തില്ലടാ? 0.75. ശരിയായോ? 0.75 ആയിരിക്കും ഇതിന്റെ ആൻസർ കേട്ടോ. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഹാസ് 10⁻20 atoms per meter cube. Magnetic susceptibility at a temperature 350 Kelvin is 2.8 into 10⁻⁴. Its susceptibility at 300 Kelvin. എടാ ഇതൊരു പാരാമാഗ്നറ്റ് ആണ്. 350 കെൽവിനിലെ സസെപ്റ്റിബിലിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 300 കെൽവിനിലെ സസെപ്റ്റിബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു. പാരാമാഗ്നറ്റിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കേസിലെ സസെപ്റ്റിബിലിറ്റി ഡിവൈഡ് ബൈ ആദ്യത്തെ കേസിലെ സസെപ്റ്റിബിലിറ്റി ഈസ് ഈക്വൽ ടു T1 ഡിവൈഡ് ബൈ T2 എന്ന് എഴുതാം. which means രണ്ടാമത്തെ കേസിലെ സസെപ്റ്റിബിലിറ്റി ഡിവൈഡ് ബൈ ഫസ്റ്റ് കേസിലെ സസെപ്റ്റിബിലിറ്റി 2.8 into 10⁻⁴ ആണ്, ഈക്വൽ ടു 350 ഡിവൈഡ് ബൈ 300 ഇങ്ങനെ കിട്ടി. എടാ 357 ആണ്, 300 6 ആണ്. ശരിയായോ? ഇപ്പൊ നമുക്ക് Chi2 ഈക്വൽ ടു 7 into 2.8 into 10⁻⁴ ഡിവൈഡ് ബൈ 6 ഇങ്ങനെ കിട്ടും. എടാ ഈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ. ഇപ്പൊ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് 10⁻⁴ 3.2 ചെയ്തു നോക്കാം. ഇതോ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. നെക്സ്റ്റ് വൺ ചെയ്താലോ. A bar magnet is demagnetized by inserting inside a solenoid of length 0.2 meter, 100 turns, carrying a current 5.2. Coercivity of the material. എടാ കോഴ്സിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Ni ആണ്. ഒരു സോളിനോയിഡിനകത്ത് ഒരു പാരാമാഗ്നറ്റ് വെച്ച് ഡിമാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ അതിന്റെ കോഴ്സിവിറ്റി ഈസ് ഈക്വൽ ടു സ്മോൾ Ni. എടാ ഈ N നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പൊ അതിനെ N/L എന്ന് എഴുതാം ഇൻറ്റു I. ഇനി സോളിനോയിഡിനകത്തെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് 100 ആണ്. എടാ സോളിനോഡിന്റെ ടോട്ടൽ ലെങ്ത് 0.2 മീറ്റർ ആണ്. സോളിനോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്ന് പറയുന്നത് 5.2 ആംപിയർ ആണ്. ഇങ്ങനെ കിട്ടി. 100/0.2 എന്ന് പറഞ്ഞാൽ 500 ഇൻറ്റു 5.2. ആൻസർ 2600 ആംപിയർ പെർ മീറ്റർ ആയിരിക്കും. അപ്പൊ ഓർക്കണം, കോഴ്സിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ കോഴ്സിവിറ്റി ഈസ് ഈക്വൽ ടു Ni. ഈ ഒരു റിലേഷൻ സിമ്പിൾ ചാപ്റ്റർ ആണ്. ജസ്റ്റ് തിയറി വായിച്ചാൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഒക്കെ കിട്ടും കേട്ടോ. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റും. എടാ അടുത്ത ക്വസ്റ്റ്യൻ. A small bar magnet is placed with its axis at 30 degree with the external magnetic field of 0.006 Tesla. Experience a torque 0.018 Newton meter. Minimum work required to rotate it from stable to unstable equilibrium position. എടാ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ MB cos θ1 minus cos θ2 ആണ്. സ്റ്റേബിൾ ടു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് θ1 0 ആകുമ്പോഴാണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം വരുന്നത് θ1 θ2 180 ആകുമ്പോഴാണ്, ആംഗിൾ 180 ആകുമ്പോഴാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, MB ഇൻറ്റു ഇനീഷ്യലി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്, അപ്പൊ cos 0 മൈനസ് അവിടുന്ന് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് കൊണ്ടുപോകുന്നത് cos 180. എടാ cos 0 മൈനസ് cos 180 എന്ന് പറഞ്ഞാൽ 2 ആണ്. Therefore this is equal to 2MB ഇങ്ങനെ എഴുതാം. ഇനി M വേണം B യും വേണം അല്ലേ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ടോർക്ക് തന്നിട്ടുണ്ട്, ടോ ഈക്വൽ ടു MB sin θ ആണ് നമുക്കറിയാം. എടാ ഇവിടുത്തെ ടോർക്ക് 0.018 ആണ്, അതായത് 18 into 10⁻³ ആണ്. M അറിയില്ല, B തന്നിട്ടുണ്ട്, ഞാൻ B തന്നെ കൊടുത്തു.
സൈൻ തീറ്റ ഇത് 60 ആയതുകൊണ്ട് 1/2 എന്ന് എഴുതി. എടാ അവിടുന്ന് എം ബി ഇതൊന്നിച്ച് എഴുതാം നമുക്ക്. എം ബി ഇസ് ഈക്വൽ ടു 36 ഇൻറ്റു 10⁻³ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 ഇൻറ്റു 36 ഇൻറ്റു 10⁻³ വിച്ച് ഇസ് ഈക്വൽ ടു 72 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ 7.2 ഇൻറ്റു 10⁻². ഏത് ഓപ്ഷനാണ്? സി ഓപ്ഷൻ. 7.2 ഇൻറ്റു 10⁻². ഇതായിരിക്കും ഇതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിസൺ. A magnetic moment associated with two closely wound circular coil A and B of radius RA equal to 10 cm and RB is equal to 20 cm respectively are equal. അപ്പോൾ രണ്ട് സർക്കുലർ കോയിലിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ഈക്വൽ ആണ്, which means A ന്റെ മാഗ്നറ്റിക് മൊമെന്റ് is equal to B ന്റെ മാഗ്നറ്റിക് മൊമെന്റ്. Where NA are number of turns and current in A and B respectively. അപ്പോൾ നമുക്ക് എം എ എങ്ങനെ എഴുതാറിയോ? ആക്ച്വലി NA മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ NIA ആണ്. അപ്പോൾ എം എനെ NA ഇതിലുള്ള എയിലുള്ള നമ്പർ ഓഫ് ടേൺസ്, എയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഇൻറ്റു അതിന്റെ ഏരിയ പൈ ഇൻറ്റു RA² ഈക്വൽ ടു NB IB അതിന്റെ ഏരിയ പൈ ഇൻറ്റു RB². പൈയും ക്യാൻസൽ ചെയ്തു. RA 10 ആണ്, RB 20 ആണ്. ഒരു കാര്യം ചെയ്യാം, NA IA 10ന്റെ സ്ക്വയർ 10 ഇൻറ്റു 10, NB IB 20ന്റെ സ്ക്വയർ 20 ഇൻറ്റു 20. ഇതൊക്കെ പോയി. അപ്പൊ 2. ഇപ്പൊ നമുക്ക് NA IA ഈക്വൽ ടു 4 ഇൻറ്റു NB IB. ഓക്കെ, NA IA is equal to 4 into NB IB. ഇതാണ് ഇക്വേഷൻ. ഓക്കെ. എടാ അടുത്ത ക്വസ്റ്റ്യൻ. Given below are two statements. Diamagnetic property depends on temperature. തെറ്റാണ്. Diamagnetic property temperature ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Induced magnetic dipole moment in a diamagnetic sample is always opposite to the magnetizing field. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വീക്ക്ലി റിപ്പൽഡ് ആയിട്ടുള്ള സാധനമാണ്, റിവേഴ്സ് മാഗ്നറ്റൈസേഷൻ ആണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് മൊമെന്റ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് ശരിയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റും സ്റ്റേറ്റ്മെന്റ് 2 ശരിയും. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ഓക്കെടാ. ഓക്കെ. നെക്സ്റ്റ് വൺ. A wire of length 314 centimeter carrying a current 14 ampere is bent in the form of a circle. Magnetic moment of the coil is. എടാ ഒരു സർക്കിളിന് സർക്കുലർ ഷേപ്പിലോട്ട് ഒരു വയറിനെ ബെൻഡ് ചെയ്തു, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I ഇൻറ്റു πr² ഇങ്ങനെ എഴുതാം. പക്ഷെ റേഡിയസ് തന്നില്ല, ആ വയറിന്റെ ലെങ്ത് ആണ് തന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം 2πr ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിന് റേഡിയസ് r is equal to L/2π ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I ഇൻറ്റു പൈ ഇൻറ്റു L² ഡിവൈഡ് ബൈ 4π². ഇതും ക്യാൻസൽ ചെയ്തു. ഇവിടെ നിന്നാ മാഗ്നറ്റിക് മൊമെന്റ് is equal to IL² ഡിവൈഡ് ബൈ 4π എന്ന് കിട്ടി. IL² ഡിവൈഡ് ബൈ 4π. എടാ ഇനി സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് I എത്രയാണ്? വേഗം പറഞ്ഞോ. 14 ആംപിയർ. സർക്യൂട്ടിന്റെ ലെങ്ത് 314 സെന്റിമീറ്റർ. ഞാനൊരു കാര്യം ചെയ്തു, അതിനെ 314 ഇൻറ്റു 10⁻² മീറ്റർ, വിച്ച് മീൻസ് 3.14 ഇൻറ്റു 3.14 ഡിവൈഡ് ബൈ 4π. ശരിയല്ലേ? IL² ഡിവൈഡ് ബൈ 4 IL² ഡിവൈഡ് ബൈ 4π അല്ലേ? ഈ പൈയും ക്യാൻസൽ ചെയ്തു. ബാക്കി കിട്ടുന്ന ആളുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ആൻസർ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അതായിരിക്കും ആൻസർ കേട്ടോ. ഓക്കെടാ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാത്സ് ആൻഡ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, ഈസി ആയിട്ട് നമുക്ക് ആൻസറിൽ എത്താവുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. കൂടുതലൊന്നും ഇതിൽ പറയാനില്ല. എടാ ഇനി നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ. ഇനി നമുക്ക് നമ്മൾ അടുത്ത ചാപ്റ്റർ കിടക്കാം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ.
എടാ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാൽ അത്യാവശ്യം കുറച്ചൊന്ന് ആലോചിക്കേണ്ട ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടെന്ന് എനിക്കറിയാം. എടാ ഇതില് അല്ലെ ഫ്ലക്സിൽ വേരിയേഷൻ വരുത്തിയിട്ട് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കുന്ന ഫിനോമിനൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എടാ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ φ = BA cos θ അല്ലെങ്കിൽ NBA cos θ ആണ്. ഈ ഫ്ലക്സിൽ വേരിയേഷൻ വന്നാൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഈ ഫിനോമിനൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, നോക്ക്. അപ്പൊ നിങ്ങൾക്ക് ഫ്ലക്സിൽ വേരിയേഷൻ വരുത്തണമെങ്കിൽ 3 വഴികളാണുള്ളത്. അതിലൊന്ന് മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻ വരുത്തുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കാൻ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ചോദിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഫസ്റ്റത്തെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ബൈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ബൈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻ വരുത്തിയിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവാം. രണ്ടാമത്തെ ഒരു കേസാണ് ബൈ ചേഞ്ചിങ് ഏരിയ. ഏരിയയിൽ വേരിയേഷൻ വരുത്തിയിട്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കാം. മോഷണൽ EMF നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എടാ മൂന്നാമത്തെ മെത്തേഡാണ്, ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻ വരുന്നു, ഏരിയയിൽ വേരിയേഷൻ വന്നു. മൂന്നാമത്തെ മെത്തേഡാണ് ആംഗിളിൽ വേരിയേഷൻ വരുത്തിയിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കാം. അപ്പൊ മൂന്നാമത്തെ ഒരു മെത്തേഡ് ബൈ ചേഞ്ചിങ് ആംഗിൾ. ആംഗിളിൽ വേരിയേഷൻ വരുത്തിയിട്ടും ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. ബൈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്, ബൈ ചേഞ്ചിങ് ഏരിയ, ബൈ ചേഞ്ചിങ് ആംഗിൾ. ഓക്കെ എടാ, അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. എസ്പെഷ്യലി എനിക്ക് ഇതിൽ നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ലിസൺ, ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളെ കയ്യിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ക്രോസ് ഫീൽഡ് ആയിട്ടാണ് ഞാനത് റെപ്രസെന്റ് ചെയ്തത്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നിങ്ങൾ L ലെങ്ത് ഉള്ള ഒരു റോഡ് ഇങ്ങനെ വെച്ചു. ദാ ഈ കാണുന്നതാണ് നമ്മളെ റോഡ് എന്ന് വിചാരിച്ചോ. ഈ റോഡിന്റെ ഈ ഭാഗം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എടാ ഈ റോഡ് ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ ഇങ്ങനെ കറക്കുകയെന്ന് വിചാരിക്കുക. ഈ റോഡിനെ ക്രോസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ½ BL² അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ ശരിക്കും കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഇനി തിയറി സെക്ഷൻക്കൊന്നും അങ്ങനെ കിടക്കുന്നില്ല, ഞാൻ ഒരു ഓവറോൾ വ്യൂ തന്നു മാത്രം. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് കിടക്കുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എടാ ശരിക്കും ക്വസ്റ്റ്യൻ വായിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, പലതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാലോ. A coil is placed in a magnetic field such that plane of the coil is perpendicular to magnetic field. Plane of the coil is perpendicular to magnetic field. എടാ അപ്പോൾ ഒരു കാര്യം പറയാണ്ട് നിങ്ങളടുത്ത്, നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ BA cos θ എന്ന് എഴുതി. ഇതിനെ നമ്മൾ B.A എന്ന് എഴുതാറില്ലേ? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തീറ്റ മാഗ്നറ്റിക് ഫീൽഡും ഏരിയൽ വെക്ടറിനും ഇടയിലുള്ള ആംഗിളാണ്. മാഗ്നറ്റിക് ഫീൽഡും ഏരിയൽ വെക്ടറിനും ഇടയിലുള്ള ആംഗിളാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ക്രോസ് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും പെർപെൻഡിക്കുലർ ആണ്, ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് അല്ലേ. ഇതിനകത്ത് ഞാനൊരു സർക്കുലർ ലൂപ്പ് വെച്ചു. എടാ ഇതിന്റെ ഏരിയൽ വെക്ടറും ഇതിന് പെർപെൻഡിക്കുലർ. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ ഇതിന്റെ ഏരിയൽ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡും ഇടയിലുള്ള ആംഗിൾ 0 ആണ്. അതുകൊണ്ട് ഈ കേസിൽ φ = BA cos 0 അല്ലെങ്കിൽ BA മതി. ഇതിനെ നമ്മൾ എന്താ പറയാറ്? ഇത് നമ്മൾ പറയുന്നത് ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആയിട്ടാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ ഈ സർക്കുലർ കോയിലിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഫോർ എക്സാമ്പിൾ ഈ സർക്കുലർ കോയിലിന്റെ പ്ലെയിന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് XY പ്ലെയിനിലാണ് ഈ സർക്കുലർ കോയിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ സംശയമില്ലല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് കിടക്കുന്നത് Z-ലാണ്. അപ്പൊ നോക്ക്, സർക്കുലർ കോയിലിന്റെ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും ഇടയിലുള്ള ആംഗിൾ 0 ആണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് കോയിൽ നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയൽ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡും സോറി ഇവിടെ സർക്കുലർ കോയിലിന്റെ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയൽ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡും ഇടയിലുള്ള ആംഗിൾ 0 ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് BA ആണ്. എടാ ഇനി വേറൊരു കേസ് പറയാം. ഇപ്പോ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വിചാരിക്കാം, X ആക്സിൽ. ഇതിനകത്ത് ഞാനൊരു സർക്കുലർ കോയിൽ വെച്ചു, ഇങ്ങനെ വെച്ചു. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, മാഗ്നറ്റിക് ഫീൽഡ് X-ലാണ്, അതേ പ്ലെയിനിലാണ് സർക്കുലർ കോയിലും കൊടുക്കുന്നത്, അല്ലെങ്കിൽ സർക്കുലർ കോയിൽ XY പ്ലെയിനിലാണ്. ഇപ്പോ മാഗ്നറ്റിക് ഫീൽഡിനും പ്ലെയിൻ ഓഫ് കോയിലിനും ഇടയിലുള്ള ആംഗിൾ 0, ശരിയല്ലേ? എന്നാൽ ഇതിന്റെ ഏരിയൽ വെക്ടർ Z-ലാണ് ഉണ്ടാവുക, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏരിയൽ വെക്ടർ ഉണ്ടാവുക. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡും ഏരിയൽ വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ 90 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ഫ്ലക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു ആംഗിളിനെ കുറിച്ച് ഒരു ധാരണ ഈ ചാപ്റ്ററിൽ കൃത്യമായിട്ട് എല്ലാവർക്കും വേണം കേട്ടോ. എടാ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
A coil is placed in a magnetic field such that plane of coil is perpendicular to magnetic field. Plane of coil is perpendicular to the direction of magnetic field. എന്ന് പറഞ്ഞാൽ aerial vector is parallel to magnetic field. Angle between magnetic field and aerial vector is equal to 0. Flux is equal to BA. Magnetic flux through the coil can be changed. എങ്ങനെയൊക്കെയാണ് magnetic flux ചേഞ്ച് ചെയ്യുക? By changing magnitude of the magnetic field within the coil. ഇത് നമ്മൾ പറഞ്ഞതാണ്. Magnetic field variation വരുത്തിയാണ് magnetic flux variation വരുത്താം. By changing area of the coil within the magnetic field, area variation വരുത്താം. By changing angle between the direction of magnetic field and the plane of coil, angle variation വരുത്താം. By reversing the magnetic field direction abruptly without changing the magnitude. Okay ഡാ? ഇനി നമുക്ക് ഏതാണ് ആൻസർ എന്ന് ചോദിച്ചു. ഇതിനകത്ത് നല്ല ആൻസർ എയും ബിയും സിയും ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ബി ഓപ്ഷൻ ആയിരിക്കും. എ, ബി ആൻഡ് സി. ഓക്കെ, ഇതാണ് കേസ് കേട്ടോ. എടാ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. ലിസൺ, ശ്രദ്ധിക്കും. സ്റ്റാർട്ട് ചെയ്യാം. An insulated copper wire 100 turns. അപ്പോൾ ഇത് നമ്പർ ഓഫ് ടേൺസ് ആണ്. n equal to 100. Is wrapped around a wooden cylindrical core of cross-sectional area 24 centimeter square. ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 24 centimeter square. Two ends of the wire are connected to a resistor. Total resistance of the circuit is 12 ohm. സർക്യൂട്ടിലുള്ള total resistance 12 ohm ആണ്. If an externally applied uniform magnetic field in the core along its axis changes from 1.5 Tesla to in one direction to the 1.5 Tesla in opposite direction. അപ്പോൾ ഇത് B1 ആണ് 1.5 Tesla, B2 1.5 Tesla in opposite direction. അവിടെ നിൽക്കട്ടെ. Charge flowing through the point in the circuit during the changes of magnetic field will be dash millicoulomb. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ചാർജ് ഫ്ലോയിങ് ത്രൂ ദി ചാർജ് ആണ് കണ്ടുപിടിക്കുന്നത്, ഇൻഡ്യൂസ്ഡ് ചാർജ്. അപ്പൊ നോക്കണം, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോ ഇൻഡ്യൂസ്ഡ് കറന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇൻഡ്യൂസ്ഡ് EMF d∅ ഡിവൈഡ് ബൈ dt. ഈ ഇൻഡ്യൂസ്ഡ് EMF ഞാൻ IR എന്ന് കൊടുത്തു. V equal to IR ആണ്, which is equal to d∅ by dt. എടാ ഇത് I എന്ന് പറയുന്നത് d∅ ഡിവൈഡ് ബൈ dt. I എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് കറന്റ് ആണ്. ഞാൻ ആ ഇൻഡ്യൂസ്ഡ് കറന്റിനെ dq ഡിവൈഡ് ബൈ dt എന്ന് കൊടുത്തു. ഈ dq ആണ് ഇൻഡ്യൂസ്ഡ് ചാർജ് ഇൻറ്റു R is equal to d∅ ഡിവൈഡ് ബൈ dt. ക്ലിയർ ആണല്ലോ? ഈ dt-ന്റെ ടേം ക്യാൻസൽ ചെയ്തു. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇൻഡ്യൂസ്ഡ് ചാർജ് dq is equal to d∅ ഡിവൈഡ് ബൈ R. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ലിസൺ, ശരിക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻഡ്യൂസ്ഡ് ചാർജ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ചേഞ്ച് ഇൻ ഫ്ലക്സ്, ഇത് മറക്കരുത്. ഇൻഡ്യൂസ്ഡ് ചാർജ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പൊ ഇവിടെ നിങ്ങളടുത്ത് ഇൻഡ്യൂസ്ഡ് ചാർജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലിസൺ, നമുക്ക് കാര്യം ചെയ്യാം, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഇൻഡ്യൂസ്ഡ് ചാർജിനെ Q എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ dq എങ്ങനെ വേണമെങ്കിലും എഴുതാം. ചേഞ്ച് ഇൻ ഫ്ലക്സിന് ഞാൻ ∅2 - ∅1 എന്ന് എഴുതാം. ∅2 - ∅1 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇങ്ങനെ കൊടുത്തു. എടാ ശരിക്കും ∅2 എന്ന് പറയുന്നത് B2A ആണ്. നമ്പർ ഓഫ് ടേൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ NB2A മാഗ്നറ്റിക് ഫീൽഡിലാണ് മാറ്റം വരുന്നത്, മൈനസ് NB1A ഡിവൈഡ് ബൈ R എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ? എടാ ഇതിനകത്ത് NA ഒരു കോമൺ ടേം ആണ്, അത് ഞാൻ ഔട്ട് സൈഡ് കൊടുത്തു. B2 - B1 ഡിവൈഡ് ബൈ R ഇങ്ങനെ കിട്ടി. നമ്പർ ഓഫ് ടേൺസ് 100 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 100 ഇൻറ്റു ഏരിയ ഓഫ് ദി കോയിൽ 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 10⁻⁻⁴ സെന്റിമീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ മാറ്റി. B2 - BA, എടാ B2 1.5 ആണെങ്കിൽ മൈനസ് BA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ B2 1.5 ആണെങ്കിൽ B1 അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതുകൊണ്ട് നമുക്ക് അതിനെ -1.5 എന്ന് വിളിക്കാം. അപ്പൊ 1.5 മൈനസ് -1.5 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസിന്റെ വാല്യൂ. എത്രയുടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ വരുന്നത്? 12. ശരിയല്ലേ? ഇപ്പൊ നോക്ക്, ഇതും ക്യാൻസൽ ചെയ്ത് പോയാൽ ഇവിടെ നമുക്ക് 2 എന്ന് കിട്ടും. ഈ 100ഉം 10⁻⁻⁴ കൂടെ ചേർന്നാൽ 10⁻⁻2 ആണ്. 1.5 + 1.5 എന്ന് പറഞ്ഞാൽ 3 ആണ്. ആ 3ഉം 2ഉം കൂടെ ചേർന്നാൽ 6 ആണ്.
അപ്പോൾ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് ലിസൺ, ദിസ് ഇസ് ഈക്വൽ ടു 6 into 10 raised to -2. എത്ര മില്ലി കൂളമാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇങ്ങനെ എഴുതാം 60 into 10 raised to -3 കൂളം, ഓർ വി ക്യാൻ റൈറ്റ് 60 മില്ലി കൂളം. ആൻസർ വരുന്നത് 60 മില്ലി കൂളമാണ്. ഒന്ന് നോക്ക്, ചെയ്ത് നോക്കടാ, ഈസി ആയിട്ട് ചെയ്തുകൂടെ നമുക്ക്. 60 മില്ലി കൂളമാണ്. ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് ചാർജിന്റെ ഇക്വേഷൻ ഒക്കെ അറിയാൻ കേട്ടോ. 60 മില്ലി കൂളമാണ് ആൻസർ വരിക. ഒന്ന് അനലൈസ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെടാ, ജസ്റ്റ് മിനിറ്റ്. ഇതിൽ കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു അല്ലേ? കമന്റ് ബോക്സ് ഒക്കെ നോക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിക്കേ. പെട്ടെന്ന് ചെയ്യ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വേഗം ഒന്ന് ചെയ്യേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആ ക്വസ്റ്റ്യന്റെ പേജ് അല്ലായിരുന്നു അല്ലേ? സോറിടാ. ഓക്കെ. Next one. Magnetic flux through a coil perpendicular to its plane, varying according to the relation phi is equal to 5t³ plus 4t² plus 2t minus 5 Weber. If the resistance of the coil is 5 ohm, അപ്പോൾ resistance ആണ് 5 ohm എന്ന് പറയുന്നത്, then induced current through the coil at t is equal to 2 seconds will be. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 2022 ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എടാ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കിട്ടണമെങ്കിൽ സിംപ്ലി നമുക്ക് d∅ ഡിവൈഡ് ബൈ dt ചെയ്താൽ മതി. എടാ, ഇതൊന്നൊരു കാര്യം ചെയ്യാൻ പറ്റും. d/dt ഓഫ് ഫൈക്ക് പകരം 5t³ പ്ലസ് 4t² പ്ലസ് 2t മൈനസ് 5. എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാമെന്ന് എനിക്കറിയാം. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് 5t³ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 15t², 4t² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 8t, 2t ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF when t equal to 2 second. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? 15 into 2² എന്ന് പറഞ്ഞാൽ 60 ആണ് അല്ലെ? പ്ലസ് 8 into 2 പ്ലസ് 2. എടാ, ഇത് ചെയ്യുമ്പോൾ 60 പ്ലസ് 16 പ്ലസ് 2, 15 into 2² 60 പ്ലസ് 16, അപ്പൊ 76. അതായത് 78 വോൾട്ട് ആണ് ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF. പക്ഷെ നമ്മുടെ ഒരിക്കലും ഇൻഡ്യൂസ്ഡ് EMF അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇൻഡ്യൂസ്ഡ് കറന്റ് ആണ്. ഇൻഡ്യൂസ്ഡ് കറന്റ് കിട്ടണമെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഇങ്ങനെ കൊടുക്കാം. ഇൻഡ്യൂസ്ഡ് EMF 78 വോൾട്ട് ആണ്, ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 5 ആണ്. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 156 ഡിവൈഡ് ബൈ 10, ദാറ്റ് ഇസ് 15.6 ആംപിയർ. 15.6 ആംപിയർ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെടാ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലെ? എടാ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻക്ക് വേഗം കിടക്കാം. ലിസൺ. A conducting circular loop is placed in XY plane in presence of magnetic field 3t³ J plus 3t² K in SI unit. If the radius of the loop is 1 meter, the radius ആണ്. Induced EMF in the loop at t equal to 2 second is n pi volt. വാല്യൂ ഓഫ് n. എടാ, ഇവിടെയും ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലെ? പിന്നെ റേഡിയസ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, അവിടെ തന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് is equal to 3t³ J പ്ലസ് 3t² K ആണ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. എടാ, ഫ്ലക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് ഇൻഡ്യൂസ്ഡ് EMF കിട്ടുക. നമുക്കറിയാലോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് d∅ ഡിവൈഡഡ് ബൈ dt ആണ്. നമുക്ക് അറിയുന്ന കാര്യം. അപ്പൊ ഇതൊന്ന് ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മാത്രം പോരാ, പകരം ഏരിയയും കൂടെ വേണം അല്ലെ? ഇവിടുത്തെ ഏരിയ ഏത് ഷേപ്പാ? സർക്കുലർ ഷേപ്പാണ്. അതുകൊണ്ട് ഏരിയ എന്ന് പറയുന്നത് πr². എടാ, പൈ അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. r റേഡിയസ് 1 മീറ്റർ ആണ്. അപ്പൊ 1², therefore π m² ആണ് ഇവിടുത്തെ ഏരിയ. ഏരിയ ഒരു വെക്ടർ ആണ്, നമുക്കറിയാം. നമ്മൾ ഏരിയ വെക്ടർ എന്നാണ് വിളിക്കുക അല്ലെ? നോക്ക്, ഈ സർക്കുലാർ ലൂപ്പ് കിടക്കുന്നത് XY പ്ലെയിനിലാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സർക്കുലാർ ലൂപ്പ് XY പ്ലെയിനിലാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് അവിടുത്തെ ഏരിയൽ വെക്ടർ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ z ആക്സിലായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഏരിയ വെക്ടർ എഴുതുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം π k എന്നാണ് എഴുതേണ്ടത്. π k. ശരിയായോ? ഇപ്പൊ നമ്മളെ കയ്യിൽ മാഗ്നറ്റിക് ഫീൽഡുമായി ഏരിയ വെക്ടറുമായി.
ഇവിടുന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടണമെങ്കിൽ നമുക്കറിയാം ബി വെക്ടർ ഡോട്ട് എ വെക്ടർ. ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. എടാ ഇവിടുത്തെ ബി വെക്ടർ എന്ന് പറയുന്നത് 3t³ ജെ ക്യാപ്പ് പ്ലസ് 3t² കെ ക്യാപ്പ്. അപ്പൊ 3t³ ജെ ക്യാപ്പ് പ്ലസ് 3t² കെ ക്യാപ്പ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡോട്ട്. ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ പൈ കെ ക്യാപ്പ്, പൈ കെ ക്യാപ്പ്. എടാ ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ജെ ഡോട്ട് കെ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഫസ്റ്റ് ടേം വേണ്ട. കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇവിടുന്ന് ഫ്ലക്സ് നമുക്ക് കൃത്യമായിട്ട് കിട്ടി 3t² പൈ, അല്ലെങ്കിൽ ഫ്ലക്സ് is equal to 3πt². അങ്ങനെ ആദ്യം നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിക്കണം. ആ വന്ന റൂട്ട് ശരിക്കറിയാലോ, ഫീൽഡ് തന്നിട്ടുണ്ട്, ഏരിയ കണ്ടുപിടിച്ചു, ഏരിയ വെക്ടർ ഐഡന്റിഫൈ ചെയ്തു, ബി ഡോട്ട് എ കാൽക്കുലേറ്റ്. ഇനിയുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കിട്ടണമെങ്കിൽ വി ക്യാൻ റൈറ്റ് d∅ ഡിവൈഡഡ് ബൈ dt. ശരിയല്ലേ? which is equal to d/dt of 3πt². ഇങ്ങനെ വരും. എടാ അതിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF is equal to 3π ഒരു കോൺസ്റ്റന്റ് ആണ്. d/dt of t² എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് 2t ആണ്, നമുക്കറിയാതെ. therefore 6πt. ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഇനി ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻക്ക് പോവുകയാണ്, ഏത് സമയത്ത് ഇൻഡ്യൂസ്ഡ് EMF വേണ്ടത്? t2 സെക്കൻഡ് ആവുമ്പോൾ. അപ്പോ ഇനി എഴുതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF when t equal to 2 എന്ന് പറഞ്ഞാൽ 6π into 2 which is equal to 12π. ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഈ 12πനെയാണ് അവർ nπ എന്ന് വിളിച്ചത്. 12π ഈക്വൽ ടു nπ ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ n-ന്റെ വാല്യൂ 12 ആയിരിക്കും. ശരിയല്ലേ? n ഈക്വൽ ടു 12. n ഈക്വൽ ടു 12. ഓക്കെടാ? സോറി n ഈക്വൽ ടു 12. നമുക്ക് ഇവിടെ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എടാ അടുത്ത ക്വസ്റ്റ്യൻ, ശ്രദ്ധയോടെ ക്വസ്റ്റ്യൻ വായിക്കണം കേട്ടോ, എന്നാലേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ഓഫ് റെസിസ്റ്റൻസ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ എല്ലാ വെറൈറ്റിയും ഉൾപ്പെടുത്തിയത് കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ഓഫ് റെസിസ്റ്റൻസ് 20 ohm varies with time as phi is equal to 8t² minus 9t plus 5. Magnitude of induced current when t equal to 0.5 second minus 9. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 4 minus 9 എന്ന് പറഞ്ഞാൽ -5 വോൾട്ട് ആണ്. അതിന്റെ ആവശ്യമില്ല, -5 വോൾട്ട് അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മളെ പ്രശ്നം എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്, which is equal to 5 വോൾട്ട്. നമുക്ക് കിട്ടി. എടാ ഇനി നമുക്ക് ഇൻഡ്യൂസ്ഡ് കറന്റ് ആണ്. V ഈക്വൽ ടു IR അല്ലേ? IR അല്ലെങ്കിൽ I is equal to V/R. ഓക്കെ, ഇൻഡ്യൂസ്ഡ് കറന്റ് is equal to ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഇൻഡ്യൂസ്ഡ് EMF 5 ആണ്, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 20 ആണ്. ഓക്കെടാ? അപ്പൊ നിങ്ങൾ ശരിക്ക് ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. I is equal to 5/20. 5/20 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. 5/20 0.25 ആണ് ഇത്രയും ആംപിയർ. ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ പറയുക, ഞാനിത് ഉൾപ്പെടുത്താൻ കാരണം നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെ കൊണ്ടുപോയിട്ട് 0.25 എന്ന് എഴുതി വെക്കും. ഓക്കെ, ഇനി കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും മില്ലി ആംപിയർക്ക് മാറ്റുമ്പോൾ ദിസ് ഇസ് നത്തിങ് ബട്ട് 250 മില്ലി ആംപിയർ. ശരിയല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് 250 ആണ്. അത് മനസ്സിലാക്കി വെക്കുക. 250 മില്ലി ആംപിയർ, 250 ആൻസർ കേട്ടോ. എടാ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേൾക്കാം. ലിസൺ. At time t equal to 0, magnetic field 1000 Gauss is passed perpendicularly through the area defined by the closed loop as shown in the figure. എടാ ഈ ക്ലോസ്ഡ് ലൂപ്പിലൂടെ ഇനീഷ്യലി 1000 Gauss മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ഇതാ ഞാൻ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 1000 Gauss ആണെന്ന് വിചാരിക്കും. ഇതിലൂടെ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് 1000 Gauss ആണ്. ഓക്കെ, if the magnetic field reduces linearly 500 Gauss, ആ മാഗ്നറ്റിക് ഫീൽഡ് 500 Gauss ആയിട്ട് കുറഞ്ഞു. ഇത് നെക്സ്റ്റ് 5 സെക്കൻഡ് 5 സെക്കൻഡ് കൊണ്ട് then induced EMF വളരെ സിമ്പിൾ ആണ്. induced EMF കിട്ടണമെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്, ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡ് ബൈ ടൈം ആണ് അല്ലേ? നമുക്ക് ഇവിടുത്തെ induced EMF കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത്തരം പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് അല്ല, ആവറേജ് induced EMF ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. induced EMF is equal to
ഡെൽറ്റ ഫൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇങ്ങനെ എഴുതാം. ഡെൽറ്റ ഫൈ എന്ന് പറഞ്ഞാൽ ഫൈ ടു മൈനസ് ഫൈ വൺ ആണ് ഡിവൈഡഡ് ബൈ അതിനെടുക്കുന്ന സമയം ടി. എടാ ഇനി ഫൈ ടു എന്ന് പറയുന്നത് ലിസൺ നമ്പർ ഓഫ് ടേൺസ് പറഞ്ഞിട്ടില്ല, ക്വസ്റ്റിൽ നമ്പർ ഓഫ് ടേൺസ് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ബി ടു എ മൈനസ് ബി വൺ എ ഡിവൈഡഡ് ബൈ ടി ഇങ്ങനെ ചെയ്തൂടെ? അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കടാ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ടു മൈനസ് ബി വൺ ഡിവൈഡഡ് ബൈ എ. നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് വേണ്ടത് കേട്ടോ. നമുക്ക് ഏരിയ എത്രയെന്ന് എനിക്കറിയില്ല, അതൊരു പ്രശ്നം. ഇതിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കണം. ബി ടു മൈനസ് ബി വൺ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് 500 ഗോസ് ആണ് അല്ലെ. ഒരു സ്ഥലത്ത് 1000 ഒരു സ്ഥലത്ത് 500. അപ്പൊ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 500 ഗോസ് ആണ്. ടൈം 5 സെക്കൻഡ് കൂടെ. ഏരിയ കണ്ടുപിടിച്ചാൽ എനിക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാലോ. എടാ ഇതൊരു റെക്ടാങ്കിൾ ആണെങ്കിൽ ഞാൻ ഈ ഏരിയ കണ്ടുപിടിക്കും. അപ്പൊ ഞാൻ ആദ്യം ഇയാളെ റെക്ടാങ്കിൾ ആക്കി മാറ്റാൻ പോവാണ്. ഇതാ ഇവിടെ ഇങ്ങനെ വരച്ചു, ഇവിടെ ആൾറെഡി ഒരു വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. ഇനി ഞാൻ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കും. അതിനുശേഷം അതിന്ന് ഈ സെക്ഷന്റെ ഏരിയയും ഈ സെക്ഷന്റെ ഏരിയയും ആണ് മൈനസ്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇനി ആദ്യത്തെ ചോദ്യം, ഞാൻ ഈ റെക്ടാങ്കിളിന്റെ ഏരിയനെ A1 എന്ന് വിളിച്ചു. അതെന്താന്ന് ചോദിച്ചു. ഒരു സംശയമല്ല, 16 × 4 അതായത് 64 സെന്റിമീറ്റർ സ്ക്വയർ ആണ് റെക്ടാങ്കിളിന്റെ ഏരിയ. ഓക്കേടാ. ഇനി ബ്ലൂ കളറിൽ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ അതൊരു ട്രയാങ്കുലർ ഷേപ്പ്. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ്. ഇവിടെ അത്തരത്തിലുള്ള രണ്ട് ട്രയാങ്കിൾ ഉള്ളതുകൊണ്ട് 2 × ഹാഫ് ബി എച്ച് 2 × ഹാഫ് ബി എച്ച്. അപ്പൊ 2 × ഹാഫ് × ബി. എടാ ഇവിടുത്തെ ബേസ് എത്രയാന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്രയാ? ദാ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദാ ഈ കാണുന്നത് അത് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ 4 ഇൻറ്റു ഹൈറ്റും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 2 × 2. എടാ ഇത് ക്യാൻസൽ ചെയ്ത് പോയാൽ ദിസ് ഇസ് നത്തിങ് ബട്ട് 8 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ശരിയാണല്ലോ. അപ്പോ ഇവിടുത്തെ ഏരിയയിലുള്ള, അതായത് ഇപ്പോ നമുക്ക് മുഴുവൻ റെക്ടാങ്കിളിന്റെ ഏരിയ കിട്ടി, മുറിച്ചിട്ട പോർഷന്റെയും ഏരിയ കിട്ടി. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി A1 മൈനസ് A2 ആണ് അല്ലെ, which is equal to 64 മൈനസ് 8 which is equal to 56 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ ഏരിയ. അതായത് 56 × 10⁻⁻⁴ മീറ്റർ സ്ക്വയർ. ഇതാണടാ ആ ഫീൽഡ് പാസ് ചെയ്യുന്ന റീജിയന്റെ ഏരിയ. ഞാൻ പ്രോബ്ലം ചെയ്യാനും വേണ്ടി അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 56 × 10⁻⁻⁴. മാഗ്നറ്റിക് ഫീൽഡിലുള്ള വേരിയേഷൻ 1500 ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇൻറ്റു 500 ഗോസ് 1 ഗോസ് is equal to 10⁻⁴ ടെസ്ല. അപ്പോ 1 ഗോസ് is equal to 1 ടെസ്ല is equal to 10⁻⁴ ഗോസ്. 1 ഗോസ് is equal to 10⁻⁻⁴ ടെസ്ല. 500 × 10⁻⁴ ഡിവൈഡഡ് ബൈ സോറി ഇത് ടൈം ആണ് അല്ലെ. ടൈം 5 സെക്കൻഡ് ആണ്. 5 സെക്കൻഡ് ശരിയല്ലേ? എടാ ഈ 5ഉം ഈ 5ഉം പോയി. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 56 × 10⁻⁻6 വോൾട്ട് ആണ് കിട്ടുക. 56 × 10⁻⁻6 വോൾട്ട് ശരിയല്ലേ? എടാ 56 × 10⁻⁻6 വോൾട്ട് എന്ന് പറഞ്ഞാൽ അത് എത്ര മൈക്രോ വോൾട്ടാണ്? ഞാൻ മനസ്സിലാക്കിയത് ആൻസർ കിടക്കുന്നത് മൈക്രോ വോൾട്ടിലാണ്. Therefore the answer is 56 മൈക്രോ വോൾട്ട്. 56 മൈക്രോ വോൾട്ട്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കടാ. 56 മൈക്രോ വോൾട്ട് ഇതായിരിക്കും ആൻസർ. ശരിയല്ലേ? അപ്പൊ അത് ചെയ്യാൻ അറിയാലോ. അത് ചെയ്യാൻ ശരിക്കും പഠിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇവിടെ തന്നെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an EMF of 0.08 volt is induced in a metal rod of length 10 cm held normal to the uniform magnetic field of 0.4 Tesla when it moves with a velocity. ഓക്കെടാ. അപ്പോ ഒരു മെറ്റൽ റോഡ് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യാൻ an EMF of 0.08 volt is induced in a metal rod of length 10 cm normal to a uniform magnetic field 0.4 Tesla when it moves with a okay. അപ്പൊ നമുക്ക് ഒരു മെറ്റൽ റോഡ് ലിസൺ ഇങ്ങനൊരു മാഗ്നറ്റിക് ഫീൽഡ്, ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു മെറ്റൽ റോഡ് v വെലോസിറ്റി വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ ആകുമ്പോൾ ആ മെറ്റൽ റോഡിന് അക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് BLV, മോഷണൽ EMF. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആ മെറ്റൽ റോഡിന്റെ വെലോസിറ്റിയാണ്.
ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF ഞാൻ മനസ്സിലാക്കിയത് 8 × 10⁻², 0.08. എടാ അവിടെ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 4 × 10⁻1, 0.4 ടെസ്ല. ഈ മെറ്റൽ റോഡിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ ആണ്. അതായത് 10 × 10⁻², which means 10⁻1 into V. ഈ 10⁻²ഉം 10⁻²ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ V = 8/4, അതായത് 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെടാ, ഇതിൽ കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, 2 മീറ്റർ പെർ സെക്കൻഡ്. എടാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. എ സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് 2 സെന്റിമീറ്റർ. അപ്പൊ ഒരു സ്ക്വയർ ലൂപ്പിന്റെ സൈഡ് 2 സെന്റിമീറ്റർ ആണ്. Is placed inside a long solenoid that has 50 turns per centimeter. എടാ ശ്രദ്ധിക്കണം കേട്ടോ, 50 turns ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം, per centimeter. Okay. And carries sinusoidally a varying current of 2.5 ampere and angular velocities, and carries a sinusoidally varying current of amplitude 2.5 ampere and angular frequency 700 radian per second. Central axis of the loop and solenoid core coincide. Amplitude of the induced EMF induced in the loop. Amplitude of the EMF induced in the loop. നമുക്കൊരു കാര്യം ചെയ്യാം, ശ്രദ്ധിച്ചു കേൾക്ക്. നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യണം, എ സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് 2 സെന്റിമീറ്റർ സൈഡ് ഉള്ള ഒരു സ്ക്വയർ ലൂപ്പ്. ഇങ്ങനെ ഒരാളാണെന്ന് വിചാരിച്ചു, കാണുന്നുണ്ടാവും വിചാരിക്കും. പ്ലേസ്ഡ് ഇൻസൈഡ് എ ലോങ് സോളിനോഡ് ദാറ്റ് ഹാസ് എ 50 turns per centimeter. ഇതൊരു സോളിനോഡിനകത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത്. And carries sinusoidally varying current of amplitude 2.5 ampere and angular velocity 700 radian per second. Central axis of the loop coincide. Central axis of the loop and solenoid coincide. Amplitude of induced EMF. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനൊരു സോളിനോഡ് ഇങ്ങനെ വരച്ച് കാണിക്കാം. ഈ കാണുന്നതാണ് സോളിനോഡ് വിചാരിച്ചു. അപ്പോൾ ഈ സോളിനോഡിന്റെ സെൻട്രൽ ആക്സിസ് എന്ന് പറയുന്നത്, ലിസൺ, ഇതാണ് സോളിനോഡിന്റെ ആക്സിസ്. സമ്മതിച്ചല്ലോ? എടാ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കേസ്. ഈ റെക്ടാങ്കുലർ ലൂപ്പ് കിടക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ സെൻട്രൽ ആക്സും ഈ കാണുന്നതാണ്. അപ്പൊ രണ്ടിന്റെ സെൻട്രൽ ആക്സ് കോയിൻസൈഡ് ചെയ്ത് എടുക്കാം അല്ലെ. ഏരിയൽ വെക്ടർ രണ്ടും ശരിക്ക് ഈ സെൻട്രൽ ആക്സിലൂടെയാണ് സോളിനോഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇത് ആക്ച്വലി ഈ റെക്ടാങ്കുലർ കോയിലിന്റെ ഏരിയൽ വെക്ടർ ആണ്. അതിനിടയിൽ ആംഗിൾ 0 ആണ്, നമുക്ക് മനസ്സിലായി. എന്തായാലും നമുക്ക് ഇവിടെ ഒരു സൈനുസോയിഡ്ലി വാരിയിങ് കറന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സോളിനോഡിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് ഞാൻ I is equal to I0 sin omega t എന്ന് എഴുതി. അപ്പൊ കറന്റ് വാരി ചെയ്യണം അല്ലെ. നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. നോക്കി, ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ, d∅/dt ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ ഫൈ കണ്ടുപിടിക്കണം. ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കുക. എടാ ഫൈ കിട്ടണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ, ഇതാണ് ഫൈ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോളിനോഡ് ആണ്. സോളിനോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ μ0 Ni എന്ന് കൊടുത്തു. ഇൻറ്റു ഇനി നമുക്ക് വേണ്ടത് സർക്കുലർ കോയിലിന്റെ ഏരിയ. പക്ഷെ ഒരു പ്രശ്നം വീണ്ടും അവിടെ കിടക്കുന്നുണ്ട്. ഈ I എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് കറന്റ് അല്ല, സൈനുസോയിഡ്ലി വാരിയിങ് കറന്റ് ആണ്. നമുക്ക് അതിന് I0 sin omega t എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടുന്ന് ഫ്ലക്സ് is equal to μ0 N I0 sin omega t into A. ഇനി നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്ക്, ഇതിൽ μ0ക്ക് മാറ്റം വരുന്നില്ല, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്തിന് മാറ്റം വരുന്നില്ല, പകരം ഈ കറന്റ് ആണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഏരിയയും ഒരു കോൺസ്റ്റന്റ് ആണ്. നോക്ക്, ഇത് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കണമെങ്കിൽ ശ്രദ്ധിക്ക്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF is equal to d∅/dt ഇങ്ങനെ എഴുതാം, which is equal to d/dt of, നിങ്ങൾ തൊട്ട് ബാക്കിലുള്ള പേജ് ഒന്നും കൂടെ നോക്കാം, μ0 N I0 sin omega t into A, μ0 N I0 sin omega t into A ഇങ്ങനെ എഴുതി. എടാ അതിൽ കോൺസ്റ്റന്റ് ടേമിനൊക്കെ ഞാൻ പുറത്തോട്ട് മാറ്റി. μ0 കോൺസ്റ്റന്റ് ആണ്, N കോൺസ്റ്റന്റ് ആണ്, I0 കോൺസ്റ്റന്റ് ആണ്, എയും കോൺസ്റ്റന്റ് ആണ്. സൈൻ ഒമേഗ ടിനെ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് കൊടുക്കാം. ഓക്കേടാ, ഇപ്പോഴും നമുക്ക് മനസ്സിലായി ഒരു വേരിയബിൾ ഇൻഡ്യൂസ്ഡ് EMF ആണുള്ളത്. ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇൻഡ്യൂസ്ഡ് EMFന്റെ മാക്സിമം വാല്യൂ ഈ കാണുന്നതാണ്. ദിസ് ഇസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കേടാ, അപ്പൊ നോക്ക്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF E0 is equal to, ഓക്കെ, അതൊക്കെ അറിയാലോ, I is equal to I0 sin omega t. I0 ആണ് മാക്സിമം വാല്യൂ.
V equal to V0 sin omega t, V0 ആണ് maximum value. ഇവിടെ induced EMF is equal to mu0 n I0 a omega cos omega t. ഇതിൽ mu0 n I0 a omega ആണ് maximum value. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ എഴുതാം mu0 n I0 a omega. ഇതാണ് സംഭവം. ഇനി ഞാൻ ഓപ്ഷൻക്ക് നോക്കി, ഓപ്ഷനിൽ പൈ 22/7 ഒക്കെ ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവരെ. ഓക്കെ, mu0ക്ക് പകരം 4 pi into 10 raised to minus 7. അപ്പോൾ 4 into 22/7 into 10 raised to minus 7. ഇപ്പോൾ mu0 ആയി. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓർക്കുക 50 ടേൺസ് പെർ സെന്റിമീറ്റർ ആണ്. 50 ടേൺസ് പെർ സെന്റിമീറ്റർ. നല്ല ഐഡിയ വേണം. നമുക്ക് വേണ്ടത് 50 ടേൺസ് പെർ മീറ്റർ ആണ്. ഇവിടെ നമുക്ക് കിട്ടിയത് 50 ടേൺസ് പെർ സെന്റിമീറ്റർ. ശരിയല്ലേ? എടാ ഇതിന് 50 ടേൺസ് 10 raised to minus 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 50 into 10 square turns per meter, or we can write 5 into 10 raised to 3 turns per meter. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്തിന് 5 into 10 raised to 3 എന്ന് കൊടുത്തു. ഇനി നമ്മളെ കയ്യിലുള്ള സർക്കുലാർ കോയിലിന്റെ ഏരിയ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഏരിയ 4 into 10 raised to minus 4 ആണ്. അത് നമ്മൾ കൊടുത്തു 4 into 10 raised to minus 4. ഇത് കൊടുത്തു. ഇനി അവിടുത്തെ ഒമേഗ വാല്യൂ തന്നിട്ടുണ്ട് 700 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പൊ നോക്കണം 700. ഇനി നമുക്ക് ലിസൺ, ഈ 10 raised to 3ഉം ഈ 10 raised to 4ഉം ഈ 10 raised to minus 4ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു 7ഉം ഈ ഒരു 7ഉം കട്ട് ചെയ്ത് കളയാം. നിങ്ങളെ കയ്യിൽ ഇനി 4 ഉണ്ട്. ലിസൺ ഒന്നും കൂടെ കാണിക്കാം. 4 ഉണ്ട്, 22 ഉണ്ട്. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ഒരു ലിസൺ 5 into 4 ഉണ്ട്. അതായത് ഞാൻ അതിന് 20 എന്ന് എഴുതി. പിന്നെ ഇവിടെ ഒരു 10 ഉണ്ട്, ഒരു 10 raised to minus 7 ഉണ്ട്. ശരിയല്ലേ? എടാ ഇതെല്ലാം കൂടെ ചേർന്നാൽ ഇത് 10 raised to minus 5 ആവും. ആൻസർ എങ്ങനെയാണ് കിടക്കുന്നത്? 10 raised to minus 4 അല്ലേ? 10 raised to minus 5 ആവും. ഇനി 4 into 22 into 2. ഓക്കെ, കഴിഞ്ഞു. നിങ്ങൾ ചെയ്താൽ മതി. 4 into 22 into 2 എന്നല്ലേ വരുന്നതാ? 4 into 22 into 2. ഓക്കെ 5 into 10 raised to 3, 5 into 4 20 അല്ലേ? 4 into 22, പിന്നെ 5 into 4 20, ഇവിടെ 10ഉം 10 raised to minus 6. അപ്പോ ആൻസർ ഇങ്ങനെ തന്നെ വരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കേടാ? ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ കേട്ടോ. എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച 7ഉം 7ഉം ക്യാൻസൽ ചെയ്താണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ലൂപ്പ് ഓഫ് സൈഡ് 4 into 10 raised to minus 4 തന്നെയാണ്. അപ്പൊ അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല. ഇത് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ കേട്ടോ. ഇനി 10 raised to minus 6ന്റെ ടേം മാറ്റിയാൽ മതി. വളരെ ഈസി ആയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിസൺ. എ കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് 1 ടെസ്ല, ഇതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് 1 ടെസ്ല, B equal to 1 ടെസ്ല ഈസ് അപ്ലൈഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നോക്ക്, ഈ കാണുന്ന ലൈൻ ആണ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ലിസൺ, ഇതാണ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ റൈറ്റ് സൈഡിലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് മുഴുവൻ ഉള്ളത്. എക്സ് ഗ്രേറ്റർ ദാൻ 0. എ മെറ്റാലിക് സർക്കുലർ റിംഗ് ഓഫ് റേഡിയസ് 1 meter is moving with a constant velocity of 1 meter per second along the axis. At t is equal to 0, center O of the ring is at x is equal to minus 1 meter. അത് നോക്കണം. At t equal to 0, center O of the ring at x is equal to minus 1 meter. നിങ്ങൾ ആലോചിക്കേണ്ട കേസ്, ഇതിന്റെ റേഡിയസ് 1 meter ആണ്. അപ്പൊ t equal to 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി സെന്റർ O is at minus 1 meter എന്ന് പറഞ്ഞാലേ ഞാൻ ഈ ഒരു സംഭവം ഒന്ന് വരച്ച് കാണിക്കാം. ലിസൺ, നോക്കേ, ഇതില് t equal to 0 ആകുമ്പോഴുള്ള അവസ്ഥ എന്താ പറയുക? ഇങ്ങനെയാണ് സർക്കുലർ കോയിൽ കിടക്കുന്നത്. ഇപ്പോഴാണല്ലോ ഈ സെന്റർ O എന്ന് പറയുന്നത്, ഇതാണ് x is equal to 0 എന്ന് പറഞ്ഞ പോയിന്റ്. ഇപ്പോഴാണല്ലോ സെന്റർ O ദാ ഇവിടുന്ന് ഇങ്ങോട്ട് 1 meter ഡിസ്റ്റൻസിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ -1, x is equal to -1 കിടക്കുന്നത് ഇപ്പോഴാണ്. ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോടാ. നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നോക്കി, ദാ ഇത് x is equal to 0 ആണെങ്കിൽ ഒരു സംശയമല്ല, ഈ ഭാഗം എന്ന് പറയുന്നത് x equal to -1 ആണ്. ഓക്കെ, അപ്പോൾ t 0 ആകുന്ന സമയത്ത് ഇങ്ങനെയാണ് കിടക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി what will be the value of induced EMF in the ring at t is equal to 1 second? ഒരു സെക്കൻഡിൽ ഇതിലുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എത്രയാണ്? എടാ ആലോചിച്ചോക്കെ,
ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ 1 മീറ്റർ ദൂരമാണ് ഇയാൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. വിച്ച് മീൻസ് 1 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിന്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും അറിയോ? എല്ലാവരും ശ്രദ്ധിക്ക്. ഈ കാണുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള റീജിയൻ എന്ന് വിചാരിച്ചോ. എടാ ഇവിടെ ഞാൻ ഇങ്ങനെ സർക്കിൾ വരച്ചു. ഇപ്പോ ആക്ച്വലി t ഈക്വൽ ടു 0 ഈ എൻഡ് കിടക്കുന്നത് ഇവിടെയാണ്. t ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എൻഡ് ഇവിടെ എത്തി. വിച്ച് മീൻസ് 1 മീറ്റർ ആണ് ഇയാൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. വിച്ച് മീൻസ് x is equal to 1 ഇപ്പൊ ഇയാൾ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ് ഇയാൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെയാണ് ഇപ്പൊ സർക്കിളിന്റെ സെന്റർ ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഒന്നും കൂടെ ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പൊ ഫിഗർ ഒക്കെ ഏകദേശം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. A constant magnetic field 1 Tesla is applied at x greater than 0 region. Okay ആണല്ലോ. A metallic circular ring of 1 meter, radius 1 meter is moving with a speed of velocity 1 meter per second. That is, it travels 1 meter in 1 second. Along the x-axis at t equal to 0, the center O of the ring is at x is equal to -1 meter. ഞാൻ പറഞ്ഞു, what will be the value of induced EMF in the ring at t is equal to 1 second? Okay. എടാ ഇവിടെ നിങ്ങൾ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ BLV എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കും. ആ തിയറി സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കി ഇവിടെ L ആയിട്ട് എടുക്കേണ്ടത് ഇതാ ഈ കാണുന്നതാണ്. ലിസൺ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടുത്തെ L ആയിട്ട് എടുക്കുന്നത് ഇതാണ്. ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഇത്രയും ഭാഗമാണ് മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട് കയറിയത്. ദിസ് ഇസ് L. അപ്പൊ ഒരു സംശയമല്ല, L is equal to 2 മീറ്റർ ആണ് അല്ലേ? ഇനി നോക്കി ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 1 ടെസ്ല. L എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഓക്കെ, എടാ അങ്ങനെ വന്നാൽ ഇവിടുത്തെ വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. Therefore, induced EMF is equal to 2 വോൾട്ട്. എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇതിനെക്കുറിച്ച് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഒരു റിംഗ് ഇങ്ങനെ, അല്ലെങ്കിൽ NCERTന്റെ ബാക്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഒരു റിംഗ് മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോവാണ്. അപ്പൊ അവിടെ നമ്മൾ L എടുക്കുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ചാർജ് ഒക്കെയാണ് നമ്മൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെടാ, എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. ലിസൺ, ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. A conducting bar of length L is free to slide on 2 parallel conducting rails as shown in the figure. ഇതാണ് നമ്മളെ കണ്ടക്ടിങ് ബാർ ലെങ്ത് L. ഇതിന് റൈറ്റിലോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും, ലെഫ്റ്റിലോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും. A conducting bar of length L is free to slide 2 parallel conducting rails as shown in the figure. 2 resistance R1 and R2 connected across the ends of the rail. 2 resistance ഉണ്ട്, R1 ഉം R2. അത് നമ്മൾ മാർക്ക് ചെയ്തു. There is a uniform magnetic field B vector pointing into the page. അപ്പോൾ ഈ പേജിന്റെ ഉള്ളിലോട്ടായിട്ട് ഇവിടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. 2 റീജിയനിലും യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ക്രോസ് ആയിട്ട് അവർ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ മാർക്ക് ചെയ്തു. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, an external agent pulls the bar to the left at constant velocity. ഈ ബാറിനെ ലെഫ്റ്റിലോട്ടാണ് പുൾ ചെയ്യുന്നത്. ഒരു എക്സ്റ്റേണൽ ഏജന്റ് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ്. കോൺസ്റ്റന്റ് സ്പീഡ് v സ്പീഡിലാണ് പുൾ ചെയ്യുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് I1 ആൻഡ് I2 ഫ്ലോയിങ് ത്രൂ R1 ആൻഡ് R2. എടാ ഇവിടുത്തെ ഇതിനെ ലെഫ്റ്റിലോട്ട് പുൾ ചെയ്യുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് കറന്റ് ഡയറക്ഷൻ ആണ് വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. I1 ഈസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, I2 ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലിസൺ, ഇത് ഞാൻ പറയാം. നമ്മൾ ഇൻഡ്യൂസ്ഡ് കറന്റ് ഡയറക്ഷൻ പറയാൻ വേണ്ടി ലെൻസസ് ലോ ആണ് ഉപയോഗിക്കുക അല്ലെ? ലെൻസസ് ലോ പറയുന്നത് ഇറ്റ് ഫ്ലോസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ഫർദർ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്നാ പറയുന്നത്. ഇൻഡ്യൂസ്ഡ് കറന്റ് ഫ്ലോസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ഫർദർ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ് ആലോചിക്കുക. ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവാനുള്ള കാരണം എന്താ? ഫ്ലക്സ് ചേഞ്ച് ചെയ്താ. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറന്റ് എങ്ങനെ ഫ്ലോ ചെയ്യാം? ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവാൻ, ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവാനുള്ള കാരണക്കാരൻ ആരാണോ അയാളെ ഇല്ലാതാക്കുന്ന രീതിയിൽ. ഇൻഡ്യൂസ്ഡ് കറന്റ് ഫ്ലോസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ഫർദർ ചേഞ്ച് ഇൻ ഫ്ലക്സ്, വിച്ച് മീൻസ് ഇൻഡ്യൂസ്ഡ് കറന്റ് ഫ്ലോ ചെയ്യുന്നത് അയാളെ ഉണ്ടാക്കാൻ കാരണക്കാരൻ ആരാണോ അയാളെ ഇല്ലാതാക്കുന്ന രീതിയിൽ. എന്ന് പറഞ്ഞാല് പച്ച മലയാളത്തിൽ പറഞ്ഞാല് അച്ഛനെ അല്ലെങ്കിൽ അമ്മേനെ കൊല്ലുന്ന കുട്ടി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അച്ഛനെ അല്ലെങ്കിൽ അമ്മേനെ കൊല്ലുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ഉണ്ടാവാൻ കാരണക്കാർ ആരാണോ അവരെ ഇല്ലാതാക്കുക.
ഇതാണ് കാരണം. നോക്കി, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാൻ കാരണക്കാരൻ ആരാ? ഫ്ലക്സ് ചേഞ്ച് ചെയ്ത്. അപ്പൊ ഫർദർ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ, ഫ്ലക്സ് ചേഞ്ചിനെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടി. ഒരുപക്ഷെ ആ വീഡിയോയിൽ നിങ്ങൾ ശരിക്കും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ക്രോസ് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു ക്രോസ് ഫീൽഡ്. ലിസൺ, ഇതിനകത്ത് ഞാനൊരു സർക്കുലർ ലൂപ്പ് വെച്ചു. ഇനി ഈ ക്രോസ് ഫീൽഡ് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കുക, ബി കൂടുകയാണ്, ബി ഇൻക്രീസസ്. നിങ്ങൾ ചോദിക്കണം ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ എന്താ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ക്രോസ് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതാണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ആ ഫ്ലക്സ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. അതായത് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതാണ്, മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതിനെ ഒപ്പോസ് ചെയ്യും. എടാ, അവിടെ ക്രോസ് ഫീൽഡ് ആണ് കൂടുന്നത്, അതിനെ ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾ ഡോട്ട് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഡോട്ട് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അയാൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്താൽ ഡോട്ട് ഫീൽഡ് ആണ് ഉണ്ടാവുക. ശരിയാണല്ലോ? എടാ, ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ കേട്ടോ. അപ്പൊ ഇത് ശരിക്കും നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ 1-2 എക്സാമ്പിൾ കൂടെ പറയാം. ഈ ഒരു റീജിയനിൽ ഇപ്പൊ ഡോട്ട് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കാണുന്നതാണ് ഡോട്ട് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടാണ്. നമ്മൾ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു കണ്ടക്ടർ വി വെലോസിറ്റിയിൽ ഇങ്ങനെ വലിക്കുകയാണ്. നിങ്ങളത് ചോദിക്കുകയാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ എന്താ? ഒന്നും ആലോചിക്കണം, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. ഇവിടെ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിലൊരു മാറ്റമല്ല, മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ്. പക്ഷെ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ഒരു സാധനം ഇതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കും തോറും ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരികയല്ലേ ചെയ്യാം. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഇത്രയും ഭാഗം വരുമ്പോൾ ഈ ഏരിയയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. ഒന്നും കൂടെ അകത്തോട്ട് വരുമ്പോൾ ഇത്രയും ഏരിയയിൽ ഡോട്ട് ഫീൽഡ് വരും. ഒന്നും കൂടെ അകത്തോട്ട് വരുമ്പോൾ ഈ ഏരിയയിലൊക്കെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമുക്ക് പറയാം അവിടെ ഡോട്ട് ഫീൽഡ്, ആ ഗിവൺ സർക്കുലർ കോയിലിനകത്തെ ഡോട്ട് ഫീൽഡ് കൂടി വരിക, ഗിവൺ ഏരിയയിലെ ഡോട്ട് ഫീൽഡ് കൂടി വരിക. എടാ, ഡോട്ട് ഫീൽഡ് കുറയ്ക്കുന്ന രീതിയിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഡോട്ട് ഫീൽഡ് കുറയ്ക്കണമെങ്കിൽ ക്രോസ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ക്രോസ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇതിലൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, എന്താണ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം? അതിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇവിടെ ആക്ച്വലി ഒരു ക്രോസ് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ക്രോസ് ഫീൽഡിനകത്ത് ഞാൻ ഒരു സർക്കിൾ, നേരത്തെ പോലെ സർക്കിൾ വെച്ചിട്ടുണ്ട്. ഈ സർക്കിളിന്റെ ഏരിയ കൂടി വരികയാണ്. നോക്ക്, എന്നിട്ട് ചോദിക്കുകയാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ അങ്ങോട്ട്. അപ്പൊ ഇതിന്റെ ഏരിയ കൂടുമ്പോൾ ആ ഏരിയക്കകത്തുള്ള ക്രോസ് ഫീൽഡ് കൂടി വരും. ഇവിടെ ക്രോസ് ഫീൽഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ക്രോസ് ഫീൽഡ് കുറയ്ക്കുന്ന രീതിയിൽ, എന്ന് പറഞ്ഞാൽ ഡോട്ട് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഫ്ലോ ചെയ്യും. വിച്ച് മീൻസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ ഏരിയ കുറഞ്ഞു വരികയാണ്. എടാ, നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം കേട്ടോ, ഇതിന്റെ ഏരിയ കുറയാന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്രോസ് ഫീൽഡ് കുറഞ്ഞു വരിക ചെയ്യും. അതിനകത്ത് ക്രോസ് ഫീൽഡ് ഇങ്ങനെ കുറഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ ക്രോസ് ഫീൽഡ് കുറയുന്നതാണ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം. ക്രോസ് ഫീൽഡ് കുറയുന്നത് കാരണമാണ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്. അതാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവാനുള്ള കാരണം, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാനുള്ള കാരണം. ആ ക്രോസ് ഫീൽഡ് കുറയാൻ പാടില്ല. അപ്പൊ ക്രോസ് ഫീൽഡ് കുറയാതിരിക്കണമെങ്കിൽ കൂടുതൽ ക്രോസ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഇതാണ് ആക്ച്വലി ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ. ഇതാണ് ലെൻസസ് ലോ പറയുന്നത്. നിങ്ങൾക്ക് അറിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെടാ, അപ്പൊ നോക്കി, ഈ സാധനം, ഈ റോഡ് എൽ ലെങ്ത് ഉള്ള ഈ റോഡ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ക്രോസ് ഫീൽഡ് കുറഞ്ഞു വരിക ചെയ്യാം. ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് റീജിയനിലെ ക്രോസ് ഫീൽഡ് കുറഞ്ഞു വരും. 1 എന്നുള്ള റീജിയനിലെ. എടാ, ക്രോസ് ഫീൽഡ് കുറഞ്ഞാൽ അതിലൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ നമുക്ക് പറയാം R1 കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇതാണ് I1ന്റെ ഡയറക്ഷൻ. ഇനി ഇത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ സെക്കൻഡ് റീജിയനിലെ ക്രോസ് ഫീൽഡ് കൂടി വരും. ക്രോസ് ഫീൽഡ് കൂടുന്നതാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാനുള്ള കാരണം. ആ ക്രോസ് ഫീൽഡ് കുറയ്ക്കണം, അതിന് ഡോട്ട് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം. ഡോട്ട് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും I1 എന്ന് പറഞ്ഞാൽ R1 ഫ്ലോ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും R2 ഫ്ലോ ചെയ്യുന്ന I2 ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും. ഫസ്റ്റ് ഓപ്ഷൻ I1 ഈസ് ക്ലോക്ക് വൈസ് എന്നാണ് പറഞ്ഞത്, തെറ്റാണ്. ബോത്ത് I1 and I2 ക്ലോക്ക് വൈസ് തെറ്റാണ്. ബോത്ത് I1 and I2 ക്ലോക്ക് വൈസ് തെറ്റാണ്. I1 is clockwise and I2 is in anti-clockwise direction. Okay, ഇതായിരിക്കും നമ്മൾ ആൻസർ കേട്ടോ. I1 is clockwise and I2 is in anti-clockwise direction. എടാ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. A square loop of side 20 centimeter and resistance 1 ohm is moved towards right with a constant speed V0. Right arm of the loop is in a uniform magnetic field 5 Tesla. Okay,
Field is perpendicular to the plane of loop and going into it. Loop is connected to a network of resistance, each of value 2. What would be the value of V0 so that steady current of 2 milliampere flows in the loop? Okay, na? Start ചെയ്യാം നമുക്ക്. ഓക്കെ, നോക്കേ, ഇവിടെ ലിസൺ, ഈ റോഡ് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ ഇതിനകത്ത് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് BLV ആണ്, നമുക്കറിയാം. എടാ, ഇൻഡ്യൂസ്ഡ് കറന്റ് കിട്ടണമെങ്കിൽ I is equal to, we can write BLV divided by R. ഇതാണ് ഇൻഡ്യൂസ്ഡ് കറന്റ്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട് 5 ടെസ്ല, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ, അതും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എടാ, ഇയാൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയും ക്വസ്റ്റ്യനിൽ തരണല്ലോ. വെലോസിറ്റി തരണം എന്ന് ഞാൻ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. എടാ, ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF തന്നിട്ടുണ്ട്, സോറി ഇൻഡ്യൂസ്ഡ് കറന്റ് തന്നിട്ടുണ്ട് 2 milliampere. റെസിസ്റ്റൻസും കൂടെ കിട്ടിയാൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇപ്പൊ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ആമിലെ റെസിസ്റ്റൻസ് ഇത് 8, ഇതും 8, അത് രണ്ടും പാരലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തത് 4 ഓം റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക, അതിൽ സംശയമില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്റൻസ് ഈച്ച് ഓഫ് 4. ഇയാളുടെ ഈ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് എ സ്ക്വയർ ലൂപ്പ് ഓഫ് റെസിസ്റ്റൻസ് 1 ഓം. ആ സ്ക്വയറിന്റെ റെസിസ്റ്റൻസ് 1 ഓം. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 4 ഓം ഉണ്ട്, ഇവിടെ 5 ഓം ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. കിട്ടിയല്ലോ. എടാ, ഈ വാല്യൂസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തീരുമാനിച്ചാൽ ഐക്ക് പകരം 2 × 10⁻³ ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് 5 ടെസ്ല, ലെങ്ത് 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × 10⁻⁻1. ഇനി V, അതാണ് കണ്ടുപിടിക്കേണ്ടത്. V ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 5 ഓം. ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്യും. ഓക്കേടാ, ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യും. അപ്പൊ ഇവിടുന്ന് നമുക്ക് കിട്ടിയത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, ലിസൺ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു അയക്ക് നോക്കിയോ 10⁻² മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ഓപ്ഷൻക്ക് വന്നാൽ 10⁻² ഉണ്ട്, പക്ഷെ അത് സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അതല്ല, ഈ മീറ്റർ പെർ സെക്കൻഡിനെ സെന്റിമീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുകയാണെങ്കിൽ 1 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലടാ? അപ്പൊ ഇതിനകത്ത് ആൻസർ വരുന്നത് 10⁻², 1 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. Therefore D ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഡി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ശരിയല്ലോ? എടാ, നമുക്ക് ഇതേ ടൈപ്പിൽ ഒരു ക്വസ്റ്റിനും കൂടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടൈപ്പ് ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലിസൺ, ഫിഗർ ഷോസ് എ സ്ക്വയർ ലൂപ്പ് ഓഫ് ലെങ്ത് L, സൈഡ് 5 സെന്റിമീറ്റർ, which is connected to a network of resistance. Whole setup is moving towards right with a constant speed of 1 centimeter per second. Speed is 1 centimeter per second. At some instant, a part of length L is in a uniform magnetic field of 1 Tesla, perpendicular to the plane of loop. Okay, if the resistance of L is 1.7 ohm, adinte resistance 1.7 aanu, current in the loop at that instant is, current in the loop at that instant is, ആ ഇൻസ്റ്റന്റിൽ ഈ ലൂപ്പിലുള്ള കറണ്ട് നോക്കടാ. ഈ കാണുന്നത് ഒരു V² പിടിച്ചാണ് അല്ലേ? അപ്പൊ നമ്മൾ ഈ സാധനം ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, P/Q = R/S ആയതുകൊണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇത് രണ്ടും സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 ആയിരിക്കും. എടാ, അതുപോലെ ഇത് രണ്ടും സീരീസ് കോമ്പിനേഷൻ ആണ്, ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 4 ആയിരിക്കും. ആ 4ഉം 2ഉം കൂടെ സീരീസ് ആയിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ട, 4/3 ഓം ആണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്. ശരിയല്ലേ? ഇനി നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് കറന്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അതിനു മുമ്പ് 4/3 ഓം, which is equal to 1.33 ഓം. എടാ, ആ സ്ക്വയറിന്റെ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 1.7 ഓം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓം ആണ്, 1.33 ഓം. ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 1.3 പ്ലസ് 1.7 which is equal to 3 ഓം. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്.
എടാ ഈ സർക്യൂട്ടിലെ കറണ്ട് കിട്ടണമെങ്കിൽ I is equal to we can write BLV divided by R. ഇതാണ് കേസ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞാണ് 1 ടെസ്ല. എടാ ഈ റോഡിന്റെ ലെങ്ത് പറഞ്ഞാണ് 5 സെന്റിമീറ്റർ which is equal to 5 into 10 raised to minus 2. ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് 1 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. 1 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10 raised to minus 2 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ഇതിന്റെ റെസിസ്റ്റൻസ് 5/3 ഓം. അപ്പൊ 5/3 എന്ന് പറഞ്ഞാൽ 1 point something into 10 raised to minus 4 ആംപിയർ. 1 point something into 1 point something into 10 raised to minus 4 ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? അത് നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. ഇത് 5/3 എന്ന് പറഞ്ഞാൽ 1.6 ഒക്കെ ആവും അല്ലെ. 1.6 into 10 raised to minus 4 ആംപിയർ എന്ന് പറഞ്ഞാൽ നിയർലി 160 മൈക്രോ ആംപിയർ. 160 മൈക്രോ ആംപിയർ. 1.6 സംതിങ് ആണ് വരിക. അപ്പൊ ഒരു സംശയമല്ല 170 മൈക്രോ ആംപിയർ. 1.65 അങ്ങനെ എന്തെങ്കിലുമൊക്കെ 5/3 ചെയ്യുമ്പോൾ കിട്ടുന്നത് 170 മൈക്രോ ആംപിയർ ആയിരിക്കും അവിടുത്തെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത സെക്ഷൻ കിടക്കാം. Listen. Induced EMF can be produced in a coil by induced EMF എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം? മൂവിംഗ് ദി കോയിൽ വിത്ത് എ യൂണിഫോം സ്പീഡ് ഇൻസൈഡ് ദി മാഗ്നറ്റിക് ഫീൽഡ്, മൂവിംഗ് ദി കോയിൽ വിത്ത് എ നോൺ യൂണിഫോം സ്പീഡ് ഇൻസൈഡ് ദി മാഗ്നറ്റിക് ഫീൽഡ്, റൊട്ടേറ്റിംഗ് ദി കോയിൽ ഇൻസൈഡ് ദി മാഗ്നറ്റിക് ഫീൽഡ്, ചേഞ്ചിങ് ദി ഏരിയ ഓഫ് ദി കോയിൽ ഇൻസൈഡ് ദി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതാണ്. ഒരു റോഡിനകത്ത് ഒരു കോയിലില് ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ കോയില് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തിട്ട് കാര്യമില്ല, നോൺ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തിട്ടും കാര്യമില്ല. ഒന്നെങ്കിൽ ആ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ ആ കോയിലിന്റെ ഏരിയ മാറ്റണം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എടാ ഇതൊരു ക്രോസ് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനകത്ത് ഒരു സർക്കുലർ കോയിൽ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സർക്കുലർ കോയിൽ. ഈ കോയില് ഒരേ വെലോസിറ്റിയിലോ യൂണിഫോം വെലോസിറ്റിയിലോ നോൺ യൂണിഫോം വെലോസിറ്റിയിലോ അതിലൂടെ അങ്ങനെ വലിച്ചു കൊണ്ടുപോയാലൊന്നും അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫീൽഡിലോ ഏരിയയിലോ ആംഗിളിലോ ഒന്നിലും മാറ്റം വരില്ല, ഇല്ലല്ലോ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവില്ല. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ ഫീൽഡ് മാറണം, അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ആംഗിൾ മാറണം എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യിക്കണം, അതാണ് സി. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഏരിയ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ബൈ ചേഞ്ചിങ് ഫീൽഡ് അതില്ല, ബൈ ചേഞ്ചിങ് ഏരിയ ഉണ്ട്, ബൈ ചേഞ്ചിങ് ആംഗിൾ ദാറ്റ് ഇസ് ബൈ റൊട്ടേറ്റിംഗ്. Therefore the answer is C and D. C and D only. Okay, എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാം. A 20 centimeter long metallic rod is rotated with 210 RPM. ഇത്രയും റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ് അവിടുത്തെ ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഇതിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ. About its axis normal to the plane passing through one end. Other end of the rod is in contact with the circular metallic ring. A constant and uniform magnetic field 0.2 Tesla parallel to the axis exists everywhere. EMF developed between the center and the ring is dash millivolt. എടാ ഒന്നും കൂടെ വായിക്കാം. A 20 centimeter long metallic rod is rotated with 210 RPM about an axis normal to the rod and passing through its one end. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാം. ലിസൺ, ഞാൻ റോഡ് വരയ്ക്കാണ്. ഇതാണ് നമ്മളെ റോഡ്. എടാ ഈ റോഡിന്റെ ആക്സിസ് ഇതാണ്. ഈ റോഡിനെ ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, ആക്സ് കിടക്കുന്നത് നോർമൽ ടു ദി റോഡാണ്, നമുക്ക് മനസ്സിലായി. ഒരു എൻഡിലൂടെയാണ് ആക്സ് പാസ് ചെയ്യുന്നത്. അതർ എൻഡ് ഓഫ് ദി റോഡ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് എ സർക്കുലർ മെറ്റാലിക് റിംഗ്. എടാ ഈ എൻഡ് കിടക്കുന്നത് ഒരു സർക്കുലർ മെറ്റാലിക് റിംഗുമായിട്ട് കോണ്ടാക്റ്റിലാണ്. ഓക്കെ, അതും നമ്മൾ അവിടെ കൊടുത്തു. ഇനി എ കോൺസ്റ്റന്റ് ആൻഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് 0.2 ടെസ്ല പാരലൽ ടു ദി ആക്സിസ് എക്സിസ്റ്റ്. ആക്സിസ് എന്ന് പറയുന്നത് ഉള്ളിലോട്ടാണ്. അപ്പൊ ആ പാരലൽ ടു ദി ആക്സിസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് തന്നെ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ പിക്ചർ ഇങ്ങനെ വരച്ചു. ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉള്ളിലോട്ടുണ്ട്. EMF developed between the center and the ring is. ഈ സെന്ററിനും ലിസൺ, ഈ റോഡിന്റെ സെന്ററിനും റിമ്മിനും ഇടയിലുള്ള EMF ഇൻഡ്യൂസ്ഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നമുക്ക് വായിച്ചു നോക്കാം, ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എ 20 centimeter long metallic wire, ഇതാണ് 20 centimeter long metallic rod rotated with 210 RPM about an axis normal to the rod passing through its one end. Okay, other end of the rod is in contact with the circular metallic ring. Okay, na picture ko nokiya നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവും. A constant and uniform magnetic field 0.2 Tesla parallel to the axis
എക്സ് സിസ്റ്റം. ഓക്കെ, ആക്സിസ് എങ്ങനെയാണോ കിടക്കുന്നത് അതേ ഡയറക്ഷനിൽ 0.2 ടെസ്ല മാഗ്നറ്റിക് ഫീൽഡ് കിടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഫീൽഡ് ഇൻ എവ്രിവെയർ. EMF ഡെവലപ്ഡ്. ഞാൻ ഈ സെക്ഷൻ തുടങ്ങിയപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു ഈ റോഡിന് അക്രോസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗയാണ്. ഇത് നമ്മൾ പഠിച്ചതാണ്. എടാ ഇനി ഹാഫ് ഇൻറ്റു അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാ നോക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 0.2 ടെസ്ല. ഞാൻ അതിനെ 2 × 10⁻⁻1 എഴുതി. ആ റോഡിന്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × 10⁻⁻1 മീറ്റർ, 20 × 10⁻2 മീറ്റർ, അല്ലെങ്കിൽ 2 × 10⁻1 മീറ്റർ. അത് നമുക്ക് എൽ സ്ക്വയർ ആയതുകൊണ്ട് 4 × 10⁻2 എന്ന് കൊടുക്കാം. ഒമേഗ. എടാ ഒരു കാര്യം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് 210 RPM എന്നാണ്. RPM എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ പെർ മിനിറ്റ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് തന്നത് പെർ മിനിറ്റ് ആണ് ഇവിടുത്തെ യൂണിറ്റ്, വിച്ച് മീൻസ് 210 റൊട്ടേഷൻ പെർ മിനിറ്റ്. എടാ ഇത് ഫ്രീക്വൻസിയാണ്, അത് മനസ്സിലാക്കണം. പെർ മിനിറ്റ് പെർ സെക്കൻഡ് എന്നൊക്കെ യൂണിറ്റ് വന്നാൽ അത് ഫ്രീക്വൻസിയാണ്. ഇതിനെ നമുക്ക് സെക്കൻഡിക്ക് മാറ്റണമെങ്കിൽ 210 ഡിവൈഡഡ് ബൈ 210 എന്നല്ലടാ 210 ഡിവൈഡഡ് ബൈ 60, ഓക്കെ, അല്ലെങ്കിൽ 21 ഡിവൈഡ് ബൈ 6. എടാ ഇനി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഒമേഗയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഒമേഗ = 2πf ആണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാണ്, 2 × പൈക്ക് പകരം 22/7 എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. ഇനി എഫ് നമുക്ക് കിട്ടിയത് 21 ഡിവൈഡഡ് ബൈ 6 ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്തു കേട്ടോ. ഇനി നോക്കടാ, കഴിഞ്ഞു. ലിസൺ, ഈ 21ഉം ഈ 6ഉം കൂടെ പോയാൽ ഇവിടെ 3 വരും, ശരിയല്ലേ? ഈ 2ഉം ഈ 3ഉം ഈ 6ഉം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ 2ഉം ഈ 2ഉം കളഞ്ഞു. ഇനി അവിടെ ആകെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു 4 ഉണ്ട്, ഒരു 22 ഉണ്ട്. 4 × 22 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് എത്രടാ 88 ആണ്, ശരിയല്ലേ? അപ്പൊ നമുക്ക് കിട്ടി 88. അവിടെ നിൽക്കട്ടെ. ഇനിയുള്ള പവറുകൾ നമുക്ക് നോക്കാം. 10⁻⁻1 ഉണ്ട്, 10⁻⁻2 ഉണ്ട്. അപ്പൊ 88 × 10⁻³ വോൾട്ട്. ഓപ്ഷനിൽ എങ്ങനെയാ തന്നുള്ളത്? മില്ലി വോൾട്ടിലാണ്, വിച്ച് മീൻസ് 88 മില്ലി വോൾട്ട്, വിച്ച് മീൻസ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് 88 ആണ്. ശരിയായോ? ഇതാണ് സംഭവം. 88 ആണ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. ലിസൺ, എ സ്ക്വയർ ഷേപ്ഡ് കോയിൽ ഓഫ് ഏരിയ തന്നിട്ടുണ്ട് 70 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഹാവിംഗ് 600 ടേൺസ്, നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. റൊട്ടേറ്റ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.4 വെബർ പെർ മീറ്റർ സ്ക്വയർ. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. About an axis which is parallel to one side of the coil and perpendicular to the direction of the field. If the coil completes 500 revolution in a minute, okay, instantaneous EMF when the plane of the coil is inclined at a 60 degree with the field. Okay, അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നോക്ക്, ഇൻസ്റ്റന്റേനിയസ് EMF കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയോ? NBA ഒമേഗ കോസ് ഒമേഗ ടി. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എവിടെ നിന്ന് വന്നു? ഒന്നുമില്ല, നോക്കിക്കോ. ലിസൺ, ഞാൻ കാണിക്കാം അതെങ്ങനെ വന്നു എന്നുള്ളത്. നമുക്കറിയാം ഫ്ലക്സ് = BA കോസ് തീറ്റ അല്ലെങ്കിൽ NBA കോസ് തീറ്റ. ലിസൺ, എടാ ഇതിൽ എനിക്ക് നിങ്ങളടുത്ത് ഒരു കാര്യം കൃത്യമായിട്ട് പറയാനുണ്ട്. ഫ്ലക്സ് = NBA കോസ് തീറ്റ, ശരിയല്ലേ? ഇതിന് നമുക്ക് ഫ്ലക്സ് = NBA കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ അല്ലെങ്കിൽ ഒമേഗ ടി എന്നൊക്കെ പറഞ്ഞ ആംഗിൾ ഏരിയൽ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡും ഇടയിലുള്ള ആംഗിളാണ്. ഏരിയൽ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡും ഇടയിലുള്ള ആംഗിൾ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചാൽ, ഓക്കെ, വെൻ പ്ലെയിൻ ഓഫ് ദി കോയിൽ, ലിസൺ ശ്രദ്ധിക്കേ, വെൻ ദി പ്ലെയിൻ ഓഫ് ദി കോയിൽ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 60 ഡിഗ്രി. എടാ ഇവിടെ പ്ലെയിൻ ഓഫ് കോയിലിനും മാഗ്നറ്റിക് ഫീൽഡും ഇടയിലുള്ള ആംഗിളാണ് 60 ഡിഗ്രി. പ്ലെയിൻ ഓഫ് കോയിലിനും മാഗ്നറ്റിക് ഫീൽഡും ഇടയിലുള്ള ആംഗിളാണ് 60 ഡിഗ്രി. ഞാനത് കാണിച്ചു തന്നിരുന്നു നേരത്തെ. പ്ലെയിൻ ഓഫ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. അത് മനസ്സിലാക്കണം കേട്ടോ. ഏരിയൽ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ പ്ലെയിൻ ഓഫ് കോയിലിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ ആണ് 60 ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ ഏരിയൽ വെക്ടർ എന്ന് പറഞ്ഞാൽ നോർമൽ ഡ്രോൺ ടു ദി പ്ലെയിൻ ഓഫ് കോയിൽ ആണ്. അതിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ശരിക്കും മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, ഇങ്ങനൊരു സാധനം നോക്ക്, ഈ ആംഗിൾ ആണ് ഇവർ 60 ഡിഗ്രി തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു.
ഈ ആംഗിളാണ് 60 ഡിഗ്രി തമ്മിൽ പ്ലെയിൻ ഓഫ് കോയിലിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ. നമുക്ക് വേണ്ടത് ഇതല്ല. നമുക്ക് വേണ്ടത് നോർമൽ ഡ്രോ ചെയ്ത് ഈ പ്ലെയിൻ ഓഫ് കോയിലിന് ഒരു നോർമൽ വരയ്ക്കണം. പ്ലെയിൻ ഓഫ് കോയിലിന് ഒരു നോർമൽ വരയ്ക്കണം. ആ നോർമൽ ഡ്രോ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു നോർമൽ ഇമാജിൻ ചെയ്ത് നോക്കടാ. ഇവിടെ ഒരു നോർമൽ ഇമാജിൻ ചെയ്യും. എന്റെ കയ്യിൽ പേനൊന്നും ഇല്ലടാ. ഒരു നോർമൽ ഇമാജിൻ ചെയ്യേ. ആ നോർമലിനും ഈ മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിളാണ് വേണ്ടത്. ഇവിടെ ഫോം ചെയ്ത ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ പിടിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഫോം ചെയ്ത ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ, ഈ ഫോം ചെയ്ത ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ, ഇവിടെ ഞാൻ കാണിക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും കേട്ടോ. എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇനി ഇൻഡ്യൂസ്ഡ് EMF കിട്ടണമെങ്കിൽ നമ്മളെ മുമ്പിലുള്ള ഐഡിയ എന്ന് പറയുന്നത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യലടാ ചെയ്യേണ്ടത്. ഇൻഡ്യൂസ്ഡ് EMF is equal to d∅dt ആണ്. അപ്പൊ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF is equal to, ലിസൺ, NBA ഒമേഗ സൈൻ ഒമേഗ ടി. നിങ്ങൾ ഈ AC ജനറേറ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതാണ് ഞാൻ അവിടെ എഴുതിയത്, NBA ഒമേഗ സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി എന്താണ് നിങ്ങൾക്ക് ചോദിച്ചത്? ഇൻസ്റ്റന്റേനിയസ് ഇൻഡ്യൂസ്ഡ് EMF അല്ലേ? ദാ പ്ലെയിൻ ഓഫ് ദി കോയിലുമായിട്ടുള്ള ആംഗിൾ 60 ഡിഗ്രി ആവുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് EMF, അല്ലെങ്കിൽ നോർമൽ ഡ്രോൺ ടു ദി പ്ലെയിൻ ഓഫ് കോയിലുമായിട്ടുള്ള ആംഗിൾ 30 ഡിഗ്രി ആകുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് EMF. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 600 ആണ്. ഓക്കെ, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് 0.4, അല്ലെങ്കിൽ ഞാൻ അതിനെ 4 × 10⁻⁻1 എഴുതി. എടാ ഏരിയ 70 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, which means 70 × 10⁻⁻4 കിട്ടി. ഒമേഗ 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 500 revolution per minute. 500 revolution per minute. ഒരു കാര്യം ചെയ്യാം, എടാ ഇവിടെ 500 revolution per minute എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ തന്നത് ഫ്രീക്വൻസി. ഇതിനെ നമുക്ക് 500/60 per second എഴുതാം. ഇതിങ്ങനെ പോയി. അപ്പൊ ഫ്രീക്വൻസി 50/6 ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് F is equal to 50/6 second inverse ആണ്, per second. ഒമേഗ 2πf ആണ് നമുക്കറിയാം അല്ലെ. അപ്പോ ഒമേഗയ്ക്ക് പകരം ലിസൺ 2 × 22/7, പൈക്ക് പകരം 22/7. ഫ്രീക്വൻസി 50/6, 50/6 കഴിഞ്ഞു. ഇനി കോസ് ഒമേഗ ടി, ഒമേഗ ടി 30 ആണ്. അപ്പൊ കോസ് 30 എന്ന് പറഞ്ഞാൽ കോസ് അല്ലല്ലോ, BA കോസ് ഒമേഗ ടി. ശരി, സോറിടാ, BA കോസ് ഒമേഗ ടി അല്ല, ഞാനത് അങ്ങനെ ആലോചിക്കുന്നത്. ഇതാ ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എഴുതിയപ്പോൾ തെറ്റിയതാണ്. NBA ഒമേഗ സൈൻ ഒമേഗ ടി അല്ലേ. ഓക്കെ, NBA ഒമേഗ സൈൻ ഒമേഗ ടി. അപ്പോൾ ആക്ച്വലി സൈൻ ഒമേഗ ടി ആണ് വേണ്ടത്. ഒമേഗ ടി 30 ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നത് sin 30 എന്ന് പറഞ്ഞാൽ 1/2. ഈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ. കഴിഞ്ഞു. എടാ ഈ 7ഉം ഇവിടുത്തെ ഈ 7ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ 6ഉം കട്ട് ചെയ്ത് കളയാം. ഈ 2ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഒരു 10 സ്ക്വയർ കാണുന്നുണ്ട്, 10⁻³ കാണുന്നുണ്ട്, 10⁻⁴ കാണുന്നുണ്ട്, 10⁻⁻4. അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മളെ കയ്യിലുള്ളത് ഫസ്റ്റ് ഓക്കെ ഒരു 4 × 10⁻⁻1 ഞാൻ ഇവിടെ കണ്ടു, ഫസ്റ്റ് ടേം. പിന്നെ ഇവിടെ ഒന്നുമില്ല. പിന്നെ ഒരു 22 കണ്ടു, പിന്നെ ഒരു 5ഉം കണ്ടു അല്ലെ. എടാ 5 × 4 20 ആണ്. 20 × 10⁻⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. Therefore this is equal to 2 × 22, which is equal to 44 volt. Therefore the answer is 44. ശരിയല്ലേ? 44 volt. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. Listen. A certain elastic conducting material is stretched into a circular loop placed with its plane perpendicular to uniform magnetic field B is equal to 0.8 Tesla. Question വായിച്ചു നോക്കിയോ. ഒരു ഇലാസ്റ്റിക് കണ്ടക്ടിംഗ് ലൂപ്പ് ആണ്, അത് 0.8 ടെസ്ല മാഗ്നറ്റിക് ഫീൽഡ് വെച്ചു. When released, radius of the loop starts shrinking. അതിന്റെ റേഡിയസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് at a constant rate 2 cm/s. Induced EMF in the loop at any instant when the radius of loop is 10 cm will be. Radius 10 cm ആവുന്ന സമയത്ത് induced EMF. ഓക്കെടാ, ഇപ്പൊ നിങ്ങൾ ഒന്നിങ്ങനെ ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തു. ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു സർക്കുലർ ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് വെച്ചു. അതിന്റെ റേഡിയസ് അതിങ്ങനെ സ്ട്രിങ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റേഡിയസ് ആണ് അവിടുത്തെ വേരിയബിൾ. ഓക്കെ, റേഡിയസ് 10 സെന്റിമീറ്റർ ആകുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് EMF ചോദിച്ചു. സിമ്പിൾ. എടാ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ വി ക്യാൻ റൈറ്റ് BA cos θ. ഇതിൽ സംശയമില്ലല്ലോ.
ഇത് നോക്ക്, എ certain elastic conducting material is stretched into a circular loop is placed when its plane perpendicular to the magnetic field. എന്ന് പറഞ്ഞാലേ ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കുക, ഈ കാണുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, അതിനകത്ത് സർക്കുലാർ ലൂപ്പ് കിടക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. അപ്പൊ സർക്കുലാർ ലൂപ്പ് കിടക്കുന്നത് എക്സ് വൈ പ്ലെയിനിലും മാഗ്നറ്റിക് ഫീൽഡ് കിടക്കുന്നത് സെഡിലും, അതായത് പ്ലെയിന് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്, വിച്ച് മീൻസ് ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ വാല്യൂ 0 ആണ്. ഇവിടെ ഫൈ കിട്ടണമെങ്കിൽ സിംപ്ലി ബി എ മതി. ഓക്കെ, ഫൈ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു സർക്കുലാർ ലൂപ്പ് ആയതുകൊണ്ട് പൈ ആർ സ്ക്വയർ. എടാ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡി ഫൈ ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ബി ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇതാണ് സംഭവം. ഇവിടെ ആരാ വേരിയബിൾ? റേഡിയസ് ആണല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, ബി പൈ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്, ഔട്ട്സൈഡ് കൊടുത്തു. ഇനി ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ ആണ്, അത് നമുക്ക് 2r ഇൻറ്റു ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ശരിയാണോടാ? ഇനി ആൻസർ എങ്ങനെ കിടക്കുന്നത് നോക്കാം. ആൻസർ ഓക്കെ, എത്ര മില്ലി വോൾട്ട് ആണെന്നുള്ള കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബിക്ക് പകരം നമുക്ക് 8 ഇൻറ്റു 10⁻⁻1 കൊടുക്കാം. 8 ഇൻറ്റു 10⁻⁻1 പൈന്റെ വാല്യൂ എത്ര കൊടുക്കണം എന്ന് എനിക്കറിയില്ല, അവിടെ നിൽക്കട്ടെ. 2 ഇൻറ്റു റേഡിയസ് എത്രയാകുന്ന സമയത്ത്, റേഡിയസ് 10 സെന്റിമീറ്റർ ആകുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. അപ്പൊ 10 ഇൻറ്റു 10⁻², അതായത് 10⁻⁻1. ആ ഇൻസ്റ്റന്റ് റേഡിയസ് 10 സെന്റിമീറ്റർ ആകുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് 10 ഇൻറ്റു 10⁻², അതായത് 10⁻1. ഇനി ഡി ആർ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഞാൻ അതിന് 2 ഇൻറ്റു 10⁻². ഇതാണ് ഡി ആർ ബൈ ഡി ടി. എടാ ഇത് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ. ഇത് നിങ്ങൾ ചെയ്യും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം വേണമെങ്കിൽ ഞാൻ കാണിക്കാം. ലിസൺ, എടാ 10⁻⁻, മില്ലി വോൾട്ടിലാണ് അല്ലേ? ഇത് നമുക്ക് 832 പൈ ഇൻറ്റു 10⁻⁻4 ഇങ്ങനെയല്ലേ വരിക? ഇതിനെ വേണം നമുക്ക് 3.2 പൈ ഇൻറ്റു 10⁻⁻3 വോൾട്ട് എന്ന് എഴുതാം. 10⁻⁻3 വോൾട്ട് എന്ന് പറഞ്ഞാൽ മില്ലി വോൾട്ട് ആണ്. 3.2 പൈ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ആണ്. അപ്പൊ നമുക്ക് 10 മില്ലി വോൾട്ട്, നിയർലി 10 മില്ലി വോൾട്ട്. ഇതായിരിക്കും ആൻസർ. ഓക്കേടാ, 10 മില്ലി വോൾട്ട്. നെക്സ്റ്റ് വൺ ലിസൺ. എ മെറ്റാലിക് കണ്ടക്ടർ ഓഫ് ലെങ്ത് 1 meter rotates in a vertical plane parallel to east-west direction about one of its end with an angular velocity 5 radian per second. If the horizontal component of Earth's magnetic field is 0.2 into 10⁻⁻4 Tesla, EMF induced between two ends of the wire. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എർത്തിന്റെ ജോഗ്രഫിക് സൗത്ത് നിന്ന് നോർത്തിലോട്ടാണ്. അപ്പൊ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ, സൗത്ത് നിന്ന് നോർത്തിലോട്ട്. ഇനി അവർ പറയുന്നത് എ മെറ്റാലിക് റോഡ് ഓഫ് ലെങ്ത് 1 meter റൊട്ടേറ്റ്സ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ പാരലൽ ടു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. ഒരു കാര്യം ചെയ്യാം, ഇത് നോർത്ത്, ഇത് സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. റോഡ് കിടക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ്, മാഗ്നറ്റിക് ഫീൽഡ് കിടക്കുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. ഈ റോഡ് ഈ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് റോഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എൻഡ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് റൊട്ടേറ്റ് ചെയ്യാണ് ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ റോഡ് ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ½ BL² ഒമേഗ എന്ന് എഴുതാം. എടാ ഇതിന്ന് ഹാഫ് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ബി നമുക്ക് തന്നിട്ടുണ്ട് 2 ഇൻറ്റു 10⁻⁻5 അല്ലേടാ. ലെങ്ത് 1 ആയതുകൊണ്ട് 1². ഓക്കെ, ഒമേഗ 5 റേഡിയൻ പെർ സെക്കൻഡ്. റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് ഒമേഗയാണ്. അപ്പൊ 5 ഇത് ക്യാൻസൽ ചെയ്ത് പോയാൽ വളരെ സിമ്പിൾ ആണ്. 5 ഇൻറ്റു 10⁻⁻5 വോൾട്ട്, അല്ലെങ്കിൽ 50 ഇൻറ്റു 10⁻⁻6 വോൾട്ട്, ഓർ വി ക്യാൻ റൈറ്റ് 50 മൈക്രോ വോൾട്ട്. ഇതായിരിക്കും ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ലിസൺ. 2 coils of self-inductance L1 and L2 are connected in series combination having mutual inductance of the coil M. Equivalent self-inductance of the combination is. എടാ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്, ഇൻഡക്ടേഴ്സ് ഇൻ സീരീസ്. ഞാനത് പറയാം. ലിസൺ, ഇപ്പോൾ ചിലപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഇൻഡക്ടേഴ്സ് ഇൻ സീരീസ് നിങ്ങളടുത്ത് ചോദിച്ചാൽ, ലിസൺ, ഇപ്പൊ നമ്മൾ ഇതാ ഒരു ഇൻഡക്ടർ ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, ഈ കാണുന്നതാണ് അടുത്ത ഇൻഡക്ടർ എന്ന് വിചാരിച്ചു. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആക്ച്വലി സീരീസ് കോമ്പിനേഷൻ വിളിക്കുക അല്ലെ.
ഇവിടെ ചിലപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ഇൻഡക്റ്റൻസ് L1 ആണ്, ഇയാളുടെ ഇൻഡക്റ്റൻസ് L2 ആണ്. എടാ ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF E1 ഉം ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF E2 ആണ്. ഇങ്ങനെ നോക്കും. ഇനി ശരിക്ക് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് സീരീസ് കോമ്പിനേഷനിലെ ടോട്ടൽ ഇൻഡ്യൂസ്ഡ് EMF is equal to we can write E1 plus E2 ഇങ്ങനെ എഴുതാം. E1 എന്ന് പറഞ്ഞാൽ ദാ ഇതിനകത്തുള്ള ഇൻഡ്യൂസ്ഡ് EMF, അതിന് ഞാൻ -L1 di/dt എന്ന് എഴുതി. പ്ലസ് E2 രണ്ടാമത്തെ ആൾ പ്ലസ് -L2 di/dt. സീരീസ് കോമ്പിനേഷൻ ആണ്, ഒരേ കറന്റ് പാസ് ചെയ്യാം. എടാ ഈ എസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ ഒരൊറ്റ ആളെ ഉപയോഗിച്ചു. അതിന്റെ ഇൻഡക്റ്റൻസ് LS ആണ്. ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇൻഡ്യൂസ്ഡ് EMF ആണ് ES. അപ്പൊ നമുക്ക് ഈ എസിന് പകരം കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം -LS di/dt എന്ന് എഴുതാം. ശരിയല്ലേ? എടാ ഇനി ഈ di/dt ഒക്കെ ക്യാൻസൽ ചെയ്യും. ഇങ്ങനെ ആവുമ്പോൾ വളരെ സിംപ്ലി നമുക്ക് എഴുതാൻ പറ്റും LS is equal to L1 plus L2. ഇതാണ് കേസ്. ഇത്രയേ ഉള്ളൂ. റെസിസ്റ്റർ പോലെ ഇൻഡക്ടർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ we can write LS is equal to L1 plus L2. ഇത് മ്യൂച്വൽ ഇൻഡക്ഷൻ കൺസിഡർ ചെയ്യാതിരിക്കുമോ? ഇതേ ക്വസ്റ്റ്യനിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. ഞാനത് കാണിക്കാം. ലിസൺ, ശ്രദ്ധിച്ചു കേട്ടോ. നോക്ക്, ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷനും കൂടെ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇത് ആദ്യത്തെ ഇൻഡക്ടർ, ഈ കാണുന്നത് രണ്ടാമത്തെ ഇൻഡക്ടർ. ഓക്കെ, എടാ ഇതിലൂടെ കറന്റ് പാസ് ചെയ്യിക്കുക. ലിസൺ 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 ലിസൺ. ഈ കറന്റ് പാസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇൻഡക്ടറിനകത്ത് ഈ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിച്ചു. എടാ അത് ഇവിടെ മാത്രമല്ല ഉണ്ടാവുക, അത് രണ്ടാമത്തെ ഇൻഡക്ടറിലും ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് ഇൻഡക്ടറിനകത്തെ മാഗ്നറ്റിക് ഫീൽഡ്. അത് രണ്ടാമത്തെ ഇൻഡക്ടറിലൂടെ ഞാൻ അതിനെ B1 വിളിച്ചു. ഇനി രണ്ടാമത്തെ ഇൻഡക്ടറിൽ ലിസൺ, രണ്ടാമത്തെ ഇൻഡക്ടറിൽ ഈ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിച്ചു. കാരണം കറന്റ് ആ ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. അത് അവിടെ മാത്രമല്ല ഉണ്ടാകുക, ഈ ഇൻഡക്ടറിലും ഉണ്ടാവും. അപ്പൊ നോക്ക്, B1 ഫസ്റ്റ് ഇൻഡക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ്, B2 സെക്കൻഡ് ഇൻഡക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇതിനകത്തുള്ളത് E1 എന്ന് വിളിച്ചു, ഇവിടെ ഉള്ളത് E2 എന്ന് വിളിച്ചു. ഈ രണ്ടെണ്ണത്തിന് പകരം ഒരൊറ്റ ആളായിട്ട് നമ്മൾ ഇതിനെ മാറ്റിയാൽ അതിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് LS ആണ്, അതിനകത്തുള്ളത് ES ആണ്. ഇനി നോക്കടാ, ഇവിടെ നമുക്ക് ES is equal to E1 plus E2 എന്ന് എഴുതാം. E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന ബാക്ക് EMF, ഇൻഡ്യൂസ്ഡ് EMF. ഫസ്റ്റ് ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറന്റിൽ വേരിയേഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF. എടാ രസകരമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഇതിൽ ബ്ലൂ കളറിലുള്ള ആളുകൾ ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഇൻഡക്ടറിനകത്ത് ബ്ലൂ കളറിലുള്ള ആൾ, അത് സ്വന്തം മാഗ്നറ്റിക് ഫീൽഡാണ്. അതിൽ വേരിയേഷൻ വരുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ആ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -L1 di/dt. എടാ സെൽഫ് ഇൻഡക്ഷന്റെ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ബേസിക് ഐഡിയ ആണോ? -L1 di/dt. പിന്നെ ഗ്രീൻ കളറിൽ ഒരാളുണ്ടല്ലോ, അത് അയാളതല്ല, അത് അപ്പുറത്തെ ആളതാണ്, സെക്കൻഡ് ഇൻഡക്ടറിന്റെ ആണ്. അതിൽ വേരിയേഷൻ വരുമ്പോൾ നെയ്ബറിംഗ് കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡിലുള്ള വേരിയേഷൻ അത് ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് മാത്രം. നെയ്ബറിംഗ് കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡിലുള്ള വേരിയേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ വിളിക്കുന്ന പേര് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയുള്ള ഇൻഡ്യൂസ്ഡ് EMF എന്നാണ്. ശരിയല്ലേ? ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ഈ രണ്ട് ഇൻഡ്യൂസ്ഡ് EMFും ഒരേ രീതിയിലാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ അടുത്ത് പറയുമ്പോൾ മനസ്സിലാവും -M di/dt എന്ന് എഴുതാം. ഇപ്പൊ ഫസ്റ്റത്തത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഇൻഡക്ടർ നോക്കാം. രണ്ടാമത്തെ ഇൻഡക്ടറിൽ സ്വന്തം ഫീൽഡ് ഗ്രീൻ ആണ്, B2 ആണ്. അതിലുള്ള വേരിയേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത് -L2 di/dt. ഇനി ബ്ലൂ നോക്ക്, B1 നോക്ക്, അത് തൊട്ടപ്പുറത്തെ L1 മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിലുള്ള വേരിയേഷൻ വഴി രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അതിലുള്ള വേരിയേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത് -M di/dt. ഇനി നിങ്ങൾ LS അല്ലെങ്കിൽ ES നോക്ക്. ഇതിന് രണ്ടിനും പകരം ഒരൊറ്റ ഇൻഡക്ടർ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. എടാ ഒരൊറ്റ ഇൻഡക്ടർ ആണെങ്കിൽ അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള ഫിനോമിന ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവിടെ നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി? -LS di/dt എന്ന് എഴുതിയാൽ മതി. ശരിയല്ലേ? ഇനി ഞാൻ ചെയ്യുന്നത് ഈ di/dt ഒക്കെ ക്യാൻസൽ ചെയ്തു. എല്ലാ ടേമും മൈനസ് ആണ്. അതുകൊണ്ട് ഇവിടെ LS is equal to L1 plus M plus L2 plus M ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് LS is equal to
L1 plus L2 plus 2M. ശരിയായോ? ഇതാണ് കേസ്. ഇവിടെ അതിൽ ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട്. ആ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ആ വെറൈറ്റി ഇതിനകത്താണ് ചെയ്യാം. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിനെ ഞാൻ L1 എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ L2 എന്ന് വിളിച്ചു. ഓക്കേടാ. ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFനെ E1 എന്നും ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFനെ E2 എന്നും വിളിച്ചു. ഇനി രണ്ടും സെപ്പറേറ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഒരൊറ്റ ആളാക്കി മാറ്റി. ഓക്കെ, ശ്രദ്ധിക്കണം. ആ സമയത്ത് ഉള്ള ആള് ഈ എസ് എന്ന് കൊടുത്തു, ഇത് LS എന്ന് കൊടുത്തു. സിമ്പിൾ ആട്ടോ. നേരത്തെ ചെയ്ത പോലെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഉള്ള സ്വന്തം മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ബ്ലൂ. അത് രണ്ടാമത്തെ കോയിലുണ്ട്. ഞാൻ അതിനെ B1 വെച്ചു. എടാ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കോയിലിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നേരെ റിവേഴ്സ് ചെയ്തിട്ടല്ലേ കറണ്ട് വരുന്നത്. കണ്ടോ, തൊട്ട് മുമ്പത്തെ ഫിഗറിൽ ഞാൻ ഇങ്ങനെയാണ് കറണ്ട് കൊടുത്തിരുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ കറണ്ട് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കേസിൽ ദാ ഒന്ന് ഇതാണെങ്കിൽ അടുത്തത് ദാ ഇങ്ങനെയാണ് കറണ്ട് വരുന്നത്. ഓക്കെ, അപ്പോ രണ്ടാമത്തെ കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലിസൺ ഇങ്ങനെയാണ്. ഇവിടുന്ന് ഇങ്ങനെ ദാ ഈ ഗ്രീൻ കളറിൽ ഇങ്ങനെയാണ്, കാരണം ഇങ്ങനെയാണ് അവിടെ കറണ്ട് പാസ് ചെയ്യുന്നത്. ഇതാണ് B2. ഇനി ഫസ്റ്റ് കോയിലിന്റെ ഉള്ളിലോട്ട് നോക്ക്. B1 B2 ഒരേ ഡയറക്ഷൻ ആണോ? അല്ല. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഈ എസ് ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2 എന്ന് എഴുതാം. E1 നോക്കാം നമുക്ക്. ബ്ലൂ കളറിലുള്ള B1ലുള്ള വേരിയേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് -L1 di/dt. ഓക്കെ, ഇനിയടാ ഗ്രീൻ കളറിലുള്ള വേരിയേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് -M di/dt. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് അതിനെ ഞാൻ +M di/dt എന്ന് എഴുതി. ഓക്കെ, പ്ലസ് E2. ഗ്രീൻ കളറിലാണ് സ്വന്തം മാഗ്നറ്റിക് ഫീൽഡ്, അതുവഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത് -L2 di/dt. എടാ, ബ്ലൂ കളറിലുള്ളത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് B1 കിടക്കുന്നത്. അതുകൊണ്ട് അത് +M di/dt ഇങ്ങനെയുണ്ട്. ഓക്കെ, എടാ ഇതിനകത്ത് ES എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഇൻഡക്ടർ ആണ്. അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിനോമിനേ ഇല്ല. അത് നമുക്ക് -LS di/dt എന്ന് എഴുതാം. ഇവിടുന്ന് നോക്ക് നിങ്ങൾ, di/dt ടേംസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ, ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഒപ്പിക്കൽസ് നടത്തുന്നുണ്ട്, ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ LHSൽ -LS ഉണ്ടാവും. പിന്നെ ഉണ്ടാവുന്നത് -L1 പ്ലസ് M -L2 പ്ലസ് M. എടാ, അതിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? LS ഇസ് ഈക്വൽ ടു L1 പ്ലസ് L2 മൈനസ് 2M. L1 പ്ലസ് L2 മൈനസ് 2M. ബി ഓപ്ഷനാണ് ആൻസർ. ഓക്കെടാ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. വെറൈറ്റി ക്വസ്റ്റ്യൻസ് എടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തിയറി പഠിച്ചില്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. എന്നാലും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പഠിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തൽക്കാലം ഇത് എന്തായാലും പഠിക്കണം കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ശരിക്കും വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓക്കെ, എടാ ഈ ചാപ്റ്ററിൽ നമുക്ക് ശരിക്ക് കുറച്ച് കാര്യങ്ങളല്ലേ പഠിക്കാനുള്ളൂ. ഒരു JEE എക്സാമിന് നമ്മൾ പോകുമ്പോൾ തന്നെ AC ത്രൂ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്, ഇൻഡക്റ്റീവ് സർക്യൂട്ട്, കപ്പാസിറ്റീവ് സർക്യൂട്ട്, LR സർക്യൂട്ട്, CR സർക്യൂട്ട്, LCR സർക്യൂട്ട്, അതിന്റെ റെസണൻസ് കണ്ടീഷൻ, പിന്നെ ഒരു Q ഫാക്ടർ അല്ലേ, Q ഫാക്ടർ, പവർ ഫാക്ടർ, അത്തരം കുറച്ച് കാര്യങ്ങൾ, വാട്ട്ലെസ് കറന്റ്. എടാ അത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറും AC ജനറേറ്ററും, ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിനെക്കുറിച്ച് ഏകദേശം തിയറി ഒക്കെ ധാരണ ഉണ്ട്. നമുക്ക് അതൊന്നും പറയാനുള്ള സമയമല്ലതാനും. നിങ്ങൾ എന്തായാലും അതൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. മെല്ലെ ക്വസ്റ്റ്യൻ കേൾക്കാം. സ്റ്റാർട്ട് ചെയ്യാലോ? എടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. വേഗം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. AC match list 1 with list 2. Choose the correct answer from the options given. ആദ്യം AC ജനറേറ്റർ കൊടുത്തത്, ഗാൽവനോമീറ്റർ, ട്രാൻസ്ഫോമർ, മെറ്റൽ ഡിറ്റക്ടർ, ഈ 4 കാര്യങ്ങൾ അല്ലേ.
ഡിറ്റക്ട്സ് പ്രസൻസ് ഓഫ് കറന്റ് ഇൻ ദി സർക്യൂട്ട്. അപ്പൊ നമുക്കറിയാം ഗാൽവനോമീറ്റർ ആണ് കറന്റിലെ സർക്യൂട്ടിലെ കറന്റിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്ന ആള്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ബി ആണ് എന്ന് പറഞ്ഞാൽ B2 ആണ്. B1 ആണ് അല്ലെ. B1 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടാവും? 3 ഓപ്ഷൻ. ഇതിലേതെങ്കിലും ആവും ആൻസർ. രണ്ടാമത് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഒരു സംശയമല്ല, അത് AC ജനറേറ്റർ ആണ്. അപ്പോൾ A2 ആണ്. B1 ആണ് നമുക്ക് മനസ്സിലായി, A2 ആണ്. A2 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഈ ഗിവൺ ഓപ്ഷനിൽ A2 വരുന്ന എത്ര ആളുകളുണ്ട്? ഇതും A2 ആണ്. വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് റെസണൻസ് AC സർക്യൂട്ട്. AC സർക്യൂട്ടിനെ റെസണൻസ് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് മെറ്റൽ ഡിറ്റക്ടർ. അപ്പൊ അത് മറക്കരുത്. മെറ്റൽ ഡിറ്റക്ടർ വർക്ക്സ് on the basis of resonance in the LCR series circuit അല്ലെങ്കിൽ AC സർക്യൂട്ട്. അപ്പൊ നമുക്ക് പറയാം D4 ആണ്. D4 വരുന്ന ഈ പറയപ്പെട്ട ആളുകളിൽ D4 വരുന്നത് ഇയാളാണ്. ശരിയല്ലേ? കഴിഞ്ഞു. ഇനി ചേഞ്ചസ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓഫ് സ്മോളർ ഇൻടു ഗ്രേറ്റർ അല്ലെ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ C4 ആണ്. സോറി D3 ആണല്ലേ, എനിക്ക് മാറി. എന്താണ് നിങ്ങൾ പറയാതിരുന്നത്? D3 ആണ്. D3 C4 ആണ്. C4ഉം കൂടെ വരുന്ന ഓപ്ഷൻ. അപ്പോൾ ഒരു സംശയമല്ല, ആൻസർ വരുന്നത് A ഓപ്ഷൻ ആണ്. ശരിയല്ലേ? ഇത് കഴിഞ്ഞു. 2022 ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. ലിസൺ, ശരി ശ്രദ്ധിക്കല്. എ 10 ohm റെസിസ്റ്റൻസ് കണക്റ്റഡ് അക്രോസ് 220 വോൾട്ട് 50 ഹെർട്സ്. അപ്പൊ നോക്ക്, ഇവിടെ റെസിസ്റ്റൻസ് 10 ohm ആണ്. 220 വോൾട്ട് 50 ഹെർട്സുമായിട്ട് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് AC ആണല്ലോ അല്ലെ. VRMS ആണ്. RMS വോൾട്ടേജ് ആണ് 220 വോൾട്ട്. അവിടെ ACന്റെ ഫ്രീക്വൻസി ആണ് 50 ഹെർട്സ്. ഇത്രയും ഡാറ്റാസ് തന്നിട്ടുണ്ട്. ടൈം ടേക്കൺ ബൈ ദി കറന്റ് ടു ചേഞ്ച് ഫ്രം മാക്സിമം വാല്യൂ ടു ദി RMS വാല്യൂ. എടാ, മാക്സിമം വാല്യൂന്ന് RMS വാല്യൂ. ടൈം ടേക്കൺ ടു ചേഞ്ച് ദി കറന്റ് ഫ്രം മാക്സിമം വാല്യൂ ടു ദി RMS വാല്യൂ. മാക്സിമം വാല്യൂന്ന് RMS വാല്യൂയിലോട്ട് എത്താൻ എടുക്കുന്ന ടൈം. ഓക്കെ, ആക്ച്വലി ഇപ്പൊ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ കണ്ട. ഇതൊരു AC സർക്യൂട്ട് ആണെങ്കിൽ, ലിസൺ, ഒരു AC സർക്യൂട്ട്, ഈ കാണുന്നത് ഒരു AC സർക്യൂട്ട് ആണ് വിചാരിക്കാം. ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I is equal to I0 sin omega t ആണ്. ശരിയല്ലേ? മാക്സിമം കറന്റ് എന്ന് പറയുന്നത് I0 ആണ്. RMS കറന്റ് എന്ന് പറഞ്ഞാൽ I0/√2 ആണ്, IRMS. ഞാനൊരു കാര്യം ചെയ്യാണ്, ഐക്ക് പകരം I0 എന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് കറന്റ് മാക്സിമം കറന്റ് ആയി. അപ്പൊ നമുക്ക് ഇതിനെ I0 is equal to I0 sin omega t1 എന്ന് ഞാൻ എഴുതി. എടാ, ഈ T1 ആണ് ഇൻസ്റ്റന്റേനിയസ് കറന്റ് മാക്സിമം കറന്റ് ആയിട്ട് മാറാനെടുത്ത ടൈം. I0 ആയിട്ട് മാറാനെടുത്ത ടൈമാണ് T1. അപ്പൊ ഇതിന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് omega t1 is equal to, ഇങ്ങനെ വരണമെങ്കിൽ omega t1 π/2 ആവണം. ശരിയല്ലേ? എടാ, ഒമേഗയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ 2π അല്ലെങ്കിൽ ഒമേഗയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ 2πf എന്നോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അല്ലെ. ഓക്കെടാ. അപ്പൊ വേണ്ട, omega t1 is equal to π/2. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 വിളിച്ചു. അടുത്ത കേസിൽ I0/√2, അതായത് IRMS ആവാണ്. I0/√2 is equal to I0 sin omega t2. ഓക്കെ, ഈ T2 ആണ് I0 ആവാനെടുത്ത ടൈം. എടാ, ഇതിൽ നേരത്തെ ചെയ്ത പോലെ I0 ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ sin omega t 1/√2 ഈക്വൽ ടു sin omega t2. ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ വരുമ്പോ ആംഗിൾ omega t2 എന്ന് പറഞ്ഞ് 45 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ π/4 ആണ്. ശരിയായോ? എടാ, ഇപ്പൊ ഈ T1 എന്ന് പറയുന്നത് മാക്സിമത്തിൽ എത്താനെടുത്ത ടൈം, T2 എന്ന് പറയുന്നത് RMS എത്താനെടുത്ത ടൈം. നമുക്ക് വേണ്ടത് മാക്സിമത്തിൽ നിന്ന് RMS എത്താനെടുത്ത ടൈമാണ്. അതായത് T1 - T2 ആണ് വേണ്ടത്. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. അതിനുശേഷം 1 - 2 ചെയ്യും. അപ്പൊ എനിക്ക് omega t1 minus omega t2 is equal to π/2 minus π/4 എന്ന് കിട്ടി. എടാ, omega into t1 minus t2 equal to π/2 minus π/4 എന്ന് പറഞ്ഞാൽ π/4. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് മാക്സിമത്തിൽ നിന്ന് RMS എത്താനെടുത്ത ടൈം എന്ന് പറഞ്ഞാൽ T1 - T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. എടാ, ഇതില് ഒമേഗനെ നമുക്ക് 2πf എന്ന് കൊടുക്കാം. ഇൻറ്റു T1 - T2 ഈക്വൽ ടു π/4. ഇവിടുത്തെ പൈയും ഈ പൈയും കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കേടാ, അപ്പൊ കഴിഞ്ഞു.
T1 minus T2 equal to 1 divided by 4 into 2F. F എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് ആണ്. അപ്പോൾ നമുക്ക് T1 minus T2 is equal to 1 by 4 into 2 into 50. അല്ലടാ എന്ന് പറഞ്ഞാൽ T1 minus T2 is equal to 1 by 400 second. ഇതാണ് ആൻസർ. 1 by 400 second. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. 1 by 400 second ഇല്ല. വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാലോ. ഇതിന് 1 by 4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. ഇൻറ്റു 10 raised to minus 2 സെക്കൻഡ് എഴുതാം. 0.25 into 10 raised to minus 2 സെക്കൻഡ്. എടാ ഇയാളെ നമുക്ക് 2.5 into 10 raised to minus 3 സെക്കൻഡ് എഴുതാം. 10 raised to minus 3 സെക്കൻഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് മില്ലി സെക്കൻഡ്. Therefore, this is equal to 2.5 millisecond. 2.5 millisecond. Okay. 2.5 millisecond. ശരിയായോ? ഇതാണ് ഐഡിയ. ശരിക്കും മനസ്സിലാക്കണം. മാക്സിമത്തിലോട്ട് എത്താൻ എടുക്കുന്ന ടൈം T1 കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒമേഗ T1 = π/2 കിട്ടി. RMS ഐക്ക് പകരം I0/√2 കൊടുത്തു, ടിക്ക് പകരം T2 കൊടുത്തു. അപ്പോൾ ഒമേഗ T2 π/4 കിട്ടി. ഒമേഗ T1 minus T2 കാൽക്കുലേറ്റ് ചെയ്തു. ആ ഒരു പണി ഇതിനകത്തുള്ളൂ കേട്ടോ. ഓക്കെ. എടാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. Listen. An AC current is given by I is equal to I1 sin omega t plus I2 cos omega t. A hot wire ammeter will give a reading. എടാ ഹോട്ട് വയർ അമീറ്റർ എന്ന് പറഞ്ഞാൽ AC മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ആണ് കറണ്ടിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന് പ്രശ്നമുണ്ട്. അത് DC മെഷർ ചെയ്യാനേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, AC മെഷർ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം ആവറേജ് വാല്യൂ ഓഫ് AC ഇൻ എ ഫുൾ സൈക്കിൾ ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഒരു ഫുൾ സൈക്കിളിലെ ACന്റെ ആവറേജ് വാല്യൂ 0 ആണ്. അപ്പൊ AC മെഷർ ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്ട് ഉപയോഗിച്ചിട്ടാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഹോട്ട് വയർ അമീറ്റർ. മറക്കരുത്, AC മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ അല്ല, പകരം ഹോട്ട് വയർ അമീറ്റർ ആണ്. ഹോട്ട് വയർ അമീറ്റർ ഉപയോഗിച്ച് RMS വാല്യൂ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. An AC current is given by I is equal to I1 sin omega t plus I2 sin omega t. Find RMS value. A hot wire ammeter will give a reading, which means RMS value of this AC. എടാ RMS എന്ന് പറഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്ക്, RMS എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? RMS വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. S stands for square, M stands for mean, R stands for root. അപ്പൊ RMS എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ മീനിന്റെ റൂട്ടാണ്. സ്ക്വയറിന്റെ മീനിന്റെ റൂട്ട് ഞാൻ പറയാം. നമ്മൾ പറയാറുണ്ട് I0 sin omega t ആണ് ഇൻസ്റ്റന്റേനിയസ് AC കറന്റ്. ഇതിന്റെ RMS വാല്യൂ I0/√2 ആണെന്ന് പറയാറുണ്ട്. അതെങ്ങനെ വന്നു നമുക്ക് നോക്കാം. നോക്കേ, ആക്ച്വലി ലിസൺ I is equal to I0 sin omega t ആണല്ലോ. ഇതിന്റെ RMS വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ IRMS കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇയാളെ സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്താ കൂടാ? I0 സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് തോന്നും. എടാ എന്നിട്ട് അതിന്റെ മീൻ എടുക്കുക. ഓക്കെ, ഇപ്പൊ സ്ക്വയറിന്റെ മീനായി, അതിനുശേഷം റൂട്ട് എടുക്കുക. ശരിയായോ? ഇനി നിങ്ങൾ ഈ സെക്ഷനിലുള്ള പ്രോബ്ലം, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അത് അറിയുന്നതാണ്, ഈ സെക്ഷനിലുള്ള പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ അറിയണം. പറയാം. അതിലൊന്ന്, ലിസൺ, സൈൻ ഒമേഗ ടിന്റെ മീന് ഈക്വൽ ടു കോസ് ഒമേഗ ടിന്റെ മീന് ഈക്വൽ ടു 0 ആണ്. ഇതറിയണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ലിസൺ, സൈൻ ഒമേഗ ടി പോലെ സൈൻ 2 ഒമേഗ ടിന്റെ മീന്, അതുപോലെ കോസ് 2 ഒമേഗ ടിന്റെ മീന്, ഇതെല്ലാം 0 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. എടാ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സൈൻ സ്ക്വയർ ഒമേഗ ടി ആണോ അല്ലെങ്കിൽ കോസ് സ്ക്വയർ ഒമേഗ ടി ആണോ, ഇതിന്റെ മീൻ എന്ന് പറയുന്നത് ഹാഫ് ആണ്, 1/2. ഓക്കെ, ഇതാണ് സംഭവം. ഇനി ഞാൻ ഈ പ്രോബ്ലത്തിൽ വരാം. ഈ റൂട്ട് അവിടെ നിൽക്കട്ടെ കേട്ടോ. I0 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ I0 സ്ക്വയറിന്റെ മീൻ എന്ന് പറയുന്നത് I0 സ്ക്വയർ തന്നെ. എടാ സൈൻ സ്ക്വയർ ഒമേഗ ടിന്റെ മീന് ഹാഫ് ആണ്, ശരിയല്ലേ? റൂട്ട് I0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ I0, അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. റൂട്ട് ഓഫ് I0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ I0 ഡിവൈഡ് ബൈ √2 എന്ന് പറഞ്ഞാൽ √2. അപ്പൊ നമുക്ക് IRMS equal to I0/√2 അങ്ങനെ വന്നു. IRMS equal to I0/√2. ഓക്കെ, എടാ ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തുതരാം. ലിസൺ, ഇത് ശരിക്കും അറിയണം. I is equal to, നമുക്ക് തന്നത് I1 sin omega t plus I2 cos omega t. I1 sin omega t plus I2 cos omega t. ഓക്കെ,
ഇത് നിങ്ങൾക്ക് IRMS അല്ലേ കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ ആദ്യം ഇതിനെ സ്ക്വയർ ചെയ്യണം. എടാ ഇതിനെ സ്ക്വയർ ചെയ്ത് എന്താ കിട്ടുക? I1 sin omega t പ്ലസ് 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 I2 cos omega t നെ ഞാനൊരു സ്ക്വയർ ചെയ്തു. ഒന്നും നോക്കിയില്ല, സ്ക്വയർ ചെയ്തു. ഈ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് I1 സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 2I1 I2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി, കുഴപ്പമില്ലല്ലോ. പ്ലസ് 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 I2 സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി. സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മളെ ജോലി ഇതിന്റെ മീൻ എടുക്കുക. മീൻ എടുത്തു, അതിന് വേണ്ടിയിട്ട് ഞാൻ വരച്ചു. എടാ മീൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്ന പണി എന്ന് പറയുന്നത്, മീൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ പണി, ലിസൺ, ഇതിന്റെ റൂട്ട് എടുക്കുക. ഓൾ റേസ്ഡ് 1/2. ഓക്കെ, ഓൾ റേസ്ഡ് 1/2. എന്താ സ്റ്റാർട്ട് ചെയ്യാലോ നമുക്ക്? ഓക്കെ, ലിസൺ, ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. I1 സ്ക്വയറിന്റെ മീന് I1 സ്ക്വയർ തന്നെ, സൈൻ സ്ക്വയർ ഒമേഗ ടിന്റെ മീന് 1/2. അപ്പൊ ആ ടേം കഴിഞ്ഞു. എടാ അടുത്തത് I1 I2 അവിടെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പിന്നെ കാണുന്ന ആള് 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി, അത് സൈൻ 2 ഒമേഗ ടി ആണ്, സൈൻ 2 ഒമേഗ ടി. ഓക്കെ, I1 I2ന്റെ മീന് I1 I2 തന്നെ, പക്ഷെ സൈൻ 2 ഒമേഗ ടിന്റെ മീന് അത് 0 ആവും അല്ലെ? ഇതിന്റെ മീൻ എടുക്കുമ്പോൾ 0 ആവും. എടാ അത് കഴിഞ്ഞാൽ I2 സ്ക്വയറിന്റെ മീന് I2 സ്ക്വയർ തന്നെ. ഓക്കെ, കോസ് സ്ക്വയർ ഒമേഗ ടിന്റെ മീന് 1/2. ഇനി ഇവിടെ വരുന്നതാണ് ഓൾ റേസ്ഡ് 1/2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ട് എടുക്കണം. ലിസൺ, ഈ ടേം 0 ആയിട്ട് പോകും, ശരിയല്ലേ? അങ്ങനെ 0 ആയിട്ട് പോയാൽ ഇനി നമ്മളെ കയ്യിലുള്ളത് I1 സ്ക്വയർ ബൈ 2 പ്ലസ് I2 സ്ക്വയർ ബൈ 2 ഓൾ റേസ്ഡ് 1/2. അങ്ങനെയല്ലേ വരിക? ഓൾ റേസ്ഡ് 1/2, which means root of I1 square plus I2 square divided by 2. Root of I1 square plus I2 square by 2. അങ്ങനെ ഓപ്ഷൻ നോക്കടാ, ഇതായിരിക്കും ആൻസർ. ഇത് ഏത് വേണമെങ്കിലും കാണാം കേട്ടോ. ഇപ്പൊ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം നിങ്ങളടുത്ത്. ലിസൺ, ചിലപ്പോൾ എക്സാമ്പിൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് I is equal to 2 plus 5 cos omega t. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് IRMS. IRMS ഒന്നും ആലോചിക്കരുത്, IRMS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. IRMS ചെയ്യേണ്ടത് ആദ്യം തന്നാളെ സ്ക്വയർ എടുക്കണം. 2 plus 5 കോസ് ഒമേഗ ടീനെ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മീൻ എടുക്കണം. മീൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ റൂട്ട് എടുക്കണം. ഇതാണ് പണി. എടാ നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി 2 into 2 20 കോസ് ഒമേഗ ടി അല്ലെ? പ്ലസ് 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 25 കോസ് സ്ക്വയർ ഒമേഗ ടി സ്ക്വയർ ചെയ്തു. അടുത്ത പണി ഇതിന്റെയൊക്കെ മീൻ എടുക്കലാണ്. എടാ അത് കഴിഞ്ഞാൽ നമുക്ക് ഇയാളുടെ റൂട്ട് കൂടെ വേണം. ഇതല്ലേ സംഭവം? 4ന്റെ മീന് 4 തന്നെ, 20 കോസ് ഒമേഗ ടിന്റെ മീന് 0 ആണ്, അപ്പൊ 20 into 0 0 ആയി. പ്ലസ് 25 കോസ് സ്ക്വയർ ഒമേഗ ടിന്റെ മീന് 1/2 ആണ്, ശരിയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അവിടെ റൂട്ട് കൂടെ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ കയ്യിലുള്ള 4 plus 25/2 റൂട്ട് ഇങ്ങനെ വരും. എടാ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് ഓഫ് 33/2 ഇങ്ങനെ ക്യാൻസൽ. ഇതാണ് ആക്ച്വലി RMS വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സ്ക്വയറിന്റെ മീനിന്റെ റൂട്ട് എടുക്കുക, ആ ഒരു പണിയുള്ളൂ കേട്ടോ. അപ്പൊ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഓക്കെ, ലിസൺ. എടാ കേൾക്ക്, ക്വസ്റ്റ്യൻ പോയോ? ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ഇതിനകത്ത് ഒരൊറ്റ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. Alternating current is given by I is equal to root 42 sin 2π/t into t plus 10. RMS വാല്യൂ. എടാ ഇതിന്ന് RMS വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെ പണി നമുക്ക് ആദ്യം നോക്കാം. റൂട്ട് 42 sin 2π/t into t plus 10 ഇതിനെ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മീൻ എടുക്കണം. മീൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൂട്ട് വേണം. ഇതാണ് പണി. ഓക്കെ, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്യാണ്. റൂട്ട് 42 സൈൻ 2π/t into t. റൂട്ട് 42നെ സ്ക്വയർ ചെയ്താൽ 42. സൈൻ 2π/t into t നെ സ്ക്വയർ ചെയ്താൽ സൈൻ സ്ക്വയർ 2π/t into t പേ സ്ക്വയർ ആയി. പ്ലസ് 2ab ചെയ്താൽ 2 into root 42 into
2 into root 42 into sin 2 pi by t into 10. Okay? Plus b square. B square എന്ന് പറഞ്ഞാൽ 100. എടാ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇയാളുടെയൊക്കെ മീൻ വേണ്ടേ? ഇനി ആ മീനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇയാളുടെ റൂട്ട് വേണം. പണി കഴിഞ്ഞു. നമുക്ക് 42 അവിടെ നിൽക്കട്ടെ. സൈൻ സ്ക്വയർ ഒമേഗ ടി അല്ലെങ്കിൽ സൈൻ സ്ക്വയർ 2 പൈ ബൈ ടി ഇൻറ്റു ടി, അതിന്റെ മീന് 1/2. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ നിങ്ങൾ ഒരു സൈൻ ഒമേഗ ടി കാണുന്നുണ്ടാവും, സൈൻ 2 പൈ ബൈ ടി ഇൻറ്റു ടി കാണുന്നുണ്ടാവും. അതിന്റെ മീന് 0 ആണ്. അതുകൊണ്ട് ഈ ടേമിന്റെ വാല്യൂ 0 ആയിട്ട് മാറി. പിന്നെ 100ന്റെ മീന് 10 സ്ക്വയർ, 100ന്റെ മീന് 100 തന്നെ. ഇത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു റൂട്ട് കൂടെ എടുക്കണം അല്ലേ? എടാ ഈ 42/2 എന്ന് പറഞ്ഞാൽ 21. 21 പ്ലസ് 100 എന്ന് പറഞ്ഞാൽ 121 ആണ്. അപ്പൊ റൂട്ട് 121 ആയി. റൂട്ട് 121 എന്ന് പറഞ്ഞാൽ 11 ആംപിയർ. Therefore here 11 ആംപിയർ. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് RMS വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചു എന്നാണ് വിചാരിക്കുന്നത്. 11 ആംപിയർ ആയിരിക്കും ഇതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ മിസ്റ്റേക്ക് വരത്തില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കേടാ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. ലിസൺ. A condenser of 2 microfarad capacitance is charged steadily from 0 to 5 coulomb. Which of the following graph represents correctly the variation of potential difference V across its plates with respect to charge Q? Okay, നമുക്ക് വേണ്ടത് CV ഗ്രാഫ് അല്ലേ? മാക്സിമം 5 കൂളം വരെ ചാർജ് ചെയ്യണം. ആറ് ചാർജ് ചെയ്യണം? 2 മൈക്രോഫാരഡ് കപ്പാസിറ്റർ. അപ്പൊ അയാൾക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ലിസൺ, V ഈക്വൽ ടു Q ബൈ C. ആ കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. Qന്റെ വാല്യൂ 5 ആണ് ഡിവൈഡഡ് ബൈ 2 into 10 raised to minus 6. Okay, which means 2.5 into 10 raised to 6 വോൾട്ട് ആണ് ഈ കപ്പാസിറ്ററിന്റെ മാക്സിമം വോൾട്ടേജ്. അതായത് 5 കൂളത്തിലോട്ട് ചാർജ് ചെയ്യുമ്പോൾ 2.5 into 10 raised to 6 വോൾട്ട് ആയിരിക്കും അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ നമുക്ക് നോക്കിയാൽ സ്റ്റഡി ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത് നമുക്കറിയാം. 5 2.5 into 10 raised to 6. അപ്പൊ ഇതായിരിക്കും ആൻസർ. ശരിയല്ലേ? എടാ ഇവിടെ ഒന്നും ആൻസർ വരില്ല, കാരണം 5 ഇവിടെ 5 into 10 raised to 6 ആണ് വരുന്നത്. ഓക്കെ, ഇവിടെയും 5 into 10 raised to 6 ഒക്കെയാണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആൻസർ കിടക്കുന്നത് എ ഓപ്ഷൻ ആണ്. ഓക്കെ, എടാ നെക്സ്റ്റ് വൺ. വാട്ട്ലെസ് കറന്റ് flows in AC circuit when the circuit is. Wattles current flows in AC circuit when the circuit is. എടാ വാട്ട്ലെസ് കറന്റ് എന്ന് പറഞ്ഞാൽ പവർ കൺസ്യൂംഡ് 0 ആയിരിക്കണം. ആവറേജ് പവർ കൺസ്യൂംഡ് 0 ആണ്. നമുക്കറിയാം ആവറേജ് പവർ കൺസ്യൂംഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ P average is equal to IRMS into VRMS cos phi. ശരിയല്ലേ? നോക്കേ, ഈ പവർ കൺസംഷൻ 0 ആവണമെങ്കിൽ കോസ് ഫൈ ഇവിടുത്തെ പവർ ഫാക്ടർ ആണ്, പവർ ഫാക്ടർ 0 ആവണം. അല്ലെങ്കിൽ ഫൈ വാല്യൂ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആണെങ്കിലാണ് ആവറേജ് പവർ കൺസ്യൂംഡ് 0 ആവുള്ളൂ. അപ്പൊ ഫ്ലോ ചെയ്യുന്ന കറന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ട്ലെസ് കറന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് ഫൈ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ അതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് വാട്ട്ലെസ് കറന്റ് അല്ല. പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് ഫൈ ഇസ് ഈക്വൽ 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് ആവറേജ് പവർ കൺസ്യൂംഡ് 0 ആണ്. അതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് വാട്ട്ലെസ് കറന്റ് ആണ്. ബി ഓപ്ഷൻ ആൻസർ ആണ്. LCR സീരീസ് സർക്യൂട്ടിലാണെങ്കിൽ കോസ് ഫൈ എന്ന് പറഞ്ഞ R ബൈ Z ആണ്. നമുക്കറിയാലോ കോസ് ഫൈ R ബൈ Z ആണ്. വേണമെങ്കിൽ എന്നത് കാണിച്ചാൽ എങ്ങനെ കോസ് ഫൈ R ബൈ Z വന്നു എന്നുള്ളത്. അപ്പൊ R ഡിവൈഡഡ് ബൈ Z റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L ഒമേഗ മൈനസ് 1 ബൈ C ഒമേഗ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് LCR സീരീസ് സർക്യൂട്ടിൽ കോസ് ഫൈ ഇസ് ഈക്വൽ ടു R ബൈ Z ഇസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ L ഒമേഗ മൈനസ് 1 ബൈ C ഒമേഗ ഹോൾ സ്ക്വയർ. ഇതും വാട്ട്ലെസ് കറന്റ് അല്ല. അപ്പൊ ഇതും ആൻസർ അല്ല. RC സർക്യൂട്ട് ഓൺലി. എടാ RC സർക്യൂട്ട് ആണെങ്കിലും അവിടെയും നമ്മൾ കോസ് ഫൈ ഈക്വൽ ടു R ബൈ Z എന്നാണ് എഴുതുക. ദാറ്റ് ഈസ് R ഡിവൈഡ് ബൈ Z ന് പകരം R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ അല്ലെങ്കിൽ 1 ബൈ C ഒമേഗ ഹോൾ സ്ക്വയർ. ഇതിലൂടെ പാസ് ചെയ്യുന്നത് വാട്ട്ലെസ് കറന്റ്. ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആകുമ്പോഴാണ് വാട്ട്ലെസ് കറന്റ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാം പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ് വാട്ട്ലെസ് കറന്റ് ഉണ്ടാവുക. എടാ ഇനി ശരിക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സർക്യൂട്ടിലെ വാട്ട്ലെസ് കറന്റ് എത്രയാന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ LCR സീരീസ് സർക്യൂട്ടിൽ തന്നെ പവർ കൺസംഷൻ ഇല്ലാത്ത കറന്റ് വാട്ട്ലെസ് കറന്റ് എത്രയാന്നൊക്കെ ചോദിച്ചു. ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ ഫേസർ ഡയഗ്രാം വരച്ചതാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ചോക്കടാ, ഈ കാണുന്നതാണ് കറന്റ് എന്ന് വിചാരിച്ചു. ഓക്കെ, LCR സീരീസ് സർക്യൂട്ടിൽ നിങ്ങൾക്ക് അറിയാം
കറണ്ട് വോൾട്ടേജ് ലീഡ് ചെയ്യുന്ന കേസുണ്ട്, ലാഗ് ചെയ്യുന്ന കേസുണ്ട്. ഈ കാണുന്നതാണ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇതിനിടയിലുള്ള ആംഗിൾ ഫൈ ആണ്. ക്ലിയർ അല്ലേ? ആവറേജ് പവർ എന്ന് പറയുന്നത് പി ആവറേജ് ഇസ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് കോസ് ഫൈ. ക്ലിയർ അല്ലേ? ഞാൻ ഈ ഐനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. നോക്ക്, ഐനെ റിസോൾവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടാവുന്നത്, ലിസൺ, ഒരു കോമ്പണന്റ് ഇങ്ങനെ വരും, ഒരു കോമ്പണന്റ് ദാ ഇങ്ങനെ വരും, ഇങ്ങനെയാണ് വരും. എടാ, ഈ കോമ്പണന്റ് ഐ കോസ് ഫൈ ആണ്, ശരിയല്ലേ? ഈ കോമ്പണന്റ് ഐ സൈൻ ഫൈ ആണ്. ഓക്കെ, എന്റെ ചോദ്യം, ഐ സൈൻ ഫൈക്കും ലിസൺ 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 ഐ സൈൻ ഫൈക്കും വിക്കും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി അല്ലേ? ഓക്കെ, ഐ സൈൻ ഫൈക്കും വിക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്, ആണല്ലോ? അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കെ, ഈ നമ്മൾ ഐ സൈൻ ഫൈക്കും വിക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്, നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഞങ്ങൾ എടുത്ത് പറഞ്ഞിരുന്നു, വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് കോസ് ഫൈ. ആ ഫൈ 90 ആകുമ്പോഴാണ് വാട്ടർലെസ് കറണ്ട് ഉണ്ടാവുക. നിങ്ങൾ ഈ ഒരു ഫിഗർ മനസ്സിലാക്കുന്നത്, ഐ കോസ് ഫൈയും വിയും സെയിം ഡയറക്ഷനിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഐ കോസ് ഫൈ കാരണം ഉണ്ടാകുന്ന പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത്, ലിസൺ ലിസൺ, ഐ കോസ് ഫൈ കാരണം ഉണ്ടാവുന്ന ആവറേജ് പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത്, ലിസൺ, വി ആർ എം എസ് എഴുതി, ഐ ആർ എം എസ് എന്ന് പറഞ്ഞാൽ ഐ കോസ് ഫൈ അല്ലെങ്കിൽ ഐ ആർ എം എസ് കോസ് ഫൈ, അങ്ങനെ തന്നെ കൊടുക്കുക അല്ലെ, ഐ ആർ എം എസ് കോസ് ഫൈ. ഇനിയാണ് ഐ ആർ എം എസ് കോസ് ഫൈക്കും വി ആർ എം എസിനും ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് കോസ് 0. ഞാൻ ഈ ഇക്വേഷനെ മാറ്റിയത്, വി ആർ എം എസിന് അങ്ങനെ തന്നെ എഴുതി, ഐ ആർ എം എസിന് ഐ ആർ എം എസ് കോസ് ഫൈ, ഇതാണ് വിന്റെ ഡയറക്ഷനിലുള്ളത്, ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് 0. ഇതാണ് കോസ് 0, അല്ലെങ്കിൽ ഹിയർ ആവറേജ് പവർ കൺസപ്ഷൻ ഇസ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് കോസ് ഫൈ. ക്ലിയർ ആണല്ലോ? കോസ് 0 1 ആണ്. ഇനി അടുത്ത് നമ്മൾ ഐ സൈൻ ഫൈക്ക് എടുക്കും. ലിസൺ, ഇവിടുത്തെ ആവറേജ് പവർ കൺസപ്ഷൻ ഈക്വൽ ടു, ആദ്യം ഞാൻ വി ആർ എം എസ് എഴുതി. ഓക്കെ, ഇവിടുത്തെ ഐ ആർ എം എസ് പറഞ്ഞാൽ ഐ സൈൻ ഫൈ ആണ് അല്ലെ, ഞാൻ തന്നെ ഐ ആർ എം എസ് അല്ലെങ്കിൽ ഐ സൈൻ ഫൈ എന്ന് കൊടുത്തു. ഇനി വേണ്ടത് കോസ്, ഈ വിക്കും ഐ സൈൻ ഫൈക്കും ഇടയിലുള്ള ആംഗിൾ കോസ് 90. കോസ് 90 0 അല്ലെ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഈ ഐ സൈൻ ഫൈ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വാട്ട്ലെസ് കറന്റ്. അപ്പൊ നമുക്ക് കറന്റ് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ കോസ് ഫൈ ഐ സൈൻ ഫൈ ഉണ്ടെങ്കിൽ ഐ സൈൻ ഫൈ ആയിരിക്കും വാട്ട്ലെസ് കറന്റ്. വാട്ട്ലെസ് കറന്റ് എന്ന് പറയുന്നത് ഏത് സർക്യൂട്ടിലെയും വാട്ട്ലെസ് കറന്റ് കിട്ടണമെങ്കിൽ, വാട്ട്ലെസ് കറന്റ് നമുക്ക് വേണമെങ്കിൽ ആ സ്പേസിന്റെ ആവശ്യമില്ല, which is equal to ഐ സൈൻ ഫൈ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതാണ് വാട്ട്ലെസ് കറന്റ്. ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടാ, റെസിസ്റ്റീവ് സർക്യൂട്ടിലെ വാട്ട്ലെസ് കറന്റ് എത്രയാണെന്ന് ചോദിച്ചു. റെസിസ്റ്റീവ് സർക്യൂട്ടിലെ ഫൈ വാല്യൂ 0 ആണ്. അപ്പൊ അവിടുത്തെ വാട്ട്ലെസ് കറന്റ് ഐ സൈൻ ഫൈ ഐ സൈൻ 0, ദാറ്റ് ഇസ് 0, which means അവിടെ വാട്ട്ലെസ് കറന്റ് ഇല്ല. ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ വാട്ട്ലെസ് കറന്റ് ചോദിച്ചു, ഐ സൈൻ ഫൈ, അവിടെ ഫൈ വാല്യൂ 90 ആണ്, ഐ സൈൻ 90, ഐ എന്ന് പറഞ്ഞാൽ മുഴുവൻ കറന്റ് വാട്ട്ലെസ് കറന്റ്. കപ്പാസിറ്റീവ് സർക്യൂട്ട് ചോദിക്കുകയാണെങ്കിൽ ഐ സൈൻ ഫൈ ഐ സൈൻ 90, ദാറ്റ് ഇസ് ഐ, മുഴുവൻ കറന്റ് വാട്ട്ലെസ് കറന്റ്. അപ്പൊ വാട്ട്ലെസ് കറന്റ് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പറയണം ഐ സൈൻ ഫൈ. ഇതാണ് അവിടുത്തെ വാട്ട്ലെസ് കറന്റ് കേട്ടോ. കൃത്യമായിട്ട് പറയാൻ പറ്റും നമുക്ക്, പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലെ വാട്ട്ലെസ് കറന്റ് 0 ആണ്, ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ മുഴുവൻ കറന്റ് വാട്ട്ലെസ് കറന്റ് ആണ്, പവർ കൺസംപ്ഷൻ 0 ആണ്, കപ്പാസിറ്റീവ് സർക്യൂട്ടിലും വാട്ട്ലെസ് കറന്റ് എന്ന് പറയാം. എടാ, ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഇംപിഡൻസ് ട്രയാങ്കിളും കൂടെ വരച്ച് പഠിക്കുക, കോസ് ഫൈ കണ്ടുപിടിക്കാൻ വേണ്ടി. നിങ്ങൾ വരച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ ഫൈ ആണെന്ന് വിചാരിക്കാം. എടാ, ഇത് ഞാൻ എക്സ് എൽ മൈനസ് എക്സ് എന്ന് കൊടുത്തു, ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ് 6. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് ഒരു സംശയമില്ല റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ് ഹൈപ്പോട്ന്യൂസ്. ഇതിനെയാണ് നമ്മൾ ഇംപിഡൻസ്. അപ്പൊ നോക്കി, ഹൈപ്പോട്ന്യൂസ് ആണ് ഇവിടുത്തെ ഇംപിഡൻസ്. ആ ഹൈപ്പോട്ന്യൂസ് ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. നമുക്കറിയാം ഇതാണ് എൽ സി ആർ സീരീസ് സർക്യൂട്ടിലെ ഇംപിഡൻസ്. ഇനി അവിടുത്തെ ഫേസ് ഡിഫറൻസ് ടാൻ ഫൈ കിട്ടണമെങ്കിൽ നമുക്കറിയാലോ, എൽ സി ആർ സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ എക്സ് എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ ആർ ടാൻ ഫൈ. എടാ, പവർ ഫാക്ടർ കിട്ടണമെന്ന് വിചാരിക്കുക, കോസ് ഫൈ ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ കോസ് ഫൈ ആർ ഡിവൈഡ് ബൈ സെഡ്. ഇങ്ങനെയാണ് നേരത്തെ ഞാൻ പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ ആർ ബൈ സെഡ് എന്ന് കൊടുത്തത്. അത് നമുക്ക് അറിയണം, പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു ആർ ബൈ സെഡ്.
എടാ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. ലിസൺ. RMS value of conduction current in a parallel plate capacitor is 6.9 microampere. Okay. Capacity of this capacitor, if it is connected to 203 volt AC supply with an angular frequency 600 radian per second. Okay. എടാ ഇതിൽ നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് തന്നിട്ടുണ്ട് നോക്കാം. ഒന്ന് IRMS തന്നിട്ടുണ്ട്, മറ്റൊന്ന് VRMS തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് തന്ന ഡാറ്റാസ് എന്ന് പറയുന്നത് RMS വാല്യൂ ഓഫ് കറന്റ് 6.9 into 10⁻⁻6 ആംപിയർ ആണ്. VRMS എന്ന് പറയുന്നത് 203 വോൾട്ട് ആണ്. ഇനിയുടെ ഒമേഗയാണ് തന്നത്. ഒമേഗ ഈക്വൽ ടു 600 റേഡിയൻ പെർ സെക്കൻഡ്. ഫ്രീക്വൻസി ആണെങ്കിൽ അത് ഹെഡ്സോ അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സോ ഒക്കെ ആയിരിക്കും യൂണിറ്റ്. കണ്ടുപിടിക്കേണ്ട കപ്പാസിറ്റൻസ് ആണ്. സിമ്പിൾ. നോക്ക്, നമുക്കറിയാം കപ്പാസിറ്റീവ് റിയാക്ടൻസ് X ഈസ് ഈക്വൽ ടു VRMS into IRMS. സിംപിളി നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. എടാ എക്സിക്ക് പകരം 1/C ഒമേഗ എന്ന് കൊടുക്കുക. VRMS 203 ആണ്. IRMS 6.9 into 10⁻⁻6. ഞാൻ അതിനെ 7 into 10⁻⁻6 എന്ന് എഴുതി. കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ ഇതിന് 1/C കണ്ടുപിടിക്കണം. ഒമേഗ 600 ആണ്. 203 divided by 7 into 10⁻⁶. ഇങ്ങനെ വന്നു. എടാ ഇവിടുന്ന് C equal to listen, C is equal to 7 into 10⁻⁶ divided by 203. അത് വേണമെങ്കിൽ നമുക്ക് അതിന് 2.03 എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. 2.03 into 10 സ്ക്വയർ അവിടെ കിടക്കട്ടെ. ഇൻറ്റു പിന്നെ ആരടാ 600. ഇങ്ങനല്ലേ വരിക? ഇൻറ്റു 600. ഈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ കേട്ടോ. ഇൻറ്റു 600 ഇങ്ങനെ വന്നു. അപ്പൊ ആക്ച്വലി നമ്മളെ കയ്യിലുള്ളത് 7 into 10⁻² ഡിവൈഡഡ് ബൈ 2ഉം 6ഉം 12. പിന്നെ ഒരു 10⁻4 ആണ് താഴെ ഉണ്ടായിരുന്നത്. അത് മുകളിലോട്ട് പോകുമ്പോൾ 10⁻4 ആകും. അപ്പൊ തീർച്ചയായിട്ടും 10⁻6 അല്ല 10⁻10 ആവും. ഓക്കെ. 7/12 into 10⁻10. 7/12 into 10⁻5. എടാ ഇത് നമുക്ക് ഏകദേശം 70/12 into 10⁻11 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? 70/12 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 point something ആയിരിക്കും അല്ലെ? 5 point something അല്ലെങ്കിൽ 50 point something into 10⁻12 ഫാരഡ് അല്ലെങ്കിൽ നിയർലി 50 point something പൈക്കോ ഫാരഡ്. ഞാൻ മനസ്സിലാക്കിയത് ആ ഓപ്ഷനിൽ പൈക്കോ ഫാരഡിലാണ്. 50 പൈക്കോ ഫാരഡ് ആയിരിക്കും ആൻസർ വരിക. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും കേട്ടോ. 50 പൈക്കോ ഫാരഡ്. ഓക്കെ. ഇടാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. ലിസൺ. ആസ് ഷോൺ ഇൻ ദി ഫിഗർ, an inductor of inductance 200 millihenry is connected to AC source of 220 volt. The RMS value ആണ് 220 volt and frequency 50 hertz. Instantaneous voltage of the source is 0 volt when the peak value of current root A by pi. Peak value of current root A by pi ആകുന്ന സമയത്ത് root A by pi ആണെങ്കിൽ A ന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യാം. നോക്കേ, നമുക്കറിയാം IRMS ഈക്വൽ ടു VRMS ഡിവൈഡഡ് ബൈ XL. ഇങ്ങനെ കൊടുത്തു. XL എന്ന് പറഞ്ഞാൽ L/omega. ഇനി പീക്ക് വാല്യൂ ഓഫ് കറന്റ് റൂട്ട് A by pi ആംപിയർ ആണ്. ഈ സർക്യൂട്ടിലെ പീക്ക് വാല്യൂ ഓഫ് കറന്റ് റൂട്ട് A by pi ആണ്. അങ്ങനെയാണെങ്കിൽ A ന്റെ വാല്യൂ നമുക്ക് ഈ സർക്യൂട്ടിലെ പീക്ക് വാല്യൂ ഓഫ് കറന്റ് വേണ്ടത്. IRMSന് പകരം I0/√2 എന്ന് എഴുതി. VRMS നമുക്ക് തന്നിട്ടുണ്ട് 220 ഡിവൈഡ് ബൈ X എന്ന് പറഞ്ഞാൽ L/omega ആണ്. L 200 into 10⁻³ അതായത് 2 into 10⁻1. ഓക്കെ. ഒമേഗ എന്ന് പറഞ്ഞാൽ ഓക്കെ 2πf 2 into 22/7 ഇങ്ങനെ വേണമെങ്കിലും എഴുതാം അല്ലെ. 2 into 22/7 നോ ആയിക്കോട്ടെ, 22/7 തന്നെ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാലോ, അല്ലെങ്കിൽ പൈന്റെ ടേമിൽ കൊടുത്താൽ മതി. അത് എനിക്കറിയില്ല. 22/7 into എഫിന് പകരം 50. അപ്പൊ ഇതും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ 22ഉം കട്ട് ചെയ്ത് കളയാം. ഇവിടുന്ന് I0 ഡിവൈഡഡ് ബൈ √2 ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ നോക്കടാ 7 ഡിവൈഡ് ബൈ ഇത് 4 ഇത് 5 അപ്പൊ 20 into 10⁻1 അതായത് 7/2. ക്ലിയർ അല്ലേ? ഇങ്ങനെ വന്ന് ഇനി പീക്ക് വാല്യൂ ഓഫ് കറന്റ് I0 ഈക്വൽ ടു 7 √2 ഡിവൈഡഡ് ബൈ 2.
ഇങ്ങനെ വന്നു. ശരിയല്ലേ? ആടാ സോറി ഇതിൽ പൈൻ്റെ ടേം ഉണ്ട് അല്ലേ ഇവിടെ? അത് ഞാൻ ശ്രദ്ധിച്ചില്ലടാ. പൈൻ്റെ ടേം ഉണ്ട്. അപ്പൊ പൈൻ്റെ ടേം ഉണ്ടാകുമ്പോൾ ഈ ഒരു മെത്തേഡ് നന്നാവില്ല. പകരം നമുക്ക് 2π × 50 എന്ന് തന്നെ കൊടുക്കാം. അതാകുമ്പോൾ വളരെ എളുപ്പം പൈൻ്റെ ടേം അവിടെ ഉണ്ടാവും. I0/√2 = എടാ ഇനി നമുക്ക് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. അതാവും നന്നാവുക. മുകളിൽ 220 ഉണ്ട്, താഴെ ഇതും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 2 അല്ലെങ്കിൽ 2 × 10π ഇങ്ങനെ എഴുതാം. ഇതും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നോക്ക്, ആക്ച്വലി ഇത് 11/π ആണ് വരുന്നത്. സംശയമില്ലല്ലോ. I0/√2 = 11/π. I0/√2. ഇതിന്ന് I0 = 11√2/π. എടാ ഈ I0നെയാണ് അവർ √a/π എന്ന് എഴുതിയത്, which is equal to 11√2/π. പൈ ക്യാൻസൽ ചെയ്തു. എന്റെ വാല്യൂ ആണ് ചോദിച്ചത്. a is equal to സ്ക്വയർ ചെയ്തു 121 × 2 which is equal to 242. ശരിയായോ? ഇതായിരിക്കും ആൻസർ. എടാ ഞാൻ അതിനകത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. എന്റെ അശ്രദ്ധ കാരണം ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ, ഇവിടുത്തെ IRMS കണ്ടുപിടിക്കണമെങ്കിൽ VRMS × XL ആണ്. XL പകരം L ഒമേഗ. VRMS 220 ആണ്. XL L ഒമേഗ. L 2 × 10⁻⁻1 എന്ന് കൊടുക്കാം. ഇനി ഒമേഗയ്ക്ക് 2πf കൊടുക്കണം. ഞാൻ നേരത്തെ പൈക്ക് പകരം 22/7 എന്ന് കൊടുത്തിരുന്നു. പക്ഷെ ആൻസറിൽ പൈ ആണുള്ളത്, അതുകൊണ്ട് 2 × π × 50 കൊടുത്തു. ഇതിനെ റീഅറേഞ്ച് ചെയ്തപ്പോഴാണ് എനിക്ക് 11/π എന്ന് കിട്ടിയത്. അപ്പൊ I0/√2 = 11/π. I0 = 11√2/π. ഈ I0നെയാണ് അവർ √a/π എന്ന് എഴുതിയത്. അപ്പൊ √a/π = 11√2/π. പൈ ക്യാൻസൽ ചെയ്തു. √a = 11√2. a = 11√2ന്റെ സ്ക്വയർ, അതായത് 242. ഇതായിരിക്കും അവിടുത്തെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കടക്കാം. ലിസൺ, ശരിക്കും കേൾക്ക്. What happens to the inductive reactance and the current in a purely inductive circuit if the frequency is halved? Inductive reactance XL is equal to L omega. ഫ്രീക്വൻസി പകുതിയാക്കിയാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പകുതിയാവും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പകുതിയാക്കിയാൽ സർക്യൂട്ടിലുള്ള കറണ്ട്, റെസിസ്റ്റൻസ് പകുതിയാക്കിയാൽ സർക്യൂട്ടിലുള്ള കറണ്ട് ഇരട്ടിയാവും. അപ്പൊ നമുക്ക് പറയാം ഫ്രീക്വൻസി പകുതിയാക്കിയാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പകുതിയാവും, കറണ്ട് ഡബിൾ ആവും. ബോത്ത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് കറണ്ട് വിൽ ബി ഡബിൾഡ്. തെറ്റാണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വിൽ ബി ഡബിൾഡ് ആൻഡ് കറണ്ട് is halved. തെറ്റാണ്. ബോത്ത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് കറണ്ട് വിൽ ബി halved. തെറ്റാണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വിൽ ബി halved കാരണം XL = L ഒമേഗയാണ്. ഒമേഗയാണ് ഹാഫ് ആക്കുന്നത്. XL പകുതിയാകും. XL റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്ടൻസ് പകുതിയാവുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ കറണ്ട് ഡബിൾ ആകും. ഡി ഓപ്ഷൻ ആയിരിക്കും ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A circuit connected to AC source of EMF E = E0 sin 100t, where t is in second. Give a phase difference π/4 between EMF E and current I. Which of the following circuit will exhibit this? നോക്ക്, phase difference π/4 വരുന്നത് ഏത് സർക്യൂട്ടിലാണ്? നോക്ക്, ഇതൊരു RC സർക്യൂട്ട്. RC സർക്യൂട്ട് ആണെങ്കിൽ tan phi = XC/R. ശരിയല്ലേ? ഇത് 5π/4 ആവണമെങ്കിൽ tan 5π/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. XC = R ആണ്. XC = R ആണ്. ഇവിടുത്തെ R 1 കിലോ ഓം ആണ് അല്ലെങ്കിൽ 1000 ഓം ആണ്. XC 1 കിലോ ഓം അല്ലെങ്കിൽ 1000 ഓം വരുമോ നോക്കാം. XC കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 1/C ഒമേഗ. സിന്റെ വാല്യൂ 10⁻⁻6. ഒമേഗ 100 അല്ലെ? സൈൻ ഒമേഗ ടി 100. അപ്പൊ 10². എടാ താഴെ 10⁻⁻4 വരും, മുകളിലോട്ട് വരുമ്പോൾ 10⁻4 വരും. എന്ന് പറഞ്ഞാൽ 10 × 10⁻³ ആണ്. അതായത് ഇത് 10 കിലോ ഓം ആണ് വരുന്നത്. അപ്പൊ എ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, ഇത് എ ഓപ്ഷൻ ആണ്, അത് തെറ്റി. എടാ നമുക്ക് ബി ഓപ്ഷൻ കേൾക്കാം. അത് LR സർക്യൂട്ടാണ്. എടാ LR സർക്യൂട്ടിന്റെ ഫേസ് ഡിഫറൻസ് π/4 ആവണമെങ്കിൽ tan phi = അവിടെ XL/R ആണ് അല്ലെ? നിങ്ങൾക്കറിയാം XL/R. അപ്പൊ അവിടെ XL = R ആവും. ഇവിടെ നോക്കാം, 1000 ഓം ആണെങ്കിൽ 1 കിലോ ഓം ആണ്. XL അത് തന്നെയാണ്. XL കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ XL = L ഒമേഗ. L 1 മില്ലി ഹെൻറി ആണ് എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. ഒമേഗ 100 ആണ്. എടാ ഇത് നമുക്ക് മനസ്സിലായത് XL 0.1 ഓം ആണ്. അപ്പോ ബി ഓപ്ഷനും തെറ്റാണ്. എടാ ഇനി നമുക്ക് സിക്ക് കിടക്കാം. സി LR സർക്യൂട്ട് ആണ്.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ LR സർക്യൂട്ട് ആണ്. അതുകൊണ്ട് ഇവിടെ XL is equal to R ആവണം. R 1 kilo ohm ആണ്. XL എന്ന് പറഞ്ഞാൽ L omega 1 kilo ohm ആണ്. 10 millihenry means 10 into 10 raised to minus 3, അതായത് 10 raised to minus 2. Omega 100. എടാ ഒരു സംശയമില്ല, ഇത് 1 kilo ohm അല്ല 1 ohm ആണ്. അപ്പൊ ഇതും തെറ്റാണ്. ശരിയല്ലേ? ഇനി ഒരു RC സർക്യൂട്ട്. RC സർക്യൂട്ടിന്റെ പ്രത്യേകത tan phi is equal to XC by R ആണ്. അവിടെ XC is equal to R ആകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. R 1 kilo ohm ആണ്, XC 1 kilo ohm ആകുമോ നോക്കുക. XC is equal to 1 by C omega. 1 by C 10 microfarad എന്ന് പറഞ്ഞാൽ 10 into 10 raised to minus 6, അതായത് 10 raised to minus 5 into 100. അപ്പൊ നോക്കണം 1 by 10 raised to minus 3, which is equal to 10 raised to 3 ohm എന്ന് വന്നു. 10 raised to 3 ohm എന്ന് പറഞ്ഞാൽ 1 kilo ohm ആണ്. അപ്പൊ ഈ ഓപ്ഷനിൽ മാത്രമാണ് XC is equal to R ആകുന്നത്, അല്ലെങ്കിൽ tan phi pi by 1 ആകുന്നത്, അല്ലെങ്കിൽ phi pi by 4 ആകുന്നത്. Therefore the answer is D option. D option ആയിരിക്കും ആൻസർ കേട്ടോ. എടാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. An AC circuit has an inductor, a resistor, an inductor and a resistor of resistance are in series. അപ്പോൾ ഒരു LR സർക്യൂട്ട് ആണ്. Such that XL is equal to 3R. Now the capacitor is added in series such that XC is equal to 2R. Ratio of the new power factor with the old power factor of the circuit is √5 is to X. Value of X. ഞാൻ ആദ്യം ഓൾഡ് പവർ ഫാക്ടർ കണ്ടുപിടിക്കാം. cos 5 ഇതാണല്ലോ പവർ ഫാക്ടർ, which is equal to റെസിസ്റ്റൻസ് R ആണ് ഡിവൈഡ് ബൈ അവിടുത്തെ ഇംപിഡൻസ് Z1. എടാ അതൊരു LR സർക്യൂട്ട് ആണ് അല്ലേ? അപ്പൊ R ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് R square plus XL square. ശരിയല്ലേ? This is equal to R divided by root of R square plus XL എന്ന് പറഞ്ഞാൽ 3R ആണ്, അതിന്റെ സ്ക്വയർ 9R square. എടാ R square plus 9R square എന്ന് പറഞ്ഞാൽ root of 10R square ആണ്. അപ്പൊ നമുക്ക് cos 5 is equal to ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. R divided by root of 10R square എന്ന് പറഞ്ഞാൽ root 10R, which is equal to 1 by root 10. 1 by root 10. ഇതാണ് ആദ്യത്തെ കേസിലെ പവർ ഫാക്ടർ. രണ്ടാമത്തെ കേസിൽ cos 5 is equal to R by Z2 എന്ന് എഴുതാം. ലിസൺ. എടാ അവിടെ ഒരു കപ്പാസിറ്റൻസും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് LCR സീരീസ് സർക്യൂട്ടാണ്. R അവിടെ നിൽക്കട്ടെ, ഡിവൈഡ് ബൈ Z എന്ന് പറയുന്ന റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതാം. ക്ലിയർ അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് XL മൈനസ് XC. XL എന്ന് പറഞ്ഞാൽ 3R ആണ്, XC 2R ആണ്. XL മൈനസ് XC എന്ന് പറഞ്ഞാൽ R ആണ്. അപ്പൊ R സ്ക്വയർ പ്ലസ് എന്താണ് വരിക? R സ്ക്വയർ. ഇങ്ങനെ. This is equal to R divided by root 2R, which means cos 5 is equal to 1 by root 2. ശരിയല്ലേ? ഇനി ന്യൂട്ടൺ വോൾട്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലേ? അതായത് നമുക്ക് വേണ്ടത് cos 5 ഡിവൈഡഡ് ബൈ cos 5 ആണ് നമുക്ക് വേണ്ടത്. എടാ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by root 2 divided by 1 by root 10, which is equal to root of 10 by 2. That is root 5. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ പറയാണ് root 5 is to X ആണ് ഈ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ സ്ഥലത്ത് ആരായിരിക്കടാ? root 5 is to 1. X is equal to 1. ശരിയായോ? നമുക്ക് കിട്ടിയ root 5 ആണ്, അതിനേക്ക് root 5 is to 1 എന്ന് എഴുതാം. തന്നത് root 5 is to X ആണ്. എക്സിന്റെ സ്ഥലത്ത് 1 ആയിരിക്കും. X is equal to 1 എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ. Listen. 0.07 Henry inductor, 12 ohm resistor, connected in series to 220 volt 50 Hz. AC source. Approximate current in the circuit and phase angle between current and voltage source are respectively. എന്തൊക്കെയാണ്? ഇൻഡക്റ്റൻസ് 0.07 ഹെൻറി ആണ്, റെസിസ്റ്റൻസ് 12 ഓം ആണ്, 220 വോൾട്ട് 50 ഹെർട്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് കറന്റ്, സർക്യൂട്ടിലുള്ള കറന്റ് വേണം, ഒപ്പം തന്നെ എന്തുകൂടെ വേണ്ട? സോഴ്സ് വോൾട്ടേജ്, ഫേസ് ആംഗിൾ വേണം. ഞാൻ ആദ്യം ഫേസ് ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കാം. tan phi is equal to LR സർക്യൂട്ട് ആണെങ്കിൽ XL ഡിവൈഡ് ബൈ R ഇങ്ങനെ എഴുതാം.
XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ് ഡിവൈഡ് ബൈ R കൊടുക്കണം. L ആണ് 7 into 10 raised to minus 2 ഇങ്ങനെ കൊടുക്കാം 0.07. ഒമേഗയ്ക്ക് പകരം നമുക്ക് 2πf എന്ന് എഴുതാം. 2 into പൈക്ക് പകരം 22/7. എടാ F 50 ആണ് കഴിഞ്ഞു ഡിവൈഡ് ബൈ ആറിന്റെ വാല്യൂ 12 ആണ്. ഇതാണ് സംഭവം. ഇതിനകത്ത് ഇതും ക്യാൻസൽ ആയി പോയി. ഓക്കെ, 10 raised to minus 2 ഇതും ക്യാൻസൽ ആയി പോയി. 50 into 2 എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇതെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, tan phi is equal to listen 22/12 അല്ലെങ്കിൽ 11 divided by 6. Phi is equal to tan inverse 11/6. പറ, tan inverse 11/6. അയ്യോ ഇതടാ ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരിക്കലും നിങ്ങൾ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പാടില്ലായിരുന്നു. എടാ എന്റെ അശ്രദ്ധയാണ് സംഭവിച്ചത്. എക്സാമിന് ഓപ്ഷനിലോട്ട് കണ്ടുവേണം. ഒരിക്കലും നിങ്ങൾ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പാടില്ല. കാരണം ഇവിടെ tan inverse 11/6 ആണ്, ഇവിടെ tan inverse 11/6 ആണ്, ഇവിടെയും tan inverse 11/6 ആണ്, എല്ലാം tan inverse 11/6 ആണ്. നമ്മൾ 1 മിനിറ്റ് ഇതിനു വേണ്ടിയിട്ടാണ് പോയി കിട്ടി. ഓക്കെ, അത് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ? ഓക്കെ അപ്പൊ നമുക്കൊരു അനുഭവമായല്ലോ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കറന്റ് ആണ്, അപ്രോക്സിമേറ്റ് കറന്റ്. സിമ്പിളാണ്. എടാ ഇവിടെ കറന്റ് കിട്ടണമെങ്കിൽ വി ക്യാൻ റൈറ്റ് IRMS is equal to RMS value of current is equal to VRMS divided by Z. VRMS ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 220 divided by Z. Z is equal to root of R square plus XL square. ഇങ്ങനെ എഴുതാം. That is 220 divided by root of R ന്റെ വാല്യൂ എത്രയാണെന്നുള്ള ക്വസ്റ്റ്യനിൽ വേഗം നോക്കണം. 12 സ്ക്വയർ പ്ലസ് XL L ഒമേഗ എത്രയാണെന്നുള്ളത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. XL എന്ന് പറയുന്നത് 22. ഈ കാണുന്ന ന്യൂമറേറ്ററിൽ കാണുന്നതാണ് XL. എടാ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയാൽ 22 അല്ലേ കിട്ടുക? അപ്പൊ അത് 22 റൂട്ട് ഓഫ് 12 സ്ക്വയർ per 22 സ്ക്വയർ. 12 സ്ക്വയർ പ്ലസ് 22 സ്ക്വയർ ഏകദേശം എത്ര കിട്ടണം? 484, 144, 600 സംതിങ് അല്ല, 25 ഒക്കെ വരും. നിയർലി മതി. 220 ഡിവൈഡ് ബൈ 625 സംതിങ് അതിന് അടുത്ത് വരും. അപ്പൊ അത് 25 ആവും. ശരിയല്ലേ? 220 ഡിവൈഡ് ബൈ 25 ഏകദേശം എത്ര വരും? 8 പോയിന്റ് സംതിങ്. ഓക്കെ, ഇതിനകത്ത് 0.8, 88 അങ്ങനെയൊക്കെ ഉള്ളത്. ഈ ബി ഓപ്ഷനും ഡി ഓപ്ഷനും പ്രത്യക്ഷത്തിൽ ഞാൻ ഒരു മാറ്റവും കാണുന്നില്ല. രണ്ടും 8.8 ആണ്. അപ്പോ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാണ്. എന്തായാലും 8.8 ആംപിയറും tan inverse 11/6 ഇതായിരിക്കും ആൻസർ കേട്ടോ. എടാ അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. ലിസൺ, ഫോർ ദി ഗിവൺ ഫിഗർ ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. RMS current in circuit B can never be greater than that in A. Okay, RMS circuit in current B can never be greater than in A. എടാ ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ഐഡിയ. ഇതൊരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. ഇത് LCR സീരീസ് സർക്യൂട്ട് ആണ്. രണ്ട് സ്ഥലത്തെ റെസിസ്റ്റൻസ് വാല്യൂ 40 ഓം ആണ്. ഇതൊരു റെസണൻസ് സർക്യൂട്ട് ആണെങ്കിൽ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആവും റെസണൻസ് കണ്ടീഷനിൽ. എന്ന് പറഞ്ഞാൽ XL is equal to L omega, XL is equal to XC ആണെങ്കിൽ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കറന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ 220 വോൾട്ടേജ് ഡിവൈഡ് ബൈ 40, ഇവിടുത്തെ ഇക്വേഷനും 220 ഡിവൈഡ് ബൈ 40 ആയിരിക്കും. അപ്പൊ റെസണൻസ് കണ്ടീഷൻ ആണെങ്കിൽ രണ്ട് സ്ഥലത്തെയും കറന്റ് സെയിം ആണ്. ഒരിക്കലും ബിയിലെ കറന്റ് എയിലെ കറന്റിനേക്കാൾ കൂടുതലാകാൻ പറ്റൂല. റെസണൻസ് കണ്ടീഷനിൽ രണ്ടും റെസിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഈക്വൽ കറന്റ് വരാം. ഒരിക്കലും ഈ ഒരു ഫിഗറിൽ രണ്ടിന്റെയും റെസിസ്റ്റൻസ് 40 ആയതുകൊണ്ട് ഈ ഫിഗറിൽ എയിലെ കറന്റിനേക്കാൾ കൂടുതൽ കറന്റ് ബിയിൽ ഉണ്ടാവില്ല. അപ്പോ എ ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്, RMS കറന്റ് ഇൻ ഫിഗർ എ ഈസ് ഓൾവേസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഫിഗർ ബി. ഓൾവേസ് എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. റെസണൻസ് കണ്ടീഷനിൽ മാത്രമാണ് ഈക്വൽ ആകുക, രണ്ടും 40 ആയതുകൊണ്ട്. RMS കറന്റ് ഓഫ് ബി ക്യാൻ ബി ലാർജർ ദാൻ ദാറ്റ് ഓഫ് ബി. ഒരിക്കലും കൂടാൻ പറ്റില്ല, നമ്മൾ പറഞ്ഞു. തെറ്റാണ്. അറ്റ് റെസണൻസ് കറന്റ് ഈസ് ബി ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ എ. തെറ്റാണ്. റെസണൻസ് ആണെങ്കിൽ കറന്റ് ബി ഈസ് ഈക്വൽ ടു കറന്റ് ഇൻ എ. അങ്ങനെയാണ് നമ്മൾ റെസണൻസ് കണ്ടീഷനിൽ എഴുതേണ്ടത്. ഇതിനകത്ത് എ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെടാ, നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ. In the circuit shown in figure, ratio of quality factor and bandwidth is ratio of quality factor and bandwidth. എടാ നിങ്ങൾ പഠിച്ചോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ നമ്മൾ ആ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ Q ഫാക്ടർ, അതിനാണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് വിളിക്കുക. ഷാർപ്നെസ് ഓഫ് LCR സീരീസ് സർക്യൂട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ എക്സാമിന്റെ തലേ ദിവസം ഇതിനകത്ത് നമുക്ക് എന്താണോ പറയാൻ പറ്റുക അത് മാത്രം പറഞ്ഞുതരാം കേട്ടോ. എക്സാമിന്റെ തലേ ദിവസത്തെ ആവശ്യത്തിന്. ഇത് I ആണ്,
ഇത് ഒമേഗ ഫ്രീക്വൻസിയാണ്. നിങ്ങൾ അവിടെ ഫ്രീക്വൻസി കേർവ് വരച്ചത് ഇതാ ഇങ്ങനെയാണ് അല്ലേ? ഇങ്ങനെ വരച്ചു. എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഫ്രീക്വൻസിയിലാണ് കറണ്ട് മാക്സിമം ആവുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ കറണ്ട് I0 എന്ന് വിളിച്ചു. കറണ്ട് മാക്സിമം ആകുന്ന ഈ ഫ്രീക്വൻസി നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി, ഒമേഗ ആർ. ഇനി നോക്ക്, നമ്മൾ സർക്യൂട്ടിൽ എപ്പോഴും മെഷർ ചെയ്യുന്ന കറണ്ട് IRMS ആണ്. IRMS എന്ന് പറഞ്ഞാൽ I0 ഡിവൈഡഡ് ബൈ √2. ഇതാണ് IRMS. ഓക്കെ, അപ്പൊ സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി IRMS ആണ്, which is equal to I0 ഡിവൈഡ് ബൈ √2 ആണ്. ഓക്കെടാ, ഇതാണ് സർക്യൂട്ടിലെ കറണ്ട് I0 ബൈ √2. ഇനി എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ആക്ച്വലി രണ്ട് കാര്യങ്ങളാണ്. ഈ I0 ബൈ √2 എന്നുള്ള കറണ്ട് രണ്ട് ഫ്രീക്വൻസിയിൽ പോസിബിൾ ആണ്. ഒന്ന് ദാ ഇവിടെ ഒരു ഫ്രീക്വൻസി, മറ്റൊന്ന് ഇവിടെ ഒരു ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിനെ ഞാൻ ω1 എന്ന് വിളിച്ചു. അതായത് കറണ്ട് I0 ബൈ √2 IRMS ആകുന്ന ഫ്രീക്വൻസിയാണ്. ഇതിനെ ഞാൻ ω2 എന്ന് വിളിച്ചു. അപ്പൊ ω2 ഉം ω1 ഉം കറണ്ട് IRMS ആവുന്ന ഫ്രീക്വൻസിയും ω_r എന്ന് പറയുന്നത് കറണ്ട് മാക്സിമം ആകുന്ന ഫ്രീക്വൻസിയാണ്. എടാ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ω2 എന്ന് പറയുന്നത് ω_r കൂടെ ചെറിയൊരു ഫ്രീക്വൻസി കൂട്ടിയതല്ലേ, ω_r പ്ലസ് Δω. ω1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഫിഗറിലോട്ട് നോക്കിയാൽ മനസ്സിലാവും. ω_r എന്ന് ചെറിയൊരു ഫ്രീക്വൻസി കുറച്ചതാണ്. ω1 is equal to ω_r മൈനസ് Δω. എടാ ഇതിന്ന് ω2 മൈനസ് ω1 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2Δω എന്നാണ് കിട്ടുക. ഈ 2Δω നമ്മൾ വിളിക്കുന്ന പേരാണ്, മറക്കരുത്, ബാൻഡ് വിഡ്ത്ത്. 2Δω is the bandwidth. എടാ ജസ്റ്റ് ഇത് നോർത്ത് വെക്കാം, 2Δω. ഈ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ 2Δω കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2Δω is equal to R by L ആണ്. അത് മറക്കരുത്, ബാൻഡ് വിഡ്ത്ത് is equal to 2Δω is equal to R by L. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എടാ ഇനി Q ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ we can say it is the ratio of resonance frequency to bandwidth. Resonance frequency divided by bandwidth നമ്മൾ വിളിക്കുന്ന പേരാണ് Q factor. ഓക്കെ, ω divided by Δω. നിങ്ങൾ നോക്ക്, this is equal to ഈ റെസൊണൻസ് ഫ്രീക്വൻസി ω_r 1/√LC ആണ്. ബാൻഡ് വിഡ്ത്ത് ആണെങ്കിൽ R ഡിവൈഡഡ് ബൈ L ആണ്. This is equal to, listen, this is equal to Q factor is equal to, നോക്കടാ, L/R into 1/√LC. ഇതാണ് Q ഫാക്ടറിന്റെ ഇക്വേഷൻ കേട്ടോ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/R അവിടെ നിർത്തി L കൂടെ റൂട്ടിനകത്ത് എടുത്താൽ √L²/LC എന്ന് എഴുതാം. എടാ ഈ L² ഈ L കൂടെ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇവിടുന്ന് Q ഫാക്ടർ is equal to 1/R into √L/C. എടാ ഇപ്പോ നമ്മൾ Q ഫാക്ടറിന്റെ ഇക്വേഷൻ എഴുതി, ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി പറയാം. ഇവിടെ നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് Q ഫാക്ടർ, ക്വാളിറ്റി ഫാക്ടർ ആൻഡ് ബാൻഡ് വിഡ്ത്ത്. ഞാൻ ആദ്യം Q ഫാക്ടർ കണ്ടുപിടിക്കാൻ പോവാണ്. 1/R into √L/C. ആറിന്റെ വാല്യൂ 10 ആണ് അല്ലേ? അപ്പൊ 1/10 into √L നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 300 ആണ്. C എന്ന് പറഞ്ഞാൽ 27 മൈക്രോഫാരഡ്, അതായത് 27 into 10⁻⁻6. സോറി, 2 അല്ല, 27. ഓക്കെ, എടാ ഈ 3ഉം 27ഉം കൂടെ പോയാൽ ഇവിടെ 9 വരില്ലേ? അപ്പൊ ഇതും നമുക്ക് മനസ്സിലായ ഒരു കാര്യം, Q ഫാക്ടർ is equal to 1/10 into √10⁻6 മുകളിലെത്തിയാൽ 10⁻6 ഡിവൈഡ് ബൈ 9. എടാ √10⁻6 എന്ന് പറഞ്ഞാൽ 10⁻3 ആണ്, ഡിവൈഡ് ബൈ 10. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. ശരിയല്ലേ? This is equal to Q factor is equal to 100/3. ഇതാണ് Q factor, 100/3. എടാ ഇനി നമുക്ക് വേണ്ടത് ബാൻഡ് വിഡ്ത്ത് ആണ്. ബാൻഡ് വിഡ്ത്ത് ഞാൻ BW എന്ന് എഴുതി, which is equal to R divided by L. നിങ്ങളടുത്ത് പറഞ്ഞു തന്നു, ആറിന്റെ വാല്യൂ 10 ആണ്, L 3. ശരിയല്ലേ? നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് Q ഫാക്ടർ ടു ദി ബാൻഡ് വിഡ്ത്ത്, which means നമുക്ക് ആവശ്യമുള്ളത് Q ഫാക്ടർ ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത് ആണ് നമുക്ക് വേണ്ടത്.
which is equal to 100 by 3 divided by 10 by 3. ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയാൽ therefore the answer is 10. 10, 10, 10. ശരിയായോ? 10 ആയിരിക്കും ഇതിന്റെ ആൻസർ കേട്ടോ. ഓക്കേടാ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേൾക്കാം. An inductor of inductance 2 microhenry, ഇതാണ് ഇൻഡക്ടൻസ്, is connected in series with a resistance, a variable capacitor, an AC source of frequency 7 kHz. അപ്പോൾ ഇതൊരു LCR സീരീസ് സർക്യൂട്ട് ആണ്. ഇൻഡക്ടൻസ് മാത്രം തന്നിട്ടുണ്ട്, സിന്റെ ആറിന്റെ വാല്യൂ തന്നിട്ടില്ല. Value of capacitance for which maximum current is drawn into the circuit is 1 by x farad. Then x is, എടാ ഇതിനകത്തൊരു കീവേഡ് ഉണ്ട്, മാക്സിമം കറന്റ് ഈസ് ഡ്രോൺ ഇൻ ടു ദി സർക്യൂട്ട്. സർക്യൂട്ടിൽ മാക്സിമം കറന്റ് ഉണ്ടാവണമെങ്കിൽ അത് റെസൊണൻസ് കണ്ടീഷൻ ആയിരിക്കണം. റെസൊണൻസ് കണ്ടീഷൻ ആവണമെങ്കിൽ അവിടുത്തെ പ്രത്യേകത XC is equal to XL ആയിരിക്കണം. നമ്മൾ പഠിച്ചതല്ലേ അത്? അല്ലെങ്കിൽ 1 by C L omega is equal to 1 by C omega അല്ലെ? XC ക്ക് പകരം 1 by C omega is equal to L omega. നമ്മളിത് കണ്ടുപിടിക്കേണ്ടത് C ആണ്. C is equal to 1 by L omega square. ഇങ്ങനെ that is C is equal to 1 by L ന് പകരം 2 into 10 raised to minus 6 omega square. omega. എടാ ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 7 kHz ആണല്ലോ, അതിന്റെ സ്ക്വയർ. അപ്പോ എഫ് ആണത്, 2πf ആണ് ഒമേഗ എന്ന് പറഞ്ഞാൽ 4π സ്ക്വയർ ഇൻറ്റു 49 ഇൻറ്റു 10 raised to 6. 7 kHz ആണ്, 7 into 10 raised to 3 സ്ക്വയർ, അതായത് 49 into 10 raised to 6. എടാ ഇവിടെ 10 raised to minus 6 ഉം 10 raised to 6 ഉം കൂടെ പോയി, ശരിയല്ലേ? ഇപ്പോ ഏകദേശം നമ്മളെ കയ്യിൽ ആൻസർ ആയി. ഇതിനെ ഞാൻ വേണമെങ്കിൽ ഒന്ന് വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി 1 by 2 into 4 8 ആണ്, പൈ സ്ക്വയർ 10 ആണ്, ഇൻറ്റു 15 എഴുതി നിങ്ങൾ റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ കേട്ടോ. ഓക്കെ, ചെയ്യാലോ? ഓക്കെ. നെക്സ്റ്റ് വൺ, an inductor 0.5 millihenry, capacitor of 20 microfarad, resistance of 20 ohm, അപ്പോൾ LCR സർക്യൂട്ട് ആണ്, are connected in series with 220 volt AC source. Current in phase with EMF. Current is in phase with EMF. LCR series സർക്യൂട്ടിൽ കറന്റും വോൾട്ടേജും സെയിം ഫേസിലാണെങ്കിൽ അതിനർത്ഥം അത് റെസൊണൻസ് കണ്ടീഷൻ ആണ്, പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. Amplitude of current in the circuit is root x ampere. Then the value of x is, എടാ വളരെ ഈസി ആണ്. ഇത് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയതുകൊണ്ട് we can write IRMS is equal to VRMS divided by R. ഇങ്ങനെ മതി. എടാ VRMS 220 ആണ്, ഡിവൈഡ് ബൈ ആറിന്റെ വാല്യൂ 20 ആണ്. ഇതും ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടിയത് IRMS പകരം ആംപ്ലിറ്റ്യൂഡ് ആണ് വേണ്ടത് അല്ലെ? I0 ഡിവൈഡ് ബൈ √2 is equal to 11. ഓക്കെ, I0 equal to 11 √2. ഈ I0നെയാണ് അവർ √x എന്ന് പറഞ്ഞത്. √x is equal to 11 √2. എടാ അങ്ങനെയാണെങ്കിൽ x is equal to 11ന്റെ സ്ക്വയർ 121. √x ന് x കിട്ടാൻ വേണ്ടി സ്ക്വയർ ചെയ്തു, 121 into 2 which is equal to 242. പറയണ്ടല്ലോ, √x is equal to 11 √2, x is equal to 11 square into 2, അതായത് 121 into 2 which is equal to 242. ശരിയല്ലേ? ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. എടാ നെക്സ്റ്റ് വൺ, an LCR series circuit of capacitance 62.5 nanofarad, resistance 50 ohm, is connected to AC source of frequency 2 kHz. For maximum value of amplitude of the current in the circuit, value of inductance is. ഇത് നിങ്ങൾ ചെയ്താൽ മതി, ഞാനത് വിട്ടു. ഇത് LCR സീരീസ് സർക്യൂട്ട് ആണ്. കറന്റ് മാക്സിമം ആവണമെങ്കിൽ XL is equal to XC ആവണം, ശരിയല്ലേ? XL is equal to XC. ഇതിനടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് XL is equal to XC ആണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇതിന്ന് L omega is equal to 1 by C omega എന്ന് എഴുതാം. L ആണ് കണ്ടുപിടിക്കേണ്ടത്, ഒമേഗന്റെ വാല്യൂ ഉണ്ട്, സിന്റെ വാല്യൂ ഉണ്ട്. നിങ്ങൾ ചെയ്യാം, ഞാൻ അതിലോട്ട് ഇല്ല, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻക്ക് നമുക്ക് വരാം. ലിസൺ, a series LCR circuit connected to an AC source of 220 volt 50 Hz. The RMS value of voltage 220 volt, frequency 50 Hz. Circuit contains a resistance of 80 ohm, an inductor of inductance 70 ohm, and a capacitor of capacitance 130 ohm. Power factor of the circuit is x by 10. Then the value of x. എടാ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos 5 ആണ്. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ R by Z ആണ്, which is equal to R divided by root of R square plus XL minus XC whole square. That is cos 5 is equal to, once again, R divided by, അല്ലെങ്കിൽ വേണ്ട R ന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. R എത്രയാണ്?
R 80 divided by root of 80 square plus. XL minus XC. XL എന്ന് പറഞ്ഞാൽ 130. XC എന്ന് പറഞ്ഞാൽ 70. XL minus XC 130 minus 70, which is equal to 60 square. Root of 80 square plus 60 square എന്ന് പറഞ്ഞാൽ root of 100 square. That is 100. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടി cos phi is equal to 80 divided by 100. That is 8 by 10. ആ cos phi നെ നമുക്ക് x by 10 എഴുതാം. X by 10 is equal to 8 by 10. അങ്ങനെയാണെങ്കിൽ x is equal to 8. X ന്റെ വാല്യൂ 8 ആയിരിക്കും. ഓക്കേടാ? x is equal to 8 no. Next one. Listen. A series LCR circuit I versus omega. ഞാൻ നേരത്തെ വരച്ച് കാണിച്ചതാണ്. Is shown. To the left of omega R, the circuit is mainly resistive. ഇവിടുത്തെ പ്രത്യേകത റെസൊണൻസ് ഫ്രീക്വൻസിയിൽ XL is equal to XC ആണ്. റെസൊണൻസ് ഫ്രീക്വൻസിനേക്കാൾ ചെറിയ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്കറിയാം XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. XL is equal to L ഒമേഗ. XC എന്ന് പറയുന്നത് 1/C ഒമേഗയാണ്. ഓക്കെ. റെസൊണൻസ് ഫ്രീക്വൻസിനേക്കാൾ ചെറിയ ഫ്രീക്വൻസി ആണെങ്കിൽ അല്ലെ, ഫ്രീക്വൻസി കുറഞ്ഞാൽ XC കൂടും, XL കുറയും. അപ്പോൾ ഒരു സംശയമില്ല, റെസൊണൻസ് ഫ്രീക്വൻസിനേക്കാൾ ചെറിയ ഫ്രീക്വൻസി ആണെങ്കിൽ XC is equal to 1/C ഒമേഗ ആയതുകൊണ്ട് XC greater than XL ആയിരിക്കും. റെസൊണൻസ് ഫ്രീക്വൻസിയേക്കാൾ ചെറിയ ഫ്രീക്വൻസി ആണെങ്കിൽ, അതായത് റെസൊണൻസ് ഫ്രീക്വൻസിന്റെ ലെഫ്റ്റില് XC greater than XL ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേര് സർക്യൂട്ട് ഈസ് പ്യുവർലി കപ്പാസിറ്റീവ് എന്നാണ് വിളിക്കുക. ടു ദി ലെഫ്റ്റ് ഓഫ് ദി സർക്യൂട്ട് ഈസ് മെയിൻലി കപ്പാസിറ്റീവ്. ശരിയാണ്. ടു ദി ലെഫ്റ്റ് ഓഫ് ഒമേഗ ആർ സർക്യൂട്ട് ഈസ് മെയിൻലി ഇൻഡക്റ്റീവ്. തെറ്റാണ്. റെസൊണൻസ് ഫ്രീക്വൻസിനേക്കാൾ വലിയ ഫ്രീക്വൻസിയാണ് വിചാരിക്കാം. അപ്പൊ വലിയ ഫ്രീക്വൻസി ആണെങ്കിൽ L ഒമേഗ ന്യൂമറേറ്ററിലാണ്, അത് വലുതും. 1/C ഒമേഗ ഡിനോമിനേറ്ററിലാണ്. ഒമേഗ കൂടിയാൽ XC കുറയും. അപ്പോ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് മുകളിലാണെങ്കിൽ XL greater than XC ആണ് വരിക. XL greater than XC. അങ്ങനെ വരുമ്പോൾ റൈറ്റില് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്, റൈറ്റില് ഇൻഡക്റ്റൻസ് ഡോമിനേറ്റ് ചെയ്യും. അപ്പോൾ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് വിളിക്കും. ലെഫ്റ്റില് കപ്പാസിറ്റൻസ് ഡോമിനേറ്റ് ചെയ്യും, കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് വിളിക്കും. ടു ദി ലെഫ്റ്റ് ഒമേഗ ആർ ഓഫ് ദി സർക്യൂട്ട് ഇസ് മെയിൻലി ഇൻഡക്റ്റീവ്, അല്ല കപ്പാസിറ്റീവ്. അറ്റ് ഒമേഗ ആർ ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട് ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ശരിയാണ്. ഒമേഗ ആർ ആണെങ്കിൽ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ആർ ആണ്. അറ്റ് ഒമേഗ ആർ ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട് ഇസ് ഈക്വൽ ടു 0. തെറ്റാണ്. അപ്പൊ എയും സിയുമാണ് ശരി. ആൻസർ സി ഓപ്ഷൻ ആയിരിക്കും, എ ആൻഡ് സി. അടുത്ത ക്വസ്റ്റ്യൻ. To increase resonance frequency in series LCR circuit. Series LCR circuitലെ resonance frequency കൂട്ടണമെങ്കിൽ resonance frequency കണ്ടുപിടിക്കാൻ ഇക്വേഷൻ FR is equal to 1/2 pi root LC. 1/2 pi root LC. resonance frequency കൂട്ടണമെങ്കിൽ C കുറയ്ക്കുക, L കുറയ്ക്കുക. ഈ മാർഗ്ഗങ്ങളാണുള്ളത്. Source frequency should be increased. തെറ്റ്. Another resistance should be added in series with the first resistance. തെറ്റ്. റെസിസ്റ്റൻസിന് റോൾ ഇല്ല. Another capacitance should be added in series with the first capacitor. ഫസ്റ്റ് കപ്പാസിറ്ററിന് സീരീസ് ആയിട്ട് മറ്റൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയും. കപ്പാസിറ്റൻസ് കുറഞ്ഞാൽ റെസൊണൻസ് ഫ്രീക്വൻസി കൂടും. അപ്പൊ സി ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ ആണല്ലോടാ. സോഴ്സ് ഫ്രീക്വൻസി ഷുഡ് ബി ഡിക്രീസ്ഡ്. തെറ്റാണ്. അപ്പൊ ആൻസർ സി ആയിരിക്കും കേട്ടോ. ഇതിനകത്ത് ആൻസർ വരുന്നത് സി. നെക്സ്റ്റ് വൺ. Frequencies at which current amplitude in LCR series circuit becomes 1/√2 times of maximum value. Listen. Current amplitude becomes 1/√2 times of maximum value are 212 and 232. Value of resistance in the circuit is 5 ohm. Self-inductance of the circuit. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡാറ്റ മാത്രം മതി. ഇത് കറന്റ്, ഇത് ഫ്രീക്വൻസി, ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് വരച്ചു. ഇനി നോക്കണം, കറന്റ് മാക്സിമം ആകുന്ന ഈ ഫ്രീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി. ഞാൻ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു കറന്റ് I0/√2 ആയിട്ട് മാറുന്നത് രണ്ട് ഫ്രീക്വൻസിയിലാണെന്ന് പറഞ്ഞു. ഓക്കെ, കറന്റ് I0/√2 ആയിട്ട് മാറുന്നത് രണ്ട് ഫ്രീക്വൻസിയിലാണ്. ഒന്ന് ω1, മറ്റൊന്ന് ω2. ഇനി ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേ. Frequencies at which current amplitude in LCR series circuit becomes 1/√2 times of maximum value are 212 and 232. അപ്പോൾ ω1 എന്ന് പറയുന്നത് 212 റേഡിയൻ പെർ സെക്കൻഡ്, ω2 is equal to 232 റേഡിയൻ പെർ സെക്കൻഡ്. വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എന്നിട്ടുണ്ട്. ഇൻഡക്ടൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ
2 ഡെൽറ്റ ഒമേഗ അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒമേഗ 2 മൈനസ് ഒമേഗ 1 അല്ലേ? ഒമേഗ 2 മൈനസ് ഒമേഗ 1 ചെയ്താൽ 20 കിട്ടും. ഇതാണ് ബാൻഡ് വിഡ്ത്ത്. ഞാൻ അടുത്ത് പറഞ്ഞിരുന്നു ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ R/L ആണ്. R/L is equal to 20. ഇങ്ങനെ കിട്ടി. അപ്പൊ L is equal to R/20. ഇതാണ് L. Rന്റെ വാല്യൂ 5 ഡിവൈഡ് ബൈ 20. എടാ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0.25. ഓപ്ഷൻ നോക്കണം, ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്നതാണ്. 0.25 ഹെൻറി കിട്ടി. ഈ 0.25 ഹെൻറിനെ 250 മില്ലി ഹെൻറി എന്ന് എഴുതാം. എഴുതിക്കൂടെ? അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ 250 ആയിരിക്കണം. എടാ വെറുതെ ആൻസർ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ കൊണ്ടാണ്ട് അങ്ങനെ എഴുതരുത്. ഓപ്ഷൻ എപ്പോഴും നോക്കണം കേട്ടോ. 250 മില്ലി ഹെൻറി. സോറി, യൂണിറ്റ് എപ്പോഴും നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. In a series LCR circuit, inductance, capacitance and resistance are L is equal to 100 millihenry, C equal to 100 microfarad, R is equal to 10 ohm respectively. They are connected to an AC source of voltage 220 volt and frequency 50 Hz. Approximate value of current in the circuit will be. Approximate value of current in the circuit will be. എടാ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ വേഗം ചെയ്യേണ്ടത് റെസണൻസ് കണ്ടീഷൻ ആണോ നോക്കുക. അതിനുള്ള ഐഡിയ ഇവിടുത്തെ എക്സൽ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. എക്സൽ ഇസ് ഈക്വൽ ടു എൽ ഒമേഗ. എൽ 100 മില്ലി ഹെൻറി ആണ്. 100 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ 10⁻⁻1. ഒമേഗ വാല്യൂ 2πf. അപ്പൊ 2 ഇൻറ്റു പൈ ഇൻറ്റു എഫിന് പകരം എഫ് എത്രടാ 50. അപ്പൊ ഒരു സംശയവും വേണ്ട, ഇത് നമുക്ക് കിട്ടിയത് 10 പൈ ഓം ആണ്. ഇതാണ് എക്സൽ. ഇനി XC എന്താ നോക്കാം. XC is equal to 1/C ഒമേഗ. That is 1/. C 100 മൈക്രോഫാരഡ് ആണ്. അപ്പൊ 100 ഇൻറ്റു 10⁻⁻6 which means 10⁻⁻4. ഒമേഗ 2πf. 2π ഇൻറ്റു 50. എടാ ഇത് നിങ്ങൾ നോക്ക് 10⁻⁻4 ഇവിടെ 10 സ്ക്വയർ. അപ്പൊ 10⁻². അത് മുകളിൽ എത്തുമ്പോൾ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡ് ബൈ പൈ വരും. 100 ബൈ പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ ആലോചിച്ചു 100 ബൈ പൈ. അതും 10 പൈയും ഏകദേശം സെയിം വാല്യൂ അല്ലേ വരിക? 10 പൈ എന്ന് പറഞ്ഞാൽ 33. 100 ബൈ പൈ എന്ന് പറഞ്ഞാൽ 100 ബൈ 3.14 33. അപ്പൊ ഇവിടുന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. XL is equal to XC ആണ്. എടാ അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വേണ്ടോ? XL is equal to XC. XL is equal to XC ആണെങ്കിൽ സർക്യൂട്ടിലെ കറണ്ട് കിട്ടണമെങ്കിൽ I is equal to V divided by R മതി. V 220 ആണ് അല്ലെ? 220, R 10 ആണ്. അപ്പോ സർക്യൂട്ടിലെ കറണ്ട് 22 ആംപിയർ. എന്ത് കറണ്ടാ ചോദിച്ചിട്ടുള്ളത്? അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് കറണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് 22 ആംപിയർ. ഓക്കെ, ഇതായിരിക്കും സർക്യൂട്ടിലെ കറണ്ട്. എടാ നെക്സ്റ്റ് വൺ. ഫോർ എ സീരീസ് LCR സർക്യൂട്ട്, R is equal to 100 ohm, L is equal to 0.5 millihenry and C is equal to 0.1 picofarad. Are connected across 220 volt 50 Hz supply. Phase angle between current and supplied voltage and the nature of the circuit is. എടാ ഇതിലൊരു പ്രശ്നം ഉണ്ടല്ലോ. ഇത് LCR സീരീസ് സർക്യൂട്ടാണ്. അപ്പോ ഒരിക്കലും 0 ആവില്ല നമുക്ക് പറയാൻ പറ്റില്ല. റെസണൻസ് കണ്ടീഷൻ ആണെങ്കിൽ 0 ആകും. ശരിയല്ലേ? അപ്പൊ 0 ആവണമെങ്കിൽ റെസണൻസ് കണ്ടീഷൻ ആവണം. നമ്മളിത് റെസണൻസ് ആണ് നോക്കാം. റെസണൻസ് ആവണമെങ്കിൽ L ഒമേഗ = 1/C ഒമേഗ ആവണ്ടേ? L 0.5 മില്ലി ഹെൻറി ആണ്. അതിന് ഞാൻ 5 ഇൻറ്റു 10⁻⁻4 എന്ന് എഴുതി. ഒമേഗ വാല്യൂ 2π ഇൻറ്റു 50 ഇങ്ങനെ ഉണ്ട്. ശരിയല്ലടാ? അപ്പൊ നമുക്ക് കിട്ടിയത് XL is equal to 5π ഇൻറ്റു 10⁻⁻2 ഓം. ഇതാണ് XL. ഇനി XC കണ്ടുപിടിക്കാം. XL is equal to XC ആണെങ്കിൽ 0 ആയിരിക്കും അല്ലെ? XC. എടാ XC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/C ഒമേഗ. 1/. സിന്റെ വാല്യൂ എത്രയാണ് നോക്കാം. സി എന്ന് പറയുന്നത് 0.1 മൈക്രോഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻13 ഫാരഡ് ഇൻറ്റു 2π ഇൻറ്റു 50 ഇങ്ങനെ വരും. എടാ 2 ഇൻറ്റു 50 100 ആണ്. 100 ഇൻറ്റു 10⁻13 എന്ന് പറഞ്ഞാൽ 10⁻11 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് 10⁻11 ഡിവൈഡ് ബൈ പൈ. ഒന്ന് 10⁻5π ഇൻറ്റു 10⁻2 ആണെങ്കിൽ മറ്റൊന്ന് 10⁻11 ഡിവൈഡ് ബൈ പൈ. അപ്പൊ ഇതിന്റെ പ്രത്യേകത XC is very very greater compared to XL. ഓക്കെ,
അങ്ങനെ വരികയാണെങ്കിൽ ആക്ച്വലി സർക്യൂട്ട് ഈസ് പ്യുവർലി അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടാണ്. കാരണം എക്സിന്റെ വാല്യൂ അത്രയും ഡോമിനേറ്റ് ചെയ്യണം, അത്രയും വളരെ വളരെ കൂടുതലാണ്. ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും എക്സലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അത് പ്യുവർലി ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടാണ്. പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് അപ്രോക്സിമേറ്റ്ലി 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എ ഓപ്ഷൻ പറയാണ് പ്രിഡോമിനന്റ്ലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് അല്ല, പ്രിഡോമിനന്റ്ലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണ്. എക്സി വെരി വെരി ഗ്രേറ്റർ കമ്പയർ ടു എക്സൽ ആണ്. അപ്രോക്സിമേറ്റ്ലി അതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണ്. അതുകൊണ്ട് അവിടുത്തെ ഫേസ് ഡിഫറൻസ് 90 ആണെന്ന് പറയാം. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ലിസൺ. In an AC circuit, an inductor and a capacitor and a resistor are connected in series. XL equal to R equal to XC. Impedance of the circuit. ഒന്നും ആലോചിക്കണ്ട, XL equal to XC ആണെങ്കിൽ സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് ആണ്. അതൊരു റെസൊണൻസ് കണ്ടീഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. An LCR circuit contains a resistance 110 ohm and supply of 220 volt. VRMS ആണ് 300 radian per second. അപ്പോൾ ഇത് ഒമേഗയാണ് അല്ലേ, angular frequency. If only capacitance is removed from the circuit, capacitance remove ചെയ്താൽ current lags behind voltage by 45 degree. Phase difference 45 ആണ്. On the other hand, only inductor is removed in the circuit, current leads by 45 degree with the applied voltage. RMS current flowing in the circuit will be. എടാ കപ്പാസിറ്റർ റിമൂവ് ചെയ്താൽ അത് എല്ലാ സർക്യൂട്ടാണ്. അപ്പൊ ഫേസ് ഡിഫറൻസ് 45 ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ tan 45 is equal to XL divided by R അല്ലെങ്കിൽ XL is equal to R വേണം. ഇനി ഇൻഡക്ടർ റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ അത് CR സർക്യൂട്ട് ആണ്. അപ്പോഴും ഫേസ് ഡിഫറൻസ് 45 ഡിഗ്രി ആണ്. കറന്റ് ലീഡ് ചെയ്യുന്നു, ലാഗ് ചെയ്യുന്നു, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. tan 45 is equal to XC by R. എടാ നിങ്ങൾ ആലോചിച്ച് നോക്കി, രണ്ടും tan 45 ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എഴുതാം XL by R is equal to XC divided by R ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ XL is equal to XC ആണ്. which means ഇതൊരു റെസൊണൻസ് സർക്യൂട്ട് ആണ്. അവിടുത്തെ കറന്റ് ആണ് ചോദിച്ചത്. റെസൊണൻസ് സർക്യൂട്ടിലെ കറന്റ് ചോദിച്ചാൽ RMS കറന്റ് ചോദിച്ചാൽ VRMS divided by R. എടാ ഇവിടുത്തെ RMS വോൾട്ടേജ് 220 ആണ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് 110 ഓം ആണെന്ന് തന്നിട്ടുണ്ട്. Therefore here RMS current is equal to 2 ampere. ഇതാണ് ഇവിടുത്തെ RMS current. ഇത്ര പണിയേ ഉള്ളൂ. ഓക്കെടാ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഏകദേശം ഞാൻ നേരത്തെ പറയുന്ന പോലെ ഒരു 20+ ക്വസ്റ്റ്യൻസ്, അതിന്റെ തിയറീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ AC എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. എടാ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കാം. മിക്കവാറും എല്ലാ സെക്ഷനും ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത്, എടാ നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടില്ല. അതിന്റെ റീസൺ നമ്മൾ എക്സാമിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പേടിക്കല്ല വേണ്ടത്. പകരം ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് JEE എക്സാമിന് വരുന്നത്, അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ പഠിച്ചാൽ എനിക്ക് കൂളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു NITയിൽ എത്തിപ്പെടാൻ ഇത് മതി എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് ഉഷാറായിട്ട് പോകാൻ വേണ്ടി കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ 4 ചാപ്റ്റർ കവർ ചെയ്തു. മൂവിങ് ചാർജ്, മാത്സ് ആൻഡ് മാറ്റർ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറന്റ്. തൊട്ടുമുമ്പ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് കംപ്ലീറ്റ് ചെയ്തു. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് കംപ്ലീറ്റ് ചെയ്തു. കറന്റ്, ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ മൂവിങ് ചാർജ് കംപ്ലീറ്റ് ചെയ്തു, മാത്സ് ആൻഡ് മാറ്റർ കംപ്ലീറ്റ് ചെയ്തു, ഇൻഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തു, AC കംപ്ലീറ്റ് ചെയ്തു. എടാ ഇനി പാർട്ട് 1 ഇലക്ട്രോമാഗ്നറ്റിക് വേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഡുവൽ നേച്ചറും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെടാ.